നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടിയിലാണ്. ഒരു ദുരന്തം കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അനാഥമാക്കപ്പെട്ട ജീവിതങ്ങളെ സൃഷ്ടിച്ച ദുരന്തം. ആ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയും മുണ്ടക്കയും പിന്നെ പുഞ്ചിരിമട്ടവും. ഇത്രയും അധികം മനുഷ്യരെ അനാഥമാക്കിയ മറ്റൊരു ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിച്ചിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ പല നാടുകളുടെയും മേൽവിലാസം ഇല്ലാതായി. പല മനുഷ്യരുടെയും അഡ്രസ്സ് തന്നെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. അവർ ഈ ഭൂമിയിലില്ല. നമ്മൾ ഈ സംസാരിക്കുന്നതിനും 6 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ മേപ്പാടി ടൗണിലൂടെ വന്നുപോയ മനുഷ്യർ അവരിപ്പോൾ ഒന്നുകിൽ മണ്ണിനടിയിലാണ്, അതല്ലെങ്കിൽ കാണാമറയത്താണ്. നമ്മളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തണം. വയനാടിനെ കൈവിടാൻ കഴിയില്ല നമുക്ക്. ദേശീയ ദുരന്തത്തിൻ്റെ വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്കൊപ്പം ഈ ദുരന്തത്തിൽ ഇരകളായ കുറേ മനുഷ്യരുണ്ടായിരുന്നു. അവരെല്ലാം പല ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഒപ്പം എങ്ങനെയാണ് വയനാടിനെ പുനർനിർമ്മിക്കേണ്ടത്, എന്താണ് ഇവരുടെ ആവശ്യം എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് ചേർത്തു പിടിക്കണം വയനാടിനെ, വീണ്ടെടുക്കണം വയനാടിനെ. മേപ്പാടിയിൽ നിന്നും തത്സമയം. ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരു 6-7 ആൾ പോയിക്കണം. ഇല്ല, ഇതെല്ലാവരും കൂടി ഇനിയിപ്പോൾ നമ്മൾ ശരിയാവും. ടൗൺഷിപ്പ് വേണമെങ്കിൽ ഹനൗഫ അല്ലേ? ഹനൗഫ് എന്നാണ് പേര്. ഹനൗഫ് പഠിക്കുന്നത് 7ാം ക്ലാസ്സിൽ. സ്കൂള് വെള്ളാർമല. വെള്ളാർമല സ്കൂളിൻ്റെ പ്രത്യേകത പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. നമ്മളുടെ ഈ ദുരന്തത്തിൻ്റെ എപ്പിസെൻറ്റർ, പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് പുഞ്ചിരിമട്ടത്താണെങ്കിലും ഈ ദുരന്തം ഏറ്റവും കൂടുതൽ നാശം വിതച്ച ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ചൂരൽമല. ആ സ്കൂളിൻ്റെ പരിസരത്താണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ആ സ്കൂൾ ഒരു പ്രധാനപ്പെട്ട അടയാളമായിരുന്നു. ഗ്രാമോത്സവം എന്നാണ് ആ സ്കൂളിലെ ഉത്സവമൊക്കെ അറിയപ്പെടുന്നത്. ആ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഹനൗഫ. ഹനൗഫയെക്കുറിച്ച് ഞങ്ങൾ ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു, പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹനൗഫ ഇന്നലെ എല്ലാവർക്കും ചായയും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് കൊണ്ടു നടന്നു. ഹനൗഫയുടെ പിതാവ് മൻസൂർ നമുക്കൊപ്പം ഉണ്ട്. മൻസൂർ എവിടെ പോയി? മൻസൂറൊക്കെ നമുക്കൊപ്പം ഉണ്ട്. ഹനൗഫ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്ന ക്യാമ്പിലേക്കാണ്. ഹനൗഫയുടെ ഒരു സുഹൃത്ത് അവിടെയുണ്ട് അല്ലേ? അവിടെ ആരാ ഉള്ളത് ക്യാമ്പിൽ? എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടിൽ പെട്ടതാണ് സാന്ത്വന വി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്. സാന്ത്വനയുടെ വീട് പോയോ? അവളെ വീട്, അവൾ നിന്ന് എല്ലാ സ്ഥലവും പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഈ ഉരുൾ പൊട്ടിയിട്ട് വന്നിട്ട് എല്ലാ ഭാഗവും പോയി അവളെ വീടിൻ്റെ. മോളുടെ ക്ലാസ്സിലുള്ള കുറച്ച് കൂട്ടുകാരും എനിക്ക് തോന്നുന്നു അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അവരെയും കാണാനില്ലെന്ന് തോന്നുന്നു അല്ലേ? 3 പേരെ കാണാനില്ല. അതിൽ ഒരാളെ കിട്ടിയെന്നോ ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ കേട്ടു. അതിനുശേഷം മോള് കാപ്പി കൊടുക്കാൻ പോയതാണ് ഞങ്ങളെല്ലാവരെയും വല്ലാതെ ചിന്തിപ്പിച്ചത്. ബിസ്ക്കറ്റൊക്കെ കൊടുക്കാൻ പോയി. മോളുടെ ബ്രദർ ഇപ്പം ക്യാമ്പിൽ തന്നെ ഉണ്ട് അല്ലേ? ക്യാമ്പിൽ. പേരെന്താ? അഹമ്മദ് മൻസൂർ. വീട്ടിലോട്ട് വന്നില്ലേ പിന്നെ? ഇല്ല, കാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവരും പോയി. അതുകൊണ്ട് സജീവമായിട്ട് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി പോയതാണ്. ഈ വിവരം എപ്പോഴാണ് അറിയുന്നത് മൻസൂർ? സാറേ, നമ്മൾ ഈ പൊട്ടുന്നതിൻ്റെ രാത്രി ഞാനിവിടെ മേപ്പാടിയായിരുന്നു. ടാക്സി ഓടുന്ന ആളാണ് ഞാൻ. 900 കണ്ടിയിൽ ടാക്സി ഓടുന്ന ഞാൻ. അപ്പോൾ എല്ലാവരും അന്ന് ഞങ്ങൾ ഈ മഴ പെയ്യുന്ന അന്ന് ഞങ്ങളാരും പോയിട്ടില്ല. അപ്പോൾ ഇത് രാത്രി പൊട്ടുന്ന സമയം 1 മണി 1:30 മണിയായി. അപ്പോഴാണ് ജനശബ്ദങ്ങൾ ഇങ്ങനെ റോഡിലൂടെ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും വണ്ടിയുള്ളവർ, ജീപ്പുള്ളവരെല്ലാവരും ചൂരൽമലയൊക്കെ പാഞ്ഞെത്തണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോയി. അപ്പോൾ ചൂരൽമല ടൗണിലേക്കൊന്നും കടക്കാൻ കഴിയുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്നു എല്ലാവരും പേടിച്ചിട്ട്. പിന്നെ ഈ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാവരും മരണപ്പാച്ചിൽ പോയാണ്, രണ്ടാമത് പൊട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ വിവരങ്ങളാണ്. അപ്പോഴത്തേനും സ്കൂളിൻ്റെ പുറകുവശമൊന്നും ഞങ്ങൾ അറിയുന്നില്ല. പാലം തെറിച്ചു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ. അപ്പോൾ പിള്ളേരെ ഒന്നും കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഹനൗഫും അനിയനും അവരുടെ ഉമ്മയും വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവരെന്തോന്നും അറിയുന്നില്ല, അവരൊക്കെ ഉറക്കത്തില്ല. അപ്പോൾ നമ്മൾ ചൂരൽമലയിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് 1 കിലോമീറ്റർ വിട്ടിട്ടാണ് ഞങ്ങളെയൊന്നും അത് ബാധിച്ചിട്ടില്ല. പക്ഷെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ അവരെ ക്ലാസ്മേറ്റ്സൊക്കെയാണ് പോയത്. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം പിള്ളേർ ഭയങ്കര അപ്സെറ്റായിട്ട് വീട്ടിലിരിക്കുക, ഭക്ഷണം കഴിക്കുന്നില്ല, ഇങ്ങനത്തെ ഒരവസ്ഥ. ഇപ്പം അങ്ങനെ അവളങ്ങനെ വിഷമത്തിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറിയോ?
ഈ ആൾക്കാർക്ക് ഇങ്ങനെ ചായയും ഇതൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കുറേയൊക്കെ മാറി വന്നു. കൂട്ടുകാരികളെ തേടാൻ വന്ന ആൾക്കാരാണ്. എനിക്കൊന്ന് ബ്രദറിൻ്റെ കാര്യത്തിൽ അവിടെ തന്നെ ക്യാമ്പിൽ തന്നെയാണ്. ബ്രദർ അന്ന് അതിൻ്റെ പിറ്റേ ദിവസം പോയതാണ്. ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. അവൻ ഇവിടെ തന്നെയാണ് ക്യാമ്പിൽ. അവൻ്റെ കൂട്ടുകാരൻ്റെ ഫാദറും മദറൊക്കെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ സുഹൃത്തിൻ്റെ കൂടെ തന്നെയാണ്. വന്നിട്ടില്ല വീട്ടിലേക്ക്. നമ്മൾക്ക് പഴയ കാര്യങ്ങളൊക്കെ പോകട്ടെ. ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. ഈ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം MLA നമ്മളോടൊപ്പം ഉണ്ട്, ഇത് കാണുന്ന സർക്കാരുണ്ട്, മന്ത്രിമാരുണ്ടാവും, ഇപ്പോൾ സാന്ത്വനയെ പോലെയുള്ള കൂട്ടുകാരികളുണ്ട്, വേറെ കൂട്ടുകാരികളുണ്ടല്ലോ, പേരറിയാത്ത കൂട്ടുകാരികളൊക്കെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോവുകയോ ഒറ്റപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഉണ്ട്, ഒരുപാട് പേര് ക്യാമ്പിലാണെന്നൊക്കെ കേട്ടിട്ടുള്ള. അവർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് മോളുടെ ആഗ്രഹം? സർക്കാർ എല്ലാവരും വീണ്ടും ആ സ്കൂളിൽ തന്നെ എല്ലാവരും ഒരുമിച്ചെത്തണം. വെള്ളാർമല സ്കൂളിൽ തന്നെ വെള്ളാർമല സ്കൂൾ പിന്നെയും ഉണ്ടാക്കണം. വെള്ളാർമല സ്കൂൾ വേണം. എല്ലാ ആ സ്കൂളിലത്തെ എല്ലാ വിദ്യാർത്ഥികളും അവിടെ. സ്കൂളിന്റെ പരിസരത്ത് അപ്പോൾ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ ഗ്രൗണ്ട് ഇപ്പോൾ ഇല്ല. അവിടെ കളിക്കാനൊക്കെ പോകാറുണ്ട്. പോവാറുണ്ട്. അവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊക്കെ കളിച്ചിട്ടുണ്ട് ഒരുപാട് വട്ടം. ആ സ്കൂളിനി തിരിച്ചെടുക്കണം, അതാണ് മോളുടെ ആവശ്യം. കൂട്ടുകാരെയെല്ലാം അവിടെ കൊണ്ടുവരണം. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്. ഇനി വീണ്ടും പഠിക്കാൻ തന്നെ അവിടേക്ക് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കൊന്ന് മോളും വാപ്പയും പൊക്കോട്ടെ, കാരണം നമുക്കധികം അവരെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എങ്കിലും ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. ഇന്നലെ ആ ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിന് ഇച്ചിരി ആശ്വാസമായോ? ഒരുപാട് ആശ്വാസമായി. എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനെ തരാൻ വന്നവരാണ് അവരെല്ലാവരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളമെങ്കിലും കൊടുക്കുന്നത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ല മോളെ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ച പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നതാണെങ്കിലും അത് അങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ. അപ്പോൾ എന്തായാലും ഉഷാറാവും കേട്ടോ. അപ്പം നമുക്കിപ്പോൾ MLA ഉണ്ട്. ഞാനിപ്പോൾ ഹനഫിൻ്റെ കഥ കേട്ടായിരുന്നോ? മോൾ ഇന്നലെ ചെയ്തെന്താണെന്നറിയോ? മോളെല്ലാവർക്കുമായിട്ട് തിരയാൻ വന്നവർക്ക് ചായയും ബിസ്ക്കറ്റും ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങളുടെ ക്യാമറയിൽ മോളിങ്ങനെ ചായ കൊണ്ട് കൊടുക്കുന്നത് കണ്ടിട്ടാണ് ചോദിച്ചത്. അവളുടെ 3 കൂട്ടുകാരികൾ പോയി. ഒരു കൂട്ടുകാരി ഇപ്പോൾ അവിടെ ഉണ്ട്, സാന്ത്വന. അപ്പോൾ അവരെ തിരയാൻ വന്നവർക്ക് വെള്ളം കുടിക്കണം, അതിനാണ് അവൾ ഒരുങ്ങിയത്. വാപ്പ എടുത്ത് പറഞ്ഞപ്പോൾ വാപ്പ അത് സമ്മതിച്ചു. ആ അവസ്ഥയിലാണ് നമ്മുടെ ആൾക്കാർ. നമ്മുടെ കുട്ടികളുടെ, മുതിർന്നവരുടെ, അച്ഛനമ്മമാരുടെ, പൊതുസമൂഹത്തിൻ്റെ, റിലേറ്റീവ്സിൻ്റെ വിവിധ വേവ്ലെങ്ത്തുള്ള മെൻ്റൽ ട്രോമ, അത് മൊത്തം ഒരു പൊതുസമൂഹത്തിൻ്റെ മൊത്തം ഒരു മാനസിക നില ഹൈലി ഷോക്കിങ്ങും പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകും. ഞങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു മെൻ്റൽ കപ്പാസിറ്റി അങ്ങ് വല്ലാതെ അങ്ങ് ലൂസായിട്ട് എല്ലാവരുടെയും, ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഇവരങ്ങ് നിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ്. ഓരോ ആശുപത്രിയിൽ പോകുന്ന സമയത്തും ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ അടുത്ത് പോകുമ്പോഴും അവർ ഫേസ് ചെയ്തായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും, 6 മണിക്കൂർ ഗ്രാൻഡ് മദറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കമ്പി പിടിച്ച് തൂങ്ങി നിന്ന ആൾ, പിടിച്ചു വലിച്ച് രക്ഷപ്പെടുത്തിയതായിരിക്കുന്ന ആൾ. അതിന്നിപ്പോൾ ചുണ്ടയിൽ ക്യാമ്പിൽ പോയ സമയത്ത് 5-6 പേരെ ചെളിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത് അവസാനം വീട്ടിലുള്ള സ്ത്രീകൾ അവരുടെ മേലെ വെള്ളം ഒഴിച്ച് ചെളി അങ്ങ് ഒഴിവാക്കുകയാണ്. എന്നിട്ട് അവരങ്ങ് കണ്ണുകൊണ്ട് നോക്കുന്ന സമയത്ത് മകൾ കാണുന്നില്ല. മകളോടെ നോക്കണം എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് മകളെയും കൊണ്ടിട്ട് അടുത്തത് പോവാണ്. ആ മകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. മകൾ തലേ ദിവസം ഇൻ്റർവ്യൂ കഴിഞ്ഞാണ് വന്നത്. അങ്ങനെ ഓരോരുത്തരുടെ വളരെ തീക്ഷ്ണമായ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ വിവരിക്കുന്ന സമയത്ത് അതൊന്നും താങ്ങാനുള്ള കെൽപ്പിലല്ല. അതാണിത്. സിദ്ദിഖ് ഇവിടെ വരുമ്പോൾ എനിക്കൊരു രാവിലെ ഒരു 4 മണിക്ക് മുമ്പ് തന്നെ സിദ്ദിഖ് 5 മണിയാകുമ്പോഴേക്കും നേരത്തെ എത്തി. ഞങ്ങൾ എത്തിയതിന് ശേഷം ഒരു അറൗണ്ട് 3-ന് ശേഷം ഞങ്ങൾ വെള്ളാർമല സ്കൂളിൻ്റെ ആ ഭാഗത്തേക്ക്, അപ്പം കുറച്ച് ആളുകളുണ്ട്, അവരെല്ലാവരും കൂടി മൂവ് ചെയ്യുന്ന സമയത്താണ് ഈ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആ ഒരു വലിയ സൗണ്ട് പ്രകമ്പനമായിട്ട് ആളുകൾ മുഴുവൻ അലറി വിളിച്ച് ഓടുന്നു. അല്ലെങ്കിൽ സ്കാറ്റഡായി ചെതറി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്ന് കാമൻക്വറ്റായി വീണ്ടും അസംബിൾ ചെയ്ത് ഞങ്ങൾ നേരെ ഒരു ചെറിയതായിരിക്കുന്ന വെളിച്ചം, ആ വെളിച്ചത്തിൽ വെള്ളാർമല സ്കൂളിൻ്റെ അടുത്തേക്ക് പോകും. ആ സ്കൂളിൻ്റെ അടുത്ത് ഭയാനകമായ ചിത്രമായി. ഞങ്ങളാ 1 ടൺ കണക്കിന് മരങ്ങൾ, സത്യത്തിൽ വെള്ളാർമല സ്കൂളിൻ്റെ ആ ബ്ലോക്കില്ലെങ്കിൽ ചൂരൽമല ടൗണില്ല, അവിടെ നിന്നതായിരിക്കുന്ന ആളുകളുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതിന് മുഴുവൻ തടുത്ത് നിർത്തിയത് ഈ സ്കൂളിൻ്റെ ആ ബ്ലോക്കാണ്, സ്കൂളാണ്.
ആ വലിയ നൂറുകണക്കിന് മരങ്ങളുടെ കൂട്ടമാണ്, അത് വൻമരങ്ങളാണ്. ആ മരങ്ങളുടെ മേലെ കൂടെ കയറുമ്പോഴാണ് ഒരാളുടെ കാല് അതിനുള്ളിൽ കാണുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു കട്ടർ കൊണ്ടുവന്നു. കട്ടർ ഓരോന്നെടുത്ത് ആ ബോഡികൾ തലങ്ങും വിലങ്ങും സൈഡ് 40 ഇപ്പുറത്തുനിന്നും ബോഡി എടുക്കുകയാണ്. ഇതൊരു വല്ലാത്ത. സിദ്ദിഖ് എത്ര സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവും അന്നത്തെ ദിവസം ബോഡി എടുക്കുമ്പോൾ? കുറേ പേരല്ലേ? ഒത്തിരി ബോഡീസ് തുണിയിലും സ്ട്രെച്ചറിലും ഇങ്ങനെ കൊണ്ടുപോകുന്നത് നേരിട്ട് നമ്മൾ കാണല്ലേ. നമ്മളതിൽ പങ്കാളിയാവാണ്. നമ്മൾ ആദ്യം അതിൻ്റെ മേലെ ഭാഗത്തേക്ക് ഈ കവുങ്ങ് മുറിച്ച് പാലം തീർത്ത് അതിൻ്റെ മേലേക്ക് പോയത് എൻ്റെ ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെയുള്ളതായിരിക്കുന്ന ആളുകൾ മുഴുവൻ ഓരോ സമയത്തായി കയറിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ MLA ആയ ഉടനെ ഈ 2019 ഉരുൾപൊട്ടലിൽ അന്നത്തെ ഫ്ലഡിൽ പുഞ്ചിരിമട്ടം പുഴ വളരെ മോശമായ അന്തരീക്ഷത്തിലായി. പാറകളും എല്ലാം കൂടെ വന്നടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവിടുത്തെ പാലം പ്രശ്നത്തിലാണ്, റോഡ് പ്രശ്നത്തിലാണ്. അതൊന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നു പോയപ്പോൾ കണ്ടത് ഈ പുഴ മുഴുവൻ കല്ലുകളാണ്. അപ്പോൾ അടുത്ത ഫ്ലഡ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ ഈ പുഴ ഇപ്പുറത്തൂടെ ഒഴുകിക്കഴിഞ്ഞാൽ ആ സൈഡിലുള്ള വീടും മുഴുവൻ പോവും. അപ്പോൾ ഞാൻ ഉടനെ തന്നെ കത്തെഴുതി. ഞാൻ അദീല അബ്ദുള്ളയാണെന്ന് കലക്ടറോട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വെച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് അനുവദിക്കണം, പുഴയുടെ ഗതി സുഗമമാക്കണം. ആ ഫണ്ട് അനുവദിച്ചു. അത് കിട്ടി. ആ വലിയ കല്ലുകളൊക്കെ നീക്കി. പക്ഷേ അതിൻ്റെ മേലെ ഭാഗത്ത് ഈ ഹൈറ്റിലുള്ള വലിയൊരു പാറയുണ്ട്. അത് മുമ്പത്തെ ഒരു ലാൻഡ് സ്ലൈഡിൽ അവിടെ വന്നതാണെന്നാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള നിരവധി പാറകൾ, ആ പാറയൊക്കെ അടിച്ചുപോയി. ഫാസ്റ്റായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ മോളിപ്പോൾ ഒരു ആവശ്യം വെച്ചിട്ടുണ്ട്, അത് MLA തന്നെ നേരിട്ട് പറയാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞോ സ്കൂളിൻ്റെ കാര്യം. സ്കൂള് വീണ്ടും ഉണ്ടാക്കും വേണം. ഞങ്ങളെ സ്കൂളിലുള്ള എല്ലാ ടീച്ചേഴ്സും അതുപോലെ തന്നെ എല്ലാ കുട്ടികളും അവിടെ തന്നെ തിരിച്ച് വരണം. അങ്ങോട്ട് തന്നെ തിരിച്ച് എത്തി അവിടെ തന്നെ പഠിക്കാൻ പറ്റണം. അതിൽ ആ സ്ഥലത്ത് ആ സ്കൂൾ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് എത്രത്തോളം ഫലപ്രദമാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് മക്കളോടൊക്കെ കൗൺസിലിംഗ് നടത്തി സംസാരിക്കും, തർക്കമില്ല. സുരക്ഷിതത്വം ഏറ്റവും പ്രധാനമാണ്. സത്യത്തിൽ വെള്ളാർമല സ്കൂൾ ഒരു റിലീഫ് ക്യാമ്പ് കൂടി ആയിരുന്നു. അവിടെ നിന്ന് അവർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് അവിടെ നിന്ന് കഴിച്ചിലായി പോയത്. അപ്പോൾ ഇവരെ പരസ്പരം കുട്ടികൾക്ക് ഒരുമിച്ച് പഠിക്കാനുള്ളതായിരിക്കുന്നത് അവരെ സ്കാറ്റർ ചെയ്യാതെ വിവിധ സ്ഥലങ്ങളിലേക്കാക്കാതെ ഇവർക്ക് സൗഹൃദത്തോടു കൂടി ഒന്നിച്ച് പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു സംവിധാനം വേണം എന്നുള്ളതാണ്. അത് 6-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വരികയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഞാനും വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. അവർ വന്ന് ഉദ്യോഗസ്ഥലത്തിൽ ഇന്ന് ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്ത് അതിനുള്ള ഒരു സമീപനം ഉണ്ടാവും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അംഗനവാടികളുണ്ടാവും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്കൂളുകളുണ്ടാവും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സൗകര്യങ്ങളുണ്ടാവും. നമ്മുടെ ഈ 18 റിലീഫ് ക്യാമ്പിലും നാളെ വലിയ TV എത്തിക്കുകയാണ്, കിഡ്സ് കോർണർ കുട്ടികൾക്കുള്ള. ഇപ്പോൾ എങ്ങനെയാണ് പഠിച്ച് ഇനിയിപ്പം പഠിച്ചു തുടങ്ങണ്ടേ ഇനി വരുന്ന ദിവസങ്ങളിൽ? പഠിക്കണം, എല്ലാവരും ഒരുമിച്ച് തന്നെ വീണ്ടും പഠിക്കണം. ഇപ്പം നിലവിൽ ഇനിയിപ്പോൾ ഓൺലൈനല്ലേ, കുറച്ച് ദിവസത്തേക്ക് പറ്റുമോ? ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് അടിയന്തരം. പക്ഷേ എല്ലാ റിലീഫ് ക്യാമ്പുകളിലും അധ്യാപകന്മാരുണ്ട്. അധ്യാപകന്മാർ ഓവർ സ്ട്രെയിൻ എടുക്കുകയാണ്. ഇപ്പം ആ അധ്യാപകന്മാരെയും കൂടെ യൂസ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഓൺലൈൻ്റെ കൂടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം കൂടി ക്രമീകരിക്കുകയാണ്. അതിൻ്റെ കൂടെ കിഡ്സ് കോർണർ ആരംഭിക്കാൻ ഞങ്ങളൊരു പൊതു ലൈൻ എടുത്തു. എല്ലാ റിലീഫ് ക്യാമ്പിലും ചെറിയ കൊച്ചുങ്ങളുണ്ട്. അപ്പോൾ അവർക്കുള്ളതായിരിക്കുന്ന അവർക്ക് ഈ കാർട്ടൂൺ പോലെയുള്ള സാധനങ്ങൾ കാണാൻ വലിയ TVകൾ നാളെ 18 ക്യാമ്പിലും ഞാനതിൻ്റെ ക്രമീകരണം ചെയ്തു. അവർക്കുള്ള ആവശ്യമുള്ള എല്ലാ ടോയ്സും ഡ്രോയിങ് ബുക്കും മറ്റുള്ള സകല സംവിധാനങ്ങളും നാളെ വൈകുന്നേരത്തൂടെ അവരെ ക്യാമ്പിലെത്തും. അപ്പോൾ കുട്ടികൾക്കുള്ള, ഞാൻ ഇവിടെ സെൻറ്റ് ജോസഫ് പോയപ്പോൾ ഒരു കുട്ടി പറഞ്ഞത് എനിക്ക് പുസ്തകം വേണം, കഥകളുടെ പുസ്തകം വേണം. ആ പുസ്തകങ്ങളും നാളത്തേക്ക് ക്രമീകരിക്കണം. അപ്പം പറ്റാവുന്ന രീതിയിലൊക്കെ 1, 2, 3 സ്റ്റേജിൽ നമുക്ക് കൗൺസിലിംഗ് വേണ്ടി വരും. ഇവരുടെ മെൻ്റൽ ട്രോമ വളരെ സീരിയസ് ആണ്. അതിലേക്കുള്ള ഓരോ സ്റ്റെപ്സും നടപടികളും കൂട്ടായി ഒന്നിച്ച് എല്ലാവരും ഒരു മൂവ്മെൻ്റായി ഈ മക്കളുടെ കൂടെ ഇവരുടെ കൂടെയുണ്ട്. താങ്ക് യു സിദ്ദിഖ്. എനിക്ക് തിരക്കുണ്ടെങ്കിൽ പോകാം. ഞാൻ നമ്മൾ
ശ്മശാനത്തിലേക്ക് അങ്ങോട്ട് പോവാണ്. 9 ബോഡീസ് ഒന്ന് ക്രിമേറ്റ് ചെയ്യാൻ. സുരേഷ് ബാബു. ഹായ് സുരേഷ് ബാബു. അപ്പം ഹനോഫിൻ്റെ കാര്യത്തിൽ സർക്കാർ പോസിറ്റീവായിട്ടൊരു തീരുമാനം എടുക്കും. സ്കൂളിലുള്ള ഒന്നും വേണ്ട, എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, മോള് പോയിക്കോ. ഇനിയിപ്പോൾ മോള് വാപ്പയുടെ കൂടെ പോയിക്കോ. ഓക്കെ. ഇതിൻ്റെ 2 ദിവസം മുമ്പ് ആനയുടെ ശല്യമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് കൂടി അതിൻ്റെ തീരുമാനം എടുക്കുകയായിരുന്നു. അതെ, ഞങ്ങളത് സംസാരിക്കാൻ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റല്ലല്ലോ അല്ലേ, ഒന്നുമല്ല. താങ്ക് യു സദീഖ്. നമ്മൾക്കിപ്പോൾ ഈ പ്രദേശത്തെ അറിയാവുന്ന ആളുകൾ, ഇവരിൽ പലരും രക്ഷാപ്രവർത്തനത്തിന് ആദ്യം അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എങ്ങനെ വയനാടിനെ നമുക്ക് പുനർനിർമ്മിക്കണം എന്നുള്ളതാണ്. ചൂരൽമല എങ്ങനെ വീണ്ടെടുക്കും, പുഞ്ചിരിമട്ടത്തെ എങ്ങനെ വീണ്ടെടുക്കും എന്നുള്ളതാണ്. ഈ പ്രദേശത്തിന് ബ്ലോക്ക് ഡിവിഷൻ, എനിക്കൊന്ന് പഴയ മെമ്പറാണ് അവിടുത്തെ അല്ലേ, ആ സ്ഥലമെല്ലാം കൃത്യമായിട്ട് അറിയാം. ഇനിയിപ്പോൾ അവിടെ ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ അവർക്ക് വലിയ ഭയമാണ് അല്ലേ. അവർക്കിനി വേണ്ടതൊരു ടൗൺഷിപ്പാണ്. ഇപ്പം നമ്മൾ തന്നെ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു ടൗൺഷിപ്പിൽ 300ഓളം വീടുകൾ അവിടെ നിർമ്മിച്ചു കൊടുക്കത്തക്ക രീതിയിലൊരു സംവിധാനം നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യം? ഇനി അവിടെ പോകാൻ പറ്റില്ലല്ലോ അല്ലേ? പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ ആളുകൾക്ക് ആ പ്രദേശത്തെ അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. അതിനുവേണ്ടി അവർ എഴുതിച്ചേർന്ന മണ്ണാണത്. അതൊരു ഇങ്ങനെ എന്തെങ്കിലും ഡിസാസ്റ്റർ വരുമ്പോഴേ എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോകുന്ന ആളുകളല്ല. ഇപ്പം നമുക്കറിയാം, ഒരു ചെറിയൊരു പ്രശ്നം ചെറുതല്ല, വളരെ വലിയ പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ നേരത്തെ നമുക്ക് പുത്തുമലയും കവളപ്പാറയൊക്കെ ആയിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. ഈ പ്രശ്നം വന്നപ്പോൾ അതൊന്നും അല്ല, ഇത് അല്ലാത്ത രീതിയിലേക്കാണ് മാറിയത്. എനിക്കിവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളുണ്ട് അല്ലേ ആ ഭാഗത്ത്. ഞാൻ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പുറത്താണ് ഉണ്ടായിരുന്നത്. രാത്രി 1:40 ഒരു സുഹൃത്ത് വിളിച്ചറിയിക്കുന്നത്. ഞങ്ങൾ 2:10 കൂടിയിട്ട് അവിടേക്കുള്ള യാത്ര തുടങ്ങി. നമ്മുടെ താഞ്ഞിരോട് പ്രദേശത്തൊരു മരം വീണ് നമ്മളെ യാത്ര മുടക്കാനുണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഞങ്ങളുടെ ബാക്കിലാണ് ഫയർഫോഴ്സ് വരുന്നതും. ഫയർഫോഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മരം വെറിച്ച് നീക്കിയിട്ടാണ് പിന്നീട് നമ്മളാണ് അവിടെ എത്തുന്നത്. പക്ഷെ അവിടെ നമ്മൾ കണ്ടത് വളരെ ഭീകരമായ അവസ്ഥയാണ്. നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ചൂരൽമല ടൗണിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിൽ ചളി അടഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ സ്ഥലം പഴയതുപോലെ ആക്കുക ബുദ്ധിമുട്ടായിരിക്കും, പ്രയാസമാണ്. ഇനി നമുക്കൊരു പുതിയ സ്ഥലത്തേക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കലാണോ ആവശ്യം? തീർച്ചയായും. ഈ ഭയമില്ലാത്തൊരു വീണ്ടും പൊട്ടാം. തീർച്ചയായും. നമ്മൾ മുമ്പേ നമ്മൾ ഇതൊക്കെ പറയുന്നതാണ്. പുത്തുമലയിലെ ഈ പ്രളയമുണ്ടായ സമയത്ത് തന്നെ ഇതൊക്കെ വീണ്ടും വരാനുള്ളൊരു സാധ്യത. കാരണം അത്തരത്തിൽ നമ്മുടെ മുമ്പുണ്ടായിരുന്ന നമ്മുടെ പശ്ചിമഘട്ട റിപ്പോർട്ടിൽ വെള്ളരിമല വില്ലേജിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ മുമ്പേ ഉണ്ടായിരുന്നു. നമ്മൾ വീണ്ടും ആവശ്യപ്പെടുന്നത് ഇനിയൊരു ചൂരൽമലയിലെ ഒരു പുനരധിവാസം ബുദ്ധിമുട്ടാണ്. പകരം ഒരു പുതിയ ചൂരൽമല ഉണ്ടാവണം, പുതിയൊരു മുണ്ടക്കായി ഉണ്ടാവണം. ഇതാണ് നമ്മുടെ ആവശ്യം. ഞാൻ വരാം. നിങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമ്മുടെ പ്രിൻസിപ്പളാണ്. സ്കൂൾ ഏതായിരുന്നു? മൗണ്ട് ടാബോർ ഇംഗ്ലീഷ്. മൗണ്ട് ടാബോർ ഇപ്പോൾ ഒരു ക്യാമ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്യാമ്പിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? സിവിലിയൻസായിട്ട് 40ഓളം പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ മിലിറ്ററി, പാരാമിലിറ്ററി, ഡോഗ് സ്ക്വാഡ്, പോലീസ് എല്ലാവരുമായി 400-ലധികം ആൾക്കാർ അവിടെയുണ്ട്. അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ. എല്ലാ സംവിധാനത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. പക്ഷേ മൗണ്ട് ടാബോർ ഇംഗ്ലീഷ് സ്കൂൾ എന്ന നിലയിൽ എൻ്റെ ഒരു വേദന, ഞാൻ ഈ സ്കൂളിൽ ഇപ്പോൾ 2 മാസമായിട്ട് ജോയിൻ ചെയ്ത ഒരാളാണ്. അവിടുത്തെ കുട്ടികൾ ആരെങ്കിലും പോയോ? 2 പേർ. ഒരാളുടെ മൃതദേഹം കിട്ടിയ ഒരാൾ ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഏകദേശം 70ഓളം ഫാമിലികളാണ് നമുക്ക് ആ ഭാഗത്തു നിന്നുള്ളത്. 41ഓളം കുട്ടികൾ ഇപ്പം ചൂരൽമലയിലായിരുന്നു. ചൂരൽമലയിലും മുണ്ടക്കയത്തുമായിട്ടാണ് പോകുന്നത്. 2 കുട്ടികളെ നഷ്ടപ്പെട്ടു. ഒരാൾ ഇപ്പോഴും സ്റ്റിൽ മിസ്സിംഗ് ആണ്. പ്രതീക്ഷ കുറഞ്ഞു വരികയാണ്. നമുക്കറിയാം 41ഓളം വീടുകൾ ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഇവരുടെ തുടർന്നുള്ള വിദ്യാഭ്യാസം ഒരു വലിയൊരു കൺസേൺ ആണ്. അപ്പോൾ ശാന്തമായൊരു രീതിയിൽ നമ്മൾ റീഹാബിലിറ്റേഷനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴും മാനസികമായ ഒരു നില വീണ്ടെടുത്ത് എങ്ങനെ ഇവർ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മുന്നോട്ട് വരുന്നുള്ളതൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും പല സംഘടനാ പ്രവർത്തകരും എല്ലാവരും ഒത്തുചേർന്ന് ഇവർക്ക് അവിടെ സാധ്യമായതെല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ എത്ര പേര് കൂടെ ഉണ്ടാവും, എങ്ങനെ ഇവരെ മുന്നോട്ട് നയിക്കും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കും. സർക്കാരിനോട് ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും നമുക്കിപ്പോൾ ക്യാമ്പിൻ്റെ ഒരു ചുമതലയുള്ള ഒരാളെന്ന നിലയിൽ പറയാനുണ്ടോ? ഇതൊരു CBSE സ്കൂളായതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പിൻ്റെ ചുമതലയായിട്ടുണ്ട്. പക്ഷേ ഈ ശ്രമങ്ങളെല്ലാം നമുക്ക് വിദ്യാഭ്യാസപരമായുള്ള കാര്യങ്ങളിലൂടെ നോക്കിക്കാണും. ഇതൊരു CBSE സ്കൂൾ. എനിക്ക് തോന്നുന്നു CBSE മേഖലയിൽ നിന്ന് ഡയറക്റ്റ്ലി എഫക്റ്റഡ് ആയ ഏക സ്കൂൾ നമ്മുടെയാണ്. വിദ്യാർത്ഥികൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് നമുക്കാണ്. അപ്പോൾ വിദ്യാഭ്യാസ മുന്നോട്ട് വയ്ക്കുന്ന പ്ലാനുകളിൽ ഇത്തരം ഈ CBSEക്കും എങ്ങനെയാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? പേരൊന്ന് പറഞ്ഞാൽ? ജാബിർ ഷായുടെ കുടുംബത്തിൽ കുറച്ച് പേര് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? 6 പേര്. ഉമ്മേൻ്റെ സഹോദരിയും മകനും അവരെ ഭാര്യയും പിന്നെ 3 കുട്ടികളും. അതിൽ 4 പേരെ കിട്ടി. എൻ്റെ ബ്രദറിനെയും അവരെ വൈഫിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അവരെ കിട്ടി സംസ്കരിച്ചു. മരണപ്പെട്ടു.
അവരെവിടെയായിരുന്നു? ചൂരൽമലയിലായിരുന്നു, അത് മുണ്ടക്കയിലായിരുന്നു? മുണ്ടക്കൈ ആ മുണ്ടക്കൈ ആ പള്ളിയുടെ ഭാഗത്താണ് മദ്രസ? തൊട്ട് താഴെ ഭാഗത്ത്. ആണല്ലേ? അവരുടെ പേരെന്തായിരുന്നു? അവരുടെ പേര് ഫാത്തിമ എന്നാണ്. പിന്നെ ഷെരീഫ്, ബാനു താത്ത. ആദ്യത്തെ ഇതിൽ തന്നെ പോയോ അവര്? അത് ഈ ഫ്ലഡ് നടക്കുന്ന സമയത്ത് അവിടുന്ന് ചൂരൽമലയിൽ നിന്ന് വിപിൻ എന്ന് പറഞ്ഞ ഒരാളാണ് എന്നെ വിളിച്ചത്. ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടാവും. ഞങ്ങൾ ഇവിടെ ഫ്ലഡ് നടന്നിട്ട് ഒന്ന് പെട്ടെന്ന് ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കളക്ടറേറ്റിലേക്ക് വിളിച്ചു. അതിനുശേഷം ഞാൻ വിളിച്ചത് ഷെരീഫ് ഖാനെയാണ്, എൻ്റെ ഏട്ടനെ. അപ്പോൾ ഫോൺ ആദ്യം ചെറുതായിട്ടൊന്ന് ബീപ്പ് സൗണ്ട് കേട്ടു, പിന്നെ സ്വിച്ച് ഓഫ് ആയി. പിന്നെ അപ്പോഴേക്കൊരു 2 മണിയായി കാണൂല്ലേ? അതെ ആയിട്ടുണ്ടാവും, 2 മണി ആയിട്ടുണ്ടാവും. പിന്നെ അവിടെ പോയോ ജാബിർ ഷാ ആ സ്ഥലത്തേക്ക്? പോകാൻ കഴിഞ്ഞിട്ടില്ല, പോകാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെയൊക്കെ സ്ഥിരമായി പോകുന്ന സ്ഥലമായിരുന്നില്ലേ? പിന്നെ അല്ലേ? അവിടെ കുറേ എല്ലാവരും ഇപ്പോൾ ഈ ഫ്ലഡ് നടന്ന് മരണപ്പെട്ടവരൊക്കെ അറിയുന്നവരാണ്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്നവരാണ്, ജോലിക്കും മറ്റും നമ്മൾ സ്ഥിരം കാണുന്ന ആളുകളാണ് കംപ്ലീറ്റ് എല്ലാം. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരെയും കാണുന്നില്ല, എല്ലാവരും പോയി. അതെ ഇതാണ് ഈ സുഹൃത്തുക്കൾ ആരെങ്കിലും അതിനകത്ത് മിസ്സിംഗ് ഉണ്ടോ? ഒരുപാട്. ബോഡി ശ്രീലേഷ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ കുറേ പേര്, ഒരു വിനോദേട്ടനുണ്ട്. ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു അടുത്ത സുഹൃത്തുക്കളുമാണ്. അതാണ് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളടക്കം ധാരാളം ആളുകൾ, രവിയേട്ടൻ നമ്മൾ രാവിലെ കണ്ടതാണ്. രവിയേട്ടൻ ഇവർ പറയുന്നൊരു കാര്യം തരും, ഇനി ആ സ്ഥലത്ത് പഴയതുപോലെ തുടരുക സാധ്യമല്ല എന്നാണ്. മുണ്ടക്കായി ഒരു കാരണവശാലും സാധ്യമല്ല. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ചൂരൽമല പുഴയോര ഭാഗങ്ങൾ അതൊന്നും ഇനി ജീവിക്കാൻ പറ്റിയതല്ല. ശരിക്ക് പറഞ്ഞാൽ ഇനി നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തി മുമ്പോട്ട് അതിലേക്കൊന്നും ഇനി കിടക്കണേൽ ഒരു കാര്യമില്ല. ഇനി മുമ്പോട്ട് എന്തെന്ന ചോദ്യത്തിനാണ് ഒരു പ്രാധാന്യം വേണ്ടത്. ശരിക്കും മുണ്ടക്കായി, പുഞ്ചിരിമട്ടം, ചൂരൽമല, പുത്തുമല ഈ ഭാഗത്തൊക്കെ അത്ര ആളുകൾ തിങ്ങിപ്പാർക്കി അത്ര സ്നേഹത്തോട് കഴിഞ്ഞിരുന്ന സ്ഥലമാണ്. അത് വീണ്ടെടുക്കാവുന്ന ശ്രമത്തെക്കുറിച്ചാണ് ഇനി കൂടുതൽ ചർച്ച വേണ്ടത്. ഈ രവിയേട്ടൻ്റെ ഒരു ആലോചനയിൽ അധികം ദൂരെ അല്ലാതെ സേഫായ ഒരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് താമസിപ്പിക്കുക, അതാണോ വേണ്ടത്? സത്യമായിട്ടും ആ കുട്ടികൾ പറയണോ അല്ല, ഇതിൽ ആരും പിരിഞ്ഞു പോകാത്ത രീതിയിലൊരു ടൗൺഷിപ്പ് രീതിയിലുള്ളൊരു സൗകര്യമാണ് അവിടെ വേണ്ടത്. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഞങ്ങളൊരു നാടാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഒരു വീടോ ഒരു വ്യക്തിയോ അങ്ങനെയല്ല, കുറേ ആളുകൾ പോയി. അതേപോലെ തന്നെ ഇനി ജീവിക്കുന്ന ആളുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാവുന്ന ഒരു സാഹചര്യം വീടുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു ആവശ്യം അതിൽ ഒരു പൊതുവായിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. എവിടെ വീട് എവിടെയായിരുന്നു? എൻ്റെ വീട് ചൂരമലയായിരുന്നു. ചൂരമലയിൽ എവിടെ? ചൂരമല സ്കൂളിൻ്റെ തൊട്ടടുത്തായിരുന്നു. സ്കൂളിന് തൊട്ടടുത്ത്. വീടോ? വീട് പോയോ? ഭാര്യയും മോളും പോയിക്കണ്. വൈഫിൻ്റെ പേര്? വൈഫിൻ്റെ പേര് അഫ്സിയ, മോളെ പേര് മിൻഹ ഫാത്തിമ. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്? ഞാൻ കോഴിക്കോടായിരുന്നു. പുറത്ത് ജോലിയായിരുന്നു. അപ്പോൾ ഇവിടെ വൈഫും മക്കളുമാണ് ഉണ്ടായിരുന്നത്. മോന് ചെന്നൈയിലായിരുന്നു. ഞങ്ങൾ രണ്ടാൾ മാത്രം ഇപ്പോൾ ബാക്കി അയക്കണേ. നമ്മൾ മാറി പോകുമ്പോൾ ചെന്നൈയിലുള്ള മോനും കോഴിക്കോടുള്ള നിങ്ങൾ മാത്രം ബാക്കി. വിവരം നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? ഈ വിവരം അറിയുന്നത് പുലർച്ചയ്ക്ക് അറിയുന്നത്. പുഴയുടെ തീരത്തായിരുന്നു വീട്? പുഴയുടെ അല്ല, സ്കൂളിൻ്റെ തൊട്ടടുത്ത്. സ്കൂളിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ആ വീട് ഒന്നുമില്ല അവിടെ, അടയാളം വരെ ഇല്ല. നിങ്ങൾക്ക് അറിയുമായിരിക്കും, വില്ലേജ് ഓഫീസർ നിങ്ങളോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവും. ഭക്ഷണം വെച്ച് കൊടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ആ ഭക്ഷണ സാധനം കൊണ്ട് വെച്ചത് എൻ്റെ വീട്ടിലായിരുന്നു. ആണോ? തലേന്നോ? ക്യാമ്പിലേക്കുള്ള ഭക്ഷണ സാധനം കൊണ്ട് വെച്ചത്. തലേന്ന് എത്ര പേരുണ്ടായിരുന്നു ക്യാമ്പിൽ? ഏകദേശം 15 പേര്. അതായത് ഈ അപകടം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഈ വെള്ളാർമല സ്കൂളിൽ അല്ലേ, വെള്ളാർമല സ്കൂളിൽ ഒരു ക്യാമ്പായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. 15 ആളുണ്ടായിരുന്നു. എൻ്റെ വൈഫിനോടാണ് അവർക്കുള്ള ഭക്ഷണം വെച്ച് കൊടുക്കാൻ പറഞ്ഞ് സാധനം എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതാണ്. അല്ല, ഭക്ഷണം വെക്കാൻ വേണ്ടി സാധനം കൊണ്ടേ വെച്ചത്. ഇത് സംഭവിക്കണതിൻ്റെ മണിക്കൂറുകൾക്ക് മുന്നേ. എന്നിട്ട് പക്ഷേ ആ ഭക്ഷണം ഉപയോഗപ്പെട്ടില്ല. എല്ലാം പോയി. എൻ്റെ ഭാര്യയും മോളും പോയി കഴിഞ്ഞാൽ പിന്നെ വില്ലേജ് ഓഫീസർ കൊണ്ടുവച്ചതായിരുന്നു. അവർ പറഞ്ഞിട്ട് അവരോട് ഭാര്യയോട് വന്ന് പറഞ്ഞു. ഞാൻ വഴിയിട്ട് അവിടെ നിന്ന് പുറത്തു പോയി. പിന്നെ എനിക്കൊരു സംശയം കുടുങ്ങിപ്പോയി. അവിടെ പൊട്ട് വരുന്നുള്ള ഒരു ഇതുണ്ട്. പുഴയൊക്കെ കലങ്ങിപ്പോയി. പുഴൻ്റെ തൊട്ടടുത്ത ഞാൻ അങ്ങനെ പോയി. ആ ചുറ്റുപാടുള്ളവരോടത്തൊക്കെ ഞാൻ വിളിച്ചു. എല്ലാവരും വരി, നമുക്ക് പോവാ, എന്തോ പുഴ മാറി വരുന്നുണ്ട്, കലക്ക് വരും. എപ്പോഴാണ്? വൈകുന്നേരം 6 മണിയാകുമ്പോൾ. വൈകുന്നേരം 6 മണി. അപ്പം നല്ല മഴയാ. നല്ല മഴ. അപ്പോൾ പുഴയിൽ നിന്ന് ഇങ്ങനെ കലക്ക് വെള്ളം വരുന്നുണ്ട്, ചെളിയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തുള്ളവരത്തൊക്കെ പോവാ നമുക്ക്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ പേടിച്ച് എവിടേക്കാണ് പോണേ, ഞങ്ങൾ ഈ ടെറസിൻ്റെ മുകളിൽ കയറിക്കോളാം. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോഴും ആൾക്കാർ കരുതുന്നത് ഒരു ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നില്ല അല്ലേ? അപ്പോൾ ഞാൻ ഭാര്യൻ്റെ അടുത്ത് പറഞ്ഞു, വെള്ളപ്പൊക്കം വരും എന്ന് പേടിച്ചു. ഭാര്യൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പോവാ. അപ്പോൾ ഭാര്യ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്നാൽ പോരെ, എന്തിനാ പോണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ അവിടെ നിന്നോ, ഞാൻ പോവുകയാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി ഇങ്ങോട്ട് കോലായിലേക്ക് വന്നു. കോലായിലേക്ക് വന്നപ്പോൾ ഭാര്യ പിന്നെ മാറ്റി വന്നു. പിന്നെ ഞങ്ങൾ പോയി. പക്ഷേ ഒരു സാധനം എടുത്തില്ല വീട്ടിൽ നിന്ന്.
15 ഭാഗം പണ്ടുണ്ട് മരുമോളത് കല്യാണം കഴിഞ്ഞിട്ട് ആകെ 4-5 മാസമായിട്ടുള്ളൂ. അപ്പോൾ അതും പോയി, കുറച്ച് പൈസ ഉണ്ടായി. വീട് ഇല്ല അവിടെ, പോയി ഇല്ല. നിങ്ങളുടെ വീടിന്റെ അടുത്തടുത്ത് ഇയാള് മുന്നിൽ കുറച്ച് താഴത്ത് ഞാൻ അവസാനം വൈകിട്ട് വന്നിട്ട് ഒരു 10 ദിവസം മുന്നേ വന്നു പോയതാണ്. അവസാനം വൈഫ് വിളിക്കുന്ന സമയത്ത് മഴയുണ്ടെന്ന് പറഞ്ഞിരുന്നു. മഴ ഉണ്ടായിരുന്നു. ഇങ്ങനെ വില്ലേജ് ഓഫീസർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞാണ് ഫോൺ വെക്കുന്നത്. അപ്പോൾ ഒരു സാഹചര്യം ആണെങ്കിൽ അവിടുന്ന് അവർ മാറണം എന്നുള്ളത് പറയേണ്ട ഒരു നിർബന്ധം ഇവർ അതിന് മുന്നറിയിപ്പ് വന്നിട്ടില്ല ഇതുവരെ. അതുവരെ അവിടെ മുന്നറിയിപ്പോ കാര്യങ്ങളോ വില്ലേജ് ഓഫീസർക്ക് എത്തിയിട്ടില്ല, റിപ്പോർട്ട് എത്തിയിട്ടില്ല. വില്ലേജ് ഓഫീസറെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റൂല. അവർക്കൊരു റിപ്പോർട്ടും വന്നിട്ടില്ല ഈ സമയം വരെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് സാധനം വെച്ച് കൊടുക്കാനുള്ള സാധനം അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ നിങ്ങൾക്ക് നാളെ പോയി നോക്കിയാൽ കാണാം, അവിടെ സ്കൂളിൻ്റെ അവിടെ നിന്ന് 3ാമത്തെ വീട് എൻ്റെ വീടായിരുന്നു. അവിടെ വെറും തരയും കുറച്ച് ഇത് മാത്രമേ ഉണ്ടാവും. അവിടെ എത്ര സെന്റ് ഉണ്ടായിരുന്നു സ്ഥലം? കുറഞ്ഞ സ്ഥലം, വാടകയ്ക്കായിരുന്നു. അവിടെ നിങ്ങൾക്ക് നിങ്ങളും മാത്രമായി. ഞാനും. നിങ്ങൾ എവിടെയായിരുന്നു? ചുരുൾമല തന്നെയാണ്. അവിടെ എവിടെയായിരുന്നു? ചുരുൾമല തന്നെയായിരുന്നു. അല്ലല്ല, ഞാൻ നെടുമ്പാലാണ് വീട്. ബന്ധുക്കളൊക്കെ എവിടെയായിരുന്നു? ബന്ധുക്കളെല്ലാം ചൂരൽമലയാണ്. എൻ്റെ വൈഫ് ഹൗസും ചൂരൽമലയാണ്. അപ്പോൾ എൻ്റെ വൈഫ് 3 ദിവസമായിട്ട് അവളെ ചേച്ചിയെ വിളിച്ചുകൊണ്ടിരിക്കുക. ആ ചേച്ചി വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ നാളെ വരാം, മറ്റന്നാൾ വരാം പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടേ. ആ ചേച്ചി അന്ന് ആ പൊട്ടുന്നതിൻ്റെ രാവിലെ 85 വയസ്സായ ഒരു അമ്മ മാനുവലി കൊണ്ടാക്കിയിട്ട് ചേച്ചി സാധാരണ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ചൂരൽമലയ്ക്ക് പോകല്. ചേച്ചിയുടെ പേര് അജിത എന്നാണ്. 30ഓളം ആളുകൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് പോയി. ആ ചേച്ചി 30ഓളം പോരും. പിന്നെ സുദേവൻ, അതൊക്കെ എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആളുകളാണ്. സുദേവനും വൈഫും ഒക്കെ പോയതാണ്. അവിടുന്ന് ഇതാണ് എൻ്റെ 30ഓളം ആളുകൾ പോയ ആളുകൾ. ഒരു കുടുംബത്തിലെ ഇത്രയും എല്ലാവരും കൂടെ എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആളുകൾ. സദേവനാണിത്. സുദേവൻ. എൻ്റെ ബാലി അജിത, ഇവർ 2 പേരുമാണ് എൻ്റെ ചേച്ചി. തൊട്ടടുത്ത ഞാൻ. ഈ ചേച്ചി അവിടുത്തെ സ്കൂളിൽ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴും കാലത്ത് കഠിനാധ്വാനിയാണ് ഈ ചേച്ചി. രാവിലെ 4 മണിക്ക് എണിച്ച് അവിടുത്തെ പ്രഭാത ഭക്ഷണം അവിടുത്തെ സ്കൂളിൽ ഉണ്ടാക്കി കൊടുത്ത് അതിനുശേഷം ഒരു അമ്മയുണ്ട്. ഈ അച്ഛനും ഈ ഏട്ടനും ചേച്ചിയും കൂടെ ആ അമ്മയെ എല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് അവർ എസ്റ്റേറ്റിൽ പോകുന്ന ഒരാളായിരുന്നു. എന്താവശ്യത്തിനും ഞാൻ എന്താവശ്യത്തിനും ആ ചേച്ചിയാണ് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. 22 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചി മാത്രമാണ് എല്ലാത്തിനും ഉണ്ടായത്. ആ ചേച്ചി നഷ്ടപ്പെട്ടത് എനിക്ക് തീരാ ദുഃഖമാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഫോണില്ല, ചെറിയ ഫോണാണ്. പക്ഷേ ഈ ഫോണിൽ അതിൻ്റെ ഉള്ളിൽ കയറ്റില്ല നമ്മളെ ബോഡി കാണിക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ 2 പേരെ അതിന് തയ്യാറാക്കി. അവരുടെ അടുത്താണ് ഫോണുള്ളത്, വലിയ ഫോണ്. ആ ഫോൺ കൊണ്ട് എൻ്റെ സുഹൃത്ത് സൈനു റാമർ എന്നാണ് അവർ പേര്. 2 പേരും കൂടെ അവിടെ ആ ഫോണ് വെച്ചിട്ടാണ് ഞങ്ങൾ 2 കൂടെ തേറി ഇന്നലെ വരെ ബോഡി തെരഞ്ഞു. ഇന്ന് ഞങ്ങൾ ഇതുവരെയും കിട്ടിയില്ല. ഇല്ല, ഇന്നലെ ഞങ്ങൾ പിന്നെ വീട്ടിലൊരു തീരുമാനം എടുത്തു, ഇനി തിരയേണ്ട, ബോഡി നമ്മൾ തിരിച്ചറിയില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങൾ നിർത്തി ഇന്നലത്തോടെ. ഇന്നലെ വരെ ആ ക്യാമ്പിൽ എല്ലാ ബോഡിയും കവളപ്പാറന്ന് വരുമ്പോഴും ഇവിടുന്ന് ഒരു ബോഡി വരുമ്പോൾ അവിടെയും ഞാൻ 3 പേരെ നിശ്ചയിച്ചിട്ടുണ്ട്, നിങ്ങളെ നോക്കി പറയണമെന്ന്. അവർ കൃത്യമായി പറയും നിങ്ങളതല്ല എന്ന്. അതിൽ 6 പേരെ 7 പേരോളം കിട്ടി, ബാക്കിയുള്ളവരെ കിട്ടിയില്ല, ഇതുവരെ കിട്ടിയില്ല. നമുക്ക് ഈ മനുഷ്യരുടെ ഒരുപാട് കഥകൾ കേൾക്കുമ്പോഴേ ഇനി എന്ത് ചെയ്താലാണ് ഇനി മുന്നോട്ട് പോകാമെന്നാണ് നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം, നിങ്ങളുടെ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ ഈ നാട്ടുകാരുടെ? വയനാട്ടിൽ പിന്നെ ഈ എല്ലായിടത്തും ഒരു 50% ഭൂമി ഇത്തരം ഭൂമികളാണ്. അപ്പോൾ ഈ ഭൂമികളിൽ നിന്നെല്ലാം ആളുകൾ മാറിപ്പോവുക എന്ന് പറയുന്ന ഒരു പ്രായോഗികമായ കാര്യമല്ല. ഇനിയും ഇത്തരം ഇതൊക്കെ ഈ ഉണ്ടായത് നമുക്കൊരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടായതുപോലെ കാണാൻ കഴിയുള്ളൂ. ഇനി വീണ്ടും ഇത് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. ഇത്രയും സ്ഥലത്തു നിന്ന് ആളുകളെ മാറ്റുക എന്നുള്ളത് പ്രായോഗികമായ കാര്യമല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത് കൊണ്ടുപോയി വയനാട്ടിൽ എവിടെയും താമസിക്കാൻ പറ്റുന്ന ഭൂമി ഇങ്ങനെ നോക്കിയാൽ വയനാട്ടിൽ ഒരിടവും സുരക്ഷിതമാവും. പഠന റിപ്പോർട്ട് പറയുന്നത് 20% ഭൂമിയെ വയനാട്ടിലുള്ളൂ എന്നാണ് പറയുന്നത്, താമസയോഗ്യമായ ഭൂമി. ബാക്കി 80% താമസിക്കാൻ പറ്റാത്ത ഭൂമി എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ വയനാട്ടിലുള്ള എല്ലാവരും ഇവിടുന്ന് മാറിപ്പോകാൻ പ്രായോഗികമായ കാര്യമല്ല. ഇത് വരാതിരിക്കാൻ എങ്ങനെ സാധ്യതയുണ്ട്? ഈ ചൂരൽമല ഏരിയയിൽ തന്നെ ഒരു പിന്നെ ഇത്തരം സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ മാറ്റി താമസിക്കാൻ വലിയൊരു ഷെൽട്ടർ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ വരിക. മഴക്കാലങ്ങളിൽ കുറേ സമയത്ത് അവരെ മാറ്റി താമസിപ്പിക്കുക. റിസോർട്ടുകളൊക്കെ ഒരു ജൂൺ മാസം മുതൽ ഒരു സെപ്റ്റംബർ വരെ അടച്ചിടുക. ആ രീതിയിലൊക്കെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ട് ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ആകെ താറുമാറാവും. ഇപ്പം തന്നെ ഇവർ പുനരധിവസിപ്പിക്കുമ്പോൾ പിന്നെ ഈ അവിടെ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 10 സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കൊടുക്കുക. 15 ഏക്കർ ഭൂമിയുള്ളവന് 10 സെൻറ്റ് സ്ഥലം കൊടുക്കുക. അവൻ എന്ത് ചെയ്യും? ജീവിക്കാനപ്പെട്ട ചോദ്യമാണ്. അത് മാത്രമല്ല, വേറൊരു വിഷയം, ഏകദേശം 500ഓളം കുടുംബങ്ങളാണ് അവിടുന്ന് അഫക്റ്റഡ് ആയിട്ടുള്ളത്. ഒരു കുടുംബത്തിന് 5 സെൻറ്റ് സ്ഥലം വീതം കൊടുക്കുകയാണെങ്കിൽ 2.5 ഏക്കർ സ്ഥലം വേണം. അതിന് പറ്റിയ സ്ഥലങ്ങൾ വയനാട്ടിൽ അവൈലബിൾ ആണോ? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പുത്തുമല ദുരന്തം കഴിഞ്ഞിട്ട് അതിൽ എത്ര പേരെ നമുക്ക് പ്രോപ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി, അതൊരു ചോദ്യമാണ്. ഇനി പുത്തുമലയിൽ ഇനിയും അക്കോമഡേറ്റ് ചെയ്യാൻ ആൾക്കാർ ബാക്കിയുണ്ടോ?
എൻ്റെ അറിവിൽ പുത്തുമലയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നിങ്ങളിപ്പോൾ എവിടെ താമസിക്കും? നിങ്ങൾ പുത്തുമല ബാധിക്കപ്പെട്ടവരാണോ? ഞങ്ങൾ പ്രളയം ബാധിച്ച ആളുകളാണ്. ഇപ്പോൾ ഞങ്ങൾ മുക്കിൽപീടിയാണ് 50 വീടുകൾ ശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞ ആ വ്യക്തി 7 ഏക്കർ സ്ഥലം തന്ന് പിന്നെ അതിൽ 50 വീടുകൾ തന്നിക്കണം. ഇതിലുപരി നമുക്ക് പറയാനുള്ള എന്താ അറിയുമോ, അതുപോലെ ഒരു ജീവിതം ആക്കരുത്. എന്താ അവിടെ നിങ്ങളുടെ ഒരു പ്രശ്നം എന്താ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ പറഞ്ഞില്ലേ, ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ പുത്തുമല അനുകരിക്കാൻ പറ്റിയ ഒരു മാതൃകയല്ല. അല്ല അതെ. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ആൾ ഇപ്പോൾ 15 ഏക്കറും 5 ഏക്കർ 1 ഏക്കറുള്ള ആളുകളൊക്കെ വന്ന് ഒരു വീട്ടിൽ 10, 15, 20 ആളുകൾ 6 ആളുകളൊക്കെ ഉള്ള കുടുംബങ്ങളാണ് വന്നത്. അന്ന് ഈ റോസ്നത്ത, അനിൽകുമാർ, ഷിയാബ്, അന്ന് നമുക്കൊക്കെ സഹായിച്ച ഒരുപാട് സഹായങ്ങൾ ചെയ്താണ് ഈ വ്യാപാരികൾ. ഈ മുണ്ടക്കായി പറയുന്ന ആൾക്ക് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഇവർക്കൊക്കെ എത്രയും പെട്ടെന്ന്, കാരണം അന്ന് ഇവർ പറഞ്ഞ എന്താ, നമ്മളോട് ഒരു വർഷം കൊണ്ട് നമുക്ക് മന്ത്രിമാരടക്കം വന്നിട്ട് ഞങ്ങൾ ഡെയിലി പ്രശ്നങ്ങളായിരുന്നു. കാരണം പിന്നെ ടൗൺഷിപ്പ് കാര്യങ്ങൾ, അതുപോലെ പിന്നെ പള്ളി, അമ്പലം, സ്കൂള്, ഇതൊക്കെ മുഴുവൻ പറഞ്ഞു പോയതാ. കോടികൾ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്നിപ്പോൾ ഞാൻ ചാനൽ കണ്ടു, നിങ്ങളൊക്കെ 150 ഏക്കർ. കാരണം എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഒരു പറഞ്ഞില്ല വാടക കൊടുക്കാന്നൊക്കെ 6 മാസം, ഞാൻ പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് ഭരണ സമിതി ഇവരൊക്കെ നമുക്ക് ഉപകാരം ചെയ്യുന്നത് എല്ലാവരും. കാരണം 6 മാസം വാടക അന്ന്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഒരു പരിമിതി എന്താ? അതെ, ഇപ്പോൾ പരിമിതി ഒന്ന് വന്ന് നോക്കിയാൽ അറിയാം. കാരണം 7 സെന്റ് സ്ഥലമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. 50 കുടുംബങ്ങൾ. ഒരു വേസ്റ്റ് കുഴി കുത്താനുള്ള ഒരു സജ്ജീകരണം അവിടെ ഇല്ല. വേസ്റ്റൊക്കെ പോകുന്ന ഒരു വിഷയമാണ്. വീടുകൾ ഇപ്പോൾ തന്ന ഈ ആളുകളാണല്ലോ ഇപ്പോൾ നമ്മൾ തന്ന സർക്കാരും കാര്യങ്ങളും. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ നമുക്ക് ഒരുപാട് കുട്ടികൾ വരെ പിന്നെ പിരിച്ച പൈസയൊക്കെയാണ് നമുക്ക് ഇട്ട് ഉപയോഗിച്ച് ഈ ഫണ്ടിലേക്ക് തന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ ആ വീടുകൾ വന്ന് നാളെ ഞങ്ങളോട് പറഞ്ഞില്ലേ, നാളെ ഒന്ന് വന്ന് നോക്കിയാൽ അറിയാം. ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ചോർച്ചയുണ്ട്. അത്രയും ഫണ്ടുകളൊക്കെ പൈസ കൊടുത്തിട്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ ഇവരാക്കരുത്. കാരണം 10, 15 സെന്റ് സ്ഥലം കൊടുക്കുക, ഒരു ടൗൺഷിപ്പ് ആക്കിയിട്ട് നല്ല വീടുകൾ. ഇപ്പോൾ ഇവിടുന്നൊക്കെ വാഗ്ദാനങ്ങൾ പല ആളുകളും പറയും, ഇത് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല സാറേ, ഇവരൊക്കെ ഒറ്റപ്പെട്ടു പോകും. അതായത് ഇപ്പോൾ 2, 3, 4 അല്ലെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരും ആവേശമൊക്കെ അങ്ങ് പോകും. ഈ പറയുന്ന മന്ത്രിമാർ ഇവരും ഇതൊന്നും ആരും ഉണ്ടാവില്ല. കോടികളാണെന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ ഫണ്ട് ഇതാക്കുന്നത്? ഇവർക്ക് കൊടുത്തൂടെ പാവങ്ങൾക്ക്? ഞങ്ങൾ ഏതായാലും പെട്ടുപോയി. കാരണം ആ ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാകരുത്. മുഴുവൻ ജനപ്രതിനിധികൾ ഒന്നായിട്ട് ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്കിതൊക്കെ നേടിയെടുക്കാം. മലയാളി ചൂരമലത്തെ പ്രധാന വ്യാപാരിയാണ്. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും അവിടെയുള്ള എന്തായിരുന്നു കച്ചവടം ഉണ്ടായിരുന്നു? മിനി സൂപ്പർ മാർക്കറ്റാണ്. മിനി സൂപ്പർ മാർക്കറ്റ്. അത് നിങ്ങളുടെ കട ബാധിച്ചോ? അല്ല, നമ്മളെ കട മൊത്തത്തിൽ അവിടെയുള്ള 99% ഷോപ്പുകളും പോയി. ചൂരമല നമ്മളൊക്കെ അവിടെ എസ്റ്റേറ്റ് പണിയെടുക്കുന്ന നമ്മളെ വാപ്പിയുമൊക്കെ എസ്റ്റേറ്റ് പണിയെടുത്ത ആളുകളാണ് അവിടുത്തെ 90% കച്ചവടക്കാരും. അപ്പോൾ നമ്മളൊക്കെ മെയിനായിട്ട് 90% ലോണിലാണ് ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. തുടങ്ങിയത് എല്ലാവരും അവിടെ എല്ലാ കച്ചവടക്കാരും. അത് നിങ്ങൾ കച്ചവടക്കാർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കടബാധ്യതയുണ്ട്. നല്ല കടബാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എത്ര രൂപ? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊക്കെ 10 ലക്ഷം രൂപ കടബാധ്യത. 10 ലക്ഷം രൂപ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി കട എടുത്തിട്ടുണ്ട്. ഇനി അവിടെ കട തുറക്കാൻ പറ്റുമോ? 90% നമ്മളെ കസ്റ്റമർ മിസ്. ഇനി അത് പറ്റുമോ നിങ്ങൾക്ക് കട തുറക്കാൻ? ഒരിക്കലും കട തുറന്നാലും കസ്റ്റമേഴ്സ് അല്ല, നമ്മൾ തുറന്നിട്ട് കാര്യമില്ല. നമ്മളിത് വാങ്ങിക്കാൻ ആൾ വേണ്ടേ? 90% കസ്റ്റമർ റിസോർട്ടുകളും ഒക്കെ നമുക്ക് മിസ്സായി. അപ്പം ഇനി ഞങ്ങൾക്ക് അവിടെ കഴിയൂല. അപ്പോൾ ഈ സർക്കാർ പരിഗണിക്കുന്ന വിഭാഗത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതുവരെ കുടുംബത്തിൻ്റെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ കാര്യമാണ് പരിഗണിച്ചതെങ്കിൽ ചൂരൽമല എന്ന് പറയുന്നത് ഒരു ചെറിയ ടൗൺഷിപ്പ് ആയിരുന്നു. ആ ടൗൺഷിപ്പിൽ കുറേയധികം കച്ചവടക്കാർ. എന്താ നമ്മുടെ പേര്? എൻ്റെ പേര് മുഹമ്മദ് അലി, സെക്രട്ടറി. ഞങ്ങളവിടെ മുഹമ്മദും ദിയാസും. മുഹമ്മദിന് മിനി മാർക്കറ്റ് എന്താ നമുക്കുണ്ടായിരുന്നത്? ചെരുപ്പ് കടയാണ്. ചെരുപ്പ് കട. അപ്പോൾ അതായത് ഇവരുടെ ഉപഭോക്താക്കളിൽ 90% അവർക്ക് നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെ ഇവരെല്ലാവരും നമ്മളൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നഷ്ടപ്പെട്ട് മാനസികമായി ആകെ തകർന്ന് നിൽക്കുകയാണ്. അപ്പോൾ സർക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഭാഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ മനുഷ്യർക്ക് അവിടെ കച്ചവടം ചെയ്ത് അവിടെ ഉപജീവനം നടത്തിയിരുന്ന മനുഷ്യരാണ്. ഇനി അവർക്ക് ഇവരുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ അവിടെ ആളുകൾ വളരെ കുറച്ചേ അവശേഷിക്കുന്നുള്ളൂ, വളരെ കുറച്ച്. മാത്രമല്ല ഇവരുടെ സ്ഥിരം കസ്റ്റമേഴ്സ് പോയി. ഇവരുടെ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്താ? കെട്ടിടമൊന്നും ആയില്ല. ഒരു 3-4 കടകൾ പൂർണ്ണമായിട്ടും പോയി. ബാക്കിയുള്ള എല്ലാ കടയിലും ഈ ഹൈറ്റിന് ചളി നിറഞ്ഞു കിടക്കുക. നമുക്കൊന്നും അതിനകത്ത് കയറാൻ തന്നെ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളത്. ഷട്ടർ അവിടെ കച്ചവടം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നടക്കില്ല. ഞങ്ങൾക്ക് അവിടെ തീരെ കച്ചവടം ചെയ്തൊരു കാര്യമില്ല. ഞങ്ങളെ കസ്റ്റമേഴ്സാണ് പൂർണ്ണമായിട്ട് പോയിരിക്കുന്നത്. ഇവരെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ ഇതുവരെ അവിടെ ചെറിയ ടൗൺ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇനി എന്ത് വേണം എന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം? സർക്കാർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? സർക്കാർ ഞങ്ങളെ കടങ്ങൾ മെയിനായിട്ട് ഈ കട എടുത്തിരിക്കുന്നത് എവിടുന്നാ? ബാങ്കിലാണ്. ചൂരൽമല ബാങ്കുകളാണ് കൂടുതൽ. ഒരുപാട് ചെറിയ കടകളാണെങ്കിലും ഒരുപാട് ലോൺ എടുത്ത് ഞങ്ങൾ മറ്റു പരിപാടികൾക്ക് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അത്ര ലോണുകൾ ഇനി അടക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല. അതുമാത്രമല്ല, ഞങ്ങൾക്ക് ഉപജീവനം വലിയൊരു പ്രയാസത്തിലാണ്. ഞങ്ങൾക്ക് ടൂറിസമാണ് മെയിൻ. അപ്പോൾ നമ്മൾ സൂചിപ്പാറ കൊണ്ട് ഞങ്ങളെ ടൗണിലേക്ക് ഒരു ഉപകാരമില്ലായിരുന്നു. ഒരു മിനിറ്റ്, സൂചിപ്പാറ വിളിച്ചു. സൂചിപ്പാറൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ ടൗണിൽ ഉറങ്ങി കിടക്കുന്നത് ഗ്രാമമല്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെയുള്ള വ്യാപാരികളൊക്കെ പാടെ കൂടിയിട്ട് അട്ടമല ഒരു ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങി, ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ്.
അത് ഇന്ത്യയിൽ ഫസ്റ്റാണ് ഡിജിറ്റൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ക്രാക്കാകുന്ന രീതിയിൽ. ഇതൊക്കെ വലിയൊരു ഫണ്ട് ഞങ്ങൾ ഈ വ്യാപാരികൾ ഇപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അത് ഓപ്പണായിട്ട് 7 മാസമായിട്ടുള്ളൂ. നല്ല രീതിക്ക് വരുന്നത്. അത് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നമ്മൾ നല്ലൊരു എമൗണ്ട് ഇൻഷുറൊക്കെ ചെയ്തിരുന്നു. അത് നഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഇൻഷുറയിലും കിട്ടിയിരുന്നു. ഇപ്പോൾ അതും ഈ വ്യാപാരികൾ തന്നെയാണ്. ഞങ്ങൾ വ്യാപാരികൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ടൗൺ ഒന്ന് ഡെവലപ്പ് ആക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ അതിൽ പ്രധാനപ്പെട്ട ആവശ്യം നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ സാമ്പത്തിക ബാധ്യത സർക്കാർ ഇടപെട്ട് ഒഴിവാക്കി തരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ? അതെ അതെ. ബാക്കി പിന്നെ ഉപജീവനമാണ്. ഉപജീവനം ഇവിടെ ഞങ്ങളൊരു പുനരധിവസിപ്പിക്കുമ്പോൾ ഞങ്ങളും കൂടി ഒന്ന് പരിഗണിക്കണം. ടൗൺഷിപ്പാണ് കൊണ്ടുവരുന്നെങ്കിൽ അതിൽ നിങ്ങൾക്കും ഒരു ഇടം തന്നെ. അതെ, ഞങ്ങൾ എവിടെ പോവും അല്ലേ? എവിടെ പോകും? നിങ്ങളുടെ വീട് അടുത്ത് തന്നെയാണോ? ആ ഭാഗത്ത് തന്നെയാണ് വീട് അടുത്ത് തന്നെയാണ്. ചൂരമലയോട് ചേർന്നിട്ട് തന്നെയാണ് വീട്. സൂചിപ്പറയിലെ കാര്യം ചേട്ടാ സൂചിപ്പിച്ചു സംഭവം. ഞാൻ ഈ അഫക്റ്റഡ് പേഴ്സൺ തന്നെയാണ്. എൻ്റെ വീട് നഷ്ടപ്പെട്ടത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടത് ഇതിലാണോ? ഇതിനുള്ളതാണ്. എവിടെ? ചൂരമലയായിരുന്നു? അതെ, സ്കൂളിനടുത്ത് തന്നെ. സ്കൂളിനടുത്ത് ഇപ്പം വീടിന് എന്താ അവസ്ഥ? വീടിൻ്റെ അകത്തെല്ലാം വെള്ളം കയറി, പുറം കിണറും എല്ലാം പോയി. കിണറും വീട് ഗേറ്റും മതിലും എല്ലാം പോയി. വീടിനകത്ത് വെള്ളം കയറി. നിങ്ങൾ സേഫായി? കുടുംബം എല്ലാവരും? ഞങ്ങൾ രണ്ടുപേരും. ഞാൻ നിങ്ങൾ ആ ദിവസം ആ സമയം അവിടെ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ട്. എങ്ങനെയാ അറിഞ്ഞത്? ഞാൻ ഈ ഒച്ച കേട്ടിട്ട് രാത്രി തന്നെ എണീക്കുന്നു 1:30 മണിയായപ്പോഴേ. അപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഉറങ്ങും. വെള്ളം കയറിയായിരുന്നു 1:30 ആയപ്പം? ഇല്ല, ഞാനപ്പോൾ ഭാര്യയെ വിളിച്ചു, ഒച്ച കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ വീടിൻ്റെ വാതിൽ തുറന്നപ്പോഴത്തേക്കും ഈ നിങ്ങളിത് കരുതിയിരിക്കുകയായിരുന്നു ഇത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണ്. അതായത് അവിടെ ഉരുൾപൊട്ടുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. കൂടിപ്പോയ വെള്ളം കയറും. നല്ല സേഫ് ആയിട്ടില്ല. വെള്ളം കയറുമായിരുന്നു ഇടയ്ക്ക്? വെള്ളം കയറിയിട്ടില്ല. ഇതുവരെ വെള്ളം കയറിയിട്ട്? ഉയർന്ന സ്ഥലത്താണ് വീട്. അതായത് റോഡിന് മുകൾ ഭാഗത്തായിട്ടാണ്. അപ്പം അവിടെ വെള്ളം കയറുന്നു. എൻ്റെ പേര് തങ്കച്ചൻ. അപ്പോൾ ഞങ്ങൾ വീട് വാതിൽ തുറന്ന ഉടനെ തന്നെ വെള്ളം കയറി. പിന്നെ ഞങ്ങൾ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ കയറി ഇനി സേഫാണല്ലോ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ രണ്ടാമത് വീണ്ടും വെള്ളം കയറി. ഞങ്ങളുടെ വെള്ളം കയറി ആദ്യത്തേനേക്കാൾ വളരെ ശക്തമായിട്ട് വന്നതിൽ ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ മരങ്ങളും കല്ലുമൊക്കെ വന്ന് അടിഞ്ഞുകൊണ്ട് മരവെള്ളം വന്ന് അടിച്ച് വീട് അടിച്ച് തകർന്നു പോയില്ല. ആ ഒരു ഡിഫൻസ്. നിങ്ങളിത് മോളിൽ കണ്ടോണ്ടിരിക്കുകയാണോ ഈ വെള്ളം വരുന്നത്? കണ്ടോണ്ടിരിക്കുക. പാറയും വെള്ളമൊക്കെ പോകുന്ന എല്ലാം കണ്ടോണ്ടിരിക്കുക. ഞങ്ങൾ മരിച്ചു എന്ന് തന്നെ വിചാരിച്ചാൽ, വീട് ഇടിഞ്ഞ് വീണ് മരിച്ചു എന്ന് വിചാരിച്ചാൽ. പക്ഷേ വീട് ഇടിഞ്ഞ് വീണില്ല. വീടിന് ഭാഗ്യമായിട്ടുള്ള ഡാമേജ് പറ്റി ഞങ്ങൾ അവിടെ എപ്പോഴാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത്? ഫയർഫോഴ്സ് വന്നിട്ടാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. ഫയർഫോഴ്സ് വന്ന് നിങ്ങളെ അതെ, രാവിലെ 5:30 ആയപ്പോഴേ രാവിലെ നോക്കുമ്പോഴേക്ക് ചുറ്റുപാടെല്ലാം പോയി. അപ്പോഴേ ഇരുട്ടാണ്. ഞങ്ങൾ അന്നേരം ഒന്നും കാണുന്നില്ല. ഇരുട്ടിലൂടെ ഒരു 5-5:15 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഉരുൾപൊട്ടിയതാണെന്ന് മനസ്സിലായി രാത്രിയിൽ അല്ലേ? അത് മനസ്സാവാതിരിക്കുന്ന നിങ്ങളുടെ ആവശ്യം എന്താ? എനിക്ക് എൻ്റെ വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ സൂചിപ്പാറയിലാണ് ഷോപ്പുള്ളത്. അപ്പോൾ സൂചിപ്പാറ ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. സൂചിപ്പാറ വീണ്ടും തുറക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. സൂചിപ്പാറ എന്തിനാ അടച്ചതെന്ന്? സൂചിപ്പാറ ഒരു പോളെന്ന് പറഞ്ഞ ഒരാൾ മരിച്ച് പുൽപ്പള്ളിയിൽ ഒരു ആന ആക്രമണത്തിൽ മരിച്ചു. അതിൻ്റെ പേരിൽ വനം വകുപ്പ് എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും വനം വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാം അടച്ചു. അതിനകത്ത് പെട്ടാണ് ഈ സൂചിപ്പാറയും. അപ്പം അത് സൂചിപ്പാറ തുറന്ന് പ്രവർത്തിക്കണം. പക്ഷേ ഈ വീട്ടിലേക്ക് ഇനി പോയി നിങ്ങൾ താമസിക്കുമോ? ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് ഇനി താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് അവിടെ ഇനി താമസിക്കാൻ പറ്റില്ല. ഭയം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 3 വീടുകൾ കാര്യമായി കേട്ടില്ലാത്തേ ഉള്ളൂ. പക്ഷേ എന്നാലും താമസിക്കാൻ ഭയമുണ്ട്. അടിയിൽ വെള്ളം കയറിയോന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് താമസം മാറ്റേണ്ടി വരും. പക്ഷേ ഞങ്ങൾ ഈ സൂചിപ്പാറ പോലെ സ്ഥലത്ത് ജീവനോപാധി മുടങ്ങാൻ പാടില്ല. സൂചിപ്പാറയൊക്കെ തുറന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നാട് ഉണരുകയുള്ളൂ. എനിക്ക് അൽകുമാറെ, ഇവരെല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഇനി ആ സ്ഥലത്ത് അവർക്ക് തുടരാൻ ഭയമാണ്. അതിൻ്റെ ഒരു ചരിത്രം ഇവിടെ ഇപ്പം നമ്മുടെ പുത്തുമല കഴിഞ്ഞു. അപ്പോൾ മറ്റു സൈഡ് സേഫാന്ന് കരുതിയിരുന്നു. ഇപ്പം മുണ്ടക്കൈ വന്നു. അവിടെ മെയിൻ 900 കണ്ടി മലയുണ്ട്. ഇതിന്റെ മുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. ഈ മഴ പെയ്ത പണ്ടൊക്കെ കല്ലാടിപ്പുഴയിലാണ് കൂടുതൽ വെള്ളം വരിക. പക്ഷെ പുത്തുമലയ്ക്ക് ശേഷം കല്ലാടിപ്പുഴ ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ അറിയാം വെള്ളമില്ല. ഈ വെള്ളം മുഴുവൻ അപ്പുറത്തേക്ക് പോയിട്ടാണ്. ഒരു PU ദാസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ സ്ഥലങ്ങളിലെ മഴയുടെ പറ്റിയൊക്കെ മണ്ണിനെ പറ്റിയൊക്കെ. അതുകൊണ്ട് അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല. ചൂരമല വെള്ളരിമല വില്ലേജ്, കാരണം വെള്ളരിമല വില്ലേജിലെ ഇത്തരം സാധ്യതയുള്ള പ്രദേശങ്ങളെ പൂർണ്ണമായിട്ടും അവിടുന്ന് മാറ്റണം. എന്നാലേ പറ്റുള്ളൂ. കാരണം ഇതിലുണ്ടായത് ഇപ്പം നമുക്ക് ഇവരുടെ ഒരു ആക്സിഡൻറ്റ് കാണുമ്പോൾ ആദ്യമായിട്ട് കേരളത്തിൽ തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ, അതായത് ഇതെന്ന് പറഞ്ഞിട്ട് എല്ലാ തോട്ടം തൊഴിലാളികളും അവരെ പൂർവികരൊക്കെ വിളിച്ചു കൂട്ടി മുണ്ടക്കയിലും അട്ടമയിലും കൂട്ടായ്മ നടത്തി. ഒരു 2 വർഷത്തിൻ്റെ ഇടയിൽ നടന്നതാണ്. ഇതൊക്കെ നടന്നു വന്നൊരു സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഇവർ വളരെ നല്ല രീതിയിൽ കഴിയുന്ന, എന്നെ സംബന്ധിച്ച് മാനസികമായി വളരെ അടുപ്പമുള്ള മേഖലയാണ്. അവിടെ ഓരോരുത്തരും, എന്നെ സലീം എന്ന് പറയുന്ന ഒരു ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സക്കീന എൻ്റെ പെങ്ങളെ വീട്ടിൽ പോവുകയാണ്, ഇന്ന് ഞാൻ അങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ സലീമിൻ്റെ വീട് പോയില്ല, പെങ്ങളെ വീട്ടിൽ പോയതുകൊണ്ട് സലീം അതിൻ്റെ കൂടെ പോയി. അങ്ങനെ ഓരോരുത്തരും, ഒരു രാമസ്വാമി ഒരു TV ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അയാൾ പറഞ്ഞു ഇവിടെ ഉരുൾ പൊട്ടുന്നുണ്ട്, ഞങ്ങൾ ടോർച്ചടിച്ച് നോക്കുന്നുണ്ട്. ആ രാമസ്വാമിയും പോയി. അപ്പോൾ ഇതിലുള്ളത് എല്ലാ എസ്റ്റേറ്റ് ഫാക്ടറികളിലും മഴ ഇത് ചെയ്യാനുള്ള തോട്ടം മേഖലയിൽ വെക്കണം.
അവിടെ ചൂരമല ഫാക്ടറിയിലും അതുകൊണ്ട്. പക്ഷേ 350 എബോ വന്നൊന്നും അത് ശരിയായി അറിഞ്ഞിട്ടില്ല. ഇതിലും അല്ല, ഇവിടെ മിസ്റ്റർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കറിയാം ലൈവിൽ നിൽക്കുമ്പോൾ ഞാൻ ഓടുന്നൊരു അത് കഴിഞ്ഞ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മരം താഞ്ഞിലോട് മറിഞ്ഞില്ലായിരുന്നെങ്കിൽ മരണസംഖ്യ ഇതിലും കൂടുമായിരുന്നു. കാരണം ആൾക്കാർ കൂടുതൽ അവിടെ എത്തും. രണ്ടാമത്തെ ബ്ലാസ്റ്റിലാണ് കൂടുതൽ ആളുകൾ വെള്ളം വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു 1-2 മണിക്കൂറിനിടയിലാണ് രണ്ടെണ്ണം. പിന്നെ ഈ മേപ്പാടി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇതിൽ ഒരു 60% നികുതി എടുക്കാത്ത സ്ഥലം. ഇവിടെ ഒരാൾ പറഞ്ഞല്ലോ വീട് വയ്ക്കാൻ സ്ഥലമല്ല, നികുതി എടുക്കാത്ത സ്ഥലങ്ങളും തോട്ടം മേഖലയല്ല, ജീവിക്കാനുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. HML സംബന്ധിച്ച് പറയുകയാണെങ്കിൽ HML ഇപ്പം അങ്ങോട്ടുള്ള റോഡിൻ്റെ പ്രശ്നം 42 കോടി രൂപ കിഫ്ബി പാസ്സായതാണ്. അത് സ്ഥലം കിട്ടാത്തതിൻ്റെ പേരിൽ ആ റോഡ് പണി നടന്നില്ല. അതുകൊണ്ട് എവാക്യുവേഷനൊക്കെ നമുക്ക് വലിയ പ്രോബ്ലം വന്നു. ശരിക്കും പറഞ്ഞാൽ ആ പാലം, പുതിയ പാലം വന്നിരുന്നെങ്കിൽ നമ്മളെ വണ്ടികൾ പെട്ടെന്ന് മുണ്ടക്കൈയിൽ എത്തുമായിരുന്നു. അപ്പോൾ കുറേ ആളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഈ പഴയ ചെറിയ പാലം ഒലിച്ചുപോയി. ഇങ്ങനെ കുറേ, അതായത് നമ്മളെ സാങ്കേതികമായ തടസ്സങ്ങളും മറ്റും നമ്മളെ ഈ ഇതിന് ഡിസാസ്റ്ററിനെ വല്ലാതെ ഭീകരമാണ്. നിങ്ങൾ ശരിക്കും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് ഇപ്പോൾ ബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രയോറിറ്റി കൊടുത്ത്, ഇപ്പോൾ ഞങ്ങൾ ക്യാമ്പിൽ പോയപ്പോൾ അവരുടെ രേഖകൾ പോയി, അവരെ പുനരധിവസിപ്പിക്കണം, ആ രീതിയിലൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കുക, അവിടേക്ക് ഇവിടെ മാറ്റുക, ഇവരുടെ രേഖകൾ തിരിച്ചു കൊടുക്കുക, ഇവരെ പോലുള്ള കച്ചവടക്കാർക്ക് ഉപജീവനം കൊടുക്കാനുള്ള സംവിധാനം. ഞാൻ ഇന്ന് ഇപ്പം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ ആ പ്രൊജക്റ്റ്, കഥകളും ദേവാലയങ്ങളും എല്ലാം, പക്ഷേ ഇത് ഞങ്ങൾ പുത്തുമലയിലും കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാവണമെന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം ഇവർക്ക് ആവശ്യം ജീവിക്കാൻ. ഇവിടെ ടൂറിസം സൂചിപ്പാറ, ഒരാൾ മരിച്ചപ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ വാശിയിൽ, അന്ന് ഡെഡ് ബോഡി തടഞ്ഞു നിർത്തി ഫോറസ്റ്റ് വെഹിക്കിൾ നശിപ്പിച്ചു. അതിൻ്റെ വാശിയിൽ എല്ലാ എക്കോ ടൂറിസം കേന്ദ്രങ്ങളും മറ്റൊരു വിഷയമാണെങ്കിലും അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളുണ്ടോ ഈ കൂട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആ സമയത്ത് ഓടിയെത്തിയവരുണ്ടാവും? നമ്മളെല്ലാവരും ആ സമയത്ത് അവിടെ എത്തിയതാണ്. ഏകദേശം ഒരു 4:30 ആവുന്ന സമയത്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ ഇത് ടോർച്ച് അടിച്ചാൽ പോലും കാണാൻ പറ്റാത്ത അത്രയും വലിയൊരു ഇരുട്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞപ്പോൾ വേറൊരു കാര്യം ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ പ്രപ്പോസ് ചെയ്ത പോലെ ഒരു ടൗൺഷിപ്പ് ഇവിടെ വരികയാണെങ്കിൽ തന്നെ അത് ഏത് ഏരിയയിൽ പോസിബിൾ ആവുന്നുള്ളത് നോക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ തോട്ടം മേഖലയിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്ത് ചിട്ടി പിടിച്ചും മക്കളെ വളർത്തി വിദേശത്ത് വിട്ടൊക്കെ അവരുടെ സ്വപ്നമായ വീടും കാറും ഒക്കെ ലോൺ എടുത്ത് ചെയ്തവരാ. അവരുടെ ബാധ്യതകളെ, ലയബിലിറ്റീസ് ഒഴിവാക്കുന്ന രീതിയിലേക്ക് എന്തായാലും വരണം. കാര്യം പലരുടെയും ഇപ്പോൾ നിലവിൽ കുടുംബങ്ങളെ പോയി ബാക്കി അവശേഷിക്കുന്ന ഒരു ടെൻഷന് അതും കൂടെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ഇവർക്കൊക്കെ ഈ സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞത് എത്ര സമയത്തിനുള്ളിൽ എന്നുള്ളത് ഇപ്പോൾ നിങ്ങളാണെങ്കിലും മോശമാക്കി പറയുന്നതല്ല, വേറെ വാർത്ത കിട്ടുമ്പോൾ അവർ പോവും. പക്ഷേ ഇവിടെ ഉള്ളത് ഇവർ ബാക്കിയാവുന്ന സമയത്ത് ഇത് ഒറ്റപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻ. നിങ്ങളുടെ ഒരു ഭയം എന്ന് പറയുന്നത്, ഇപ്പം ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ ഞങ്ങളടക്കമുള്ള എല്ലാവരും ഉണ്ട്, സർക്കാരുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്. പക്ഷേ ഒരു 1-2 ആഴ്ച കഴിയുമ്പം ഇത് അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും മറ്റു മേഖലകളിലേക്ക് പോകും, കെട്ടണയും അവസാനം ഒറ്റപ്പെടുന്നത് ഈ മനുഷ്യരെ. പുത്തുമലത്ത് സംഭവിച്ചപ്പോൾ ഇതേപോലെ ജനങ്ങളൊക്കെ എല്ലാവരെയും ഇറക്കി മാറ്റിയോണ്ടാണ് ഈ സംഭവം ഇങ്ങനെ ക്ലിയർ ആയത്. ഇവിടെ സംഭവം സിഗ്നൽ കിട്ടിയിരുന്നു, പക്ഷെ അങ്ങനെ പെട്ടെന്ന് എല്ലാവരുടെ എടുത്ത് ഈ തള്ള വയസ്സുമാർ മക്കളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് എവിടേക്കെങ്കിലും മാറാൻ പറ്റുമോ? പഞ്ചായത്തിൽ ഒരു അതിർ വന്നിട്ട് മാറിക്കൂടി എന്നാണ് പറയാന്നല്ലാതെ ഞാൻ ചുരുമല തന്നെയാണ്. ഞാനിപ്പോൾ ഈ സമയത്ത് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനൊരു ആശങ്ക ഉണ്ടായിരുന്നു അല്ലേ? ഇതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം ഇതാണ്, അതായത് ഈ പടവട്ടിക്കുന്നതിന്റെ ഇപ്പുറം അംബേദ്കർ കോളനിയാണ്. ഈ ഫസ്റ്റ് പൊട്ട് ഇട്ടിട്ടാണ് നമ്മളെ വീട്ടിലുള്ള കിണറിനൊക്കെ വെള്ളം കലങ്ങി മറിഞ്ഞു വന്ന്. പക്ഷെ നമ്മളിത് റിപ്പോർട്ട് കൊടുക്കാതിരുന്ന അതിൻ്റെ അടുത്ത് കുറെ റിസോർട്ടുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ റിസോർട്ടിന്റെ അടിയൊക്കെ പൊട്ടി വന്നിട്ട് റിപ്പോർട്ട് ഇട്ടിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നു. ഇവരെ പ്രശ്നം ഈ മലയാളിമാരൊക്കെ ഓരോരുത്തർ ഞങ്ങളുടെ അടുത്ത് പ്രശ്നത്തിന് വന്ന് നിങ്ങൾ ഇവിടെ പണിയിടുന്ന ഇല്ലാതാക്കണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ നമ്മളിപ്പോ ആ കുന്നിൽ തന്നെ, അതായത് പടവെട്ടിന്റെ ഏറ്റവും ടോപ്പിലപ്പ നമ്മള് ഇത് നെക്സ്റ്റ് ഇനി പൊട്ടാൻ പോകുന്നത് ഞങ്ങളെ കുന്നാ. ഇപ്പൊ പുത്തുമല പൊട്ടിച്ചതിന്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത്, പടവെട്ടിന്റെ തൊട്ടിപ്പുറമാണ് ഞാൻ നിൽക്കുന്നത്. ഈ രണ്ടിന് സെൻട്രലാണ് ഞാൻ. പേടിയില്ലേ? പേടിയില്ലാന്ന് ഇപ്പം സാറേ, ഇപ്പം ഈ ഞങ്ങൾ ഈ പറഞ്ഞ 450, 300, 400 രൂപയ്ക്കുള്ള കൂലിപ്പണി എടുക്കുന്നത്. എൻ്റെ മോളാണ് ഈ കിഡ്നി പേഷ്യൻ്റാണ്. ഞാൻ അന്ന് 1:35 ഫസ്റ്റ് പൂട്ടിരുന്ന സമയത്ത് എൻ്റെ വീടൊക്കെ ജർക്കിങ് ആയി. ആ സമയത്താണ് നിങ്ങൾ അറിഞ്ഞു ഉണർന്ന് കിടക്കുന്നത്. അന്നത്തെ മഴ ഭയങ്കര ഗംഭീര മഴയാണ് സാറേ. മഴ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ഇരുടും, കാറ്റാണ് അതേപോലെ. ആനകൾ കംപ്ലീറ്റ് ഈ കുന്നുകൂട്ടിയപ്പോൾ എൻ്റെ മറിലേക്കാ വന്നത്. ഞാൻ എൻ്റെ കൊച്ചിനൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ചാടി വരുമ്പോൾ അതിൻ്റെ അവസ്ഥ എനിക്കറിയാം. എൻ്റെ മോളൊരു കുട്ടി, എൻ്റെ ഈ സുഖല്ലാത്ത മോളെന്ന് പറഞ്ഞാൽ ഈ കിഡ്നി പേഷ്യൻ്റാണ്. ഈ നീരൊക്കെ ശരീരത്തിൽ ഉണ്ടാകും, നടക്കാനായിരിക്കണം. ഇല്ലല്ല, ഇത്രയും താഴ്ചയിലാണ്, നല്ല തറച്ച മണ്ണ് താന്നു പോവുക സാറേ. റോഡ് കംപ്ലീറ്റ് ഇപ്പോൾ പോയി, വെള്ളം ഒഴുകിയിട്ട് വീടിൻ്റെ അടുക്കള. അവിടെ നിന്ന് വന്ന് ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ലാൻഡ് ചെയ്യുന്നു. ഞങ്ങളവിടെ 7 കുടുംബം ഉണ്ടായിരുന്നു.
ഞങ്ങൾ ഈ റോട്ടിൽ വെള്ളം പൊന്നിട്ട് ഞങ്ങൾ അത് അപ്പുറമാണ് സാറേ. എന്താണെന്ന് വെച്ചാൽ ഈ മറിയാണ് പൊട്ടിപ്പോയത്. ഈ മറിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിന് ഇങ്ങനെ ഭാഗമാണ് പുത്തുമല കിടക്കുന്നത്. ഞാൻ ഇതിന്റെ സെന്ററിലാണ്. ഞങ്ങൾ ഒരു 5 കുടുംബം അവിടെ കണ്ടിന്യൂ ആയിട്ട്. അതായത് രാത്രി 2 മണിയായപ്പോൾ തന്നെ നിങ്ങൾ ഇറങ്ങി പോന്നു? ഞങ്ങൾ 2 മണിയല്ല, 1:35 തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഈ ഒച്ച കേട്ട് കിണറ്റിൽ നിന്ന് ഒരു കുളുകുളെന്നുള്ള ഒച്ചയായിട്ട്. അപ്പം നമ്മളെ ബാക്കിൽ നിന്ന് ഒരു ചെറിയ ഉറവ് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഉറവില്ലാത്ത സ്ഥലം ഇനി. അപ്പോൾ ആ ഉറവിൻ്റെ എന്താണെന്ന് പറഞ്ഞിട്ട് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കിണറ്റിൽ നിന്നാണ് വെള്ളം പൊന്നുന്നത്. അദ്ദേഹം വെച്ചാൽ പാറ ഒരു 6 കോൽ താത്തിയ പാറയാണ്. അതിൽ നിന്ന് വെള്ളം കലങ്ങി വരണമെങ്കിൽ അപ്പം എത്ര ഇതുണ്ട്? നമ്മളെ റിപ്പോർട്ട് കൊടുത്താൽ കഴിഞ്ഞാൽ ഓൻ തള്ളുകയാണെന്ന് അറിയും. അപ്പം നമ്മളതിന് തള്ളാനും പോയില്ല, ഒന്നിനും പോയില്ല. അപ്പം തന്നെ നമ്മളെ ഫാമിലിനെ വിളിച്ചിട്ട് നമ്മളെ അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ക്രിസ്ത്യാൻപള്ളിയിൽ വന്നിട്ട് ലാൻഡ് ചെയ്ത്. എന്നിട്ട് രാവിലെയാണ് ഞങ്ങൾ രാവിലെ നോക്കുമ്പോഴാണ് ഇത്രയും വലിയ ഒരു ഭീകരത മനസ്സിലാവും. ഭീകരത പറഞ്ഞാൽ ഞാൻ ഫാമിലിനൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ ആ ഭാഗത്തില്ലേ ഒരുപാട് പേര് പോയവരെല്ലാം? ഈ പോയവരൊക്കെ നമ്മളിപ്പോൾ ക്ലാസ്മേറ്റ് ഉണ്ട്, നമ്മളെ ബന്ധുക്കളുണ്ട്, നമ്മളെ കൂടെ രാവിലെ നിന്ന് ചായ കുടിക്കുന്നവരുന്നുണ്ട്, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട് സാറേ. പലരെയും കിട്ടിയോ തിരിച്ച്? കുറേ എണ്ണം ഇനിയും കിട്ടാണ്ട്. നമ്മളെ സുഹൃത്തിൻ്റെ ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവൻ്റെ ഫാമിലിയിൽ ഒരാളെ മാത്രം കിട്ടും. സർക്കാരിനോട് എന്താ പറയാനുള്ളത്? കാരണം ഈ പുത്തുമല നമ്മുടെ മുന്നിൽ പറയാൻ ഇപ്പം ഇവർ പറഞ്ഞ കോടികൾ ഇങ്ങനെ അക്കൗണ്ടിൽ കയറിയെന്നല്ല ഇവിടെ ഒരു സാറേ ഇവിടെ വരില്ല. ഇപ്പം ഈ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന ഇതില്ലേ, ആ തുച്ഛമായ ഭക്ഷണവും പായകളും ആ കീറിയ ബെഡുകളും ഇതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോയി ഇപ്പോൾ കടന്നുറങ്ങുന്നതല്ലാതെ ഈ ഷോ. ഇപ്പോൾ ക്യാമ്പിലാണോ? ഇപ്പോൾ ക്യാമ്പിലായിരുന്നു. ഞാൻ എൻ്റെ മോളെ അസുഖമായിട്ട് ഇവിടുത്തെ ഒരു സന്നദ്ധ സംഘടന ഞങ്ങൾക്ക് റൂം എടുത്താൽ നിൽക്കുന്നത്. എൻ്റെ കൈ കിഡ്നി പേഷ്യൻ്റ് അവിടെ ഇൻഫെക്ഷൻ കയറണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾക്ക് റൂം എടുത്താൽ നിൽക്കുന്നത്. ഇവിടെ യൂസ്പിക്ക എന്ന് പറഞ്ഞ ഒരാൾ, പമ്പ് യൂസ്പിക്ക. നിങ്ങളൊരു ആശങ്ക എന്ന് പറയുന്നത് എത്ര കാലം ഇങ്ങനെ പോകുമെന്നൊരു ആശങ്ക ഇനിയും വരും സാറേ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് 2 മറി പോയി. ഇനി സെൻട്രലിൽ ഇപ്പോൾ ഈ അംബേദ്കർ കോളനിയാണ്. അംബേദ്കർ കോളനി എന്ന് പറഞ്ഞാൽ ഇനിയും വെച്ചാൽ ഈ വന്യമൃഗങ്ങളെ ശല്യ. സാറിന് ഇപ്പോൾ നാളെ നിങ്ങളെ ചാനൽ വരികയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അവിടെ ഇതേപോലെ ആന ചവിട്ടി പോയതുണ്ട്. നമ്മളതൊക്കെ ഓടിട്ട വീടാ, വാർപ്പും കൂടിയല്ല. നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ജനൽ ജില്ല പൊട്ടിയിട്ട് കഴിഞ്ഞ വർഷം ജനൽ ജില്ലിനും അബ്ദുൽ നാസർ. അബ്ദുൽ നാസറിന് തിരിച്ചു പോകുന്നുണ്ടോ വീട്ടിലോട്ട്? ഇനി ഞാൻ പോകുന്നില്ല സാറേ. ഒരു 2 അനുഭവമായി. എനിക്കാണ് ഇത് 2 ആയിട്ട്. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ലൈവിൽ പറയണമെന്നറിയോ, നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ പ്രദേശത്തുള്ള ഈ മറ്റുള്ളവരൊക്കെ അല്ലേ സാറേ. അല്ല ഇനിയൊന്നും അവിടെ ഒന്നും നടക്കില്ല, കാര്യം ആ അവസ്ഥയിലേക്കായത്. ഇനി നമ്മളാ കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ ചൂരൽമലിൻ്റെ ഏറ്റവും ടോപ്പ് കുന്നി നമ്മളതാ. ഇതിപ്പോൾ സ്കൂളിൻ്റെ എന്ന് വെച്ചാൽ ഇങ്ങനെ അറിയാം സാർ, അതായത് മുണ്ടക്കായിൻ്റെ. നമ്മളത് വെച്ചാൽ പുത്തുമലിൻ്റെയും വെള്ളരിമലിൻ്റെയും സെൻ്ററാണ്. അത് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ ആരിസൺ മലയാളം ലിമിറ്റഡ് കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയൊരു 7 ഹെക്ടർ സ്ഥലം പോലെ നമ്മളെ സ്ഥലത്ത് കൂടെ വന്നു പോയത്. അപ്പം നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സുരക്ഷിതമായ സ്ഥലം ഇനി ജീവിക്കുക. സാറിപ്പോൾ അവിടുന്ന് പുത്തുമലിൽ നിന്ന് മാറ്റില്ലേ, അവർ ജീവിക്കുന്നില്ലേ പല സ്ഥലത്തും പണിക്ക് പോയിട്ട്. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു 5-10 സെൻറ്റ് ഈ 10 ഇപ്പം പറഞ്ഞ വേസ്റ്റ് കുത്താനുള്ള സ്ഥലമില്ലാതെ വീട് നമുക്ക് വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊക്കെ ഒരു വീടിനടുത്ത് താമസിക്കുകയാണെങ്കിൽ വേസ്റ്റ് ഇടാനുള്ള ഒരു സംവിധാനം വേണം. ഇത് 7 സെൻറ്റിലെ സ്ഥലത്തിൽ ഇപ്പോൾ ഒരു വേസ്റ്റ് ഇടാനോ ഒരു മറ്റുള്ളൊരു വീട്ടിലൊരു ചെറിയ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ അതിനൊരു ഇതിലൊരു ഗ്രൗണ്ട് പോലും ഉണ്ടാവില്ല. എന്നാൽ ഇവരിപ്പോൾ ടൗൺഷിപ്പ് കൊടുക്കുക, അമ്പലം കൊടുക്കുക, പള്ളി കൊടുക്കുക, ബാലവാടി കൊടുക്കുക ഒക്കെ പറഞ്ഞില്ലേ. അവിടെ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല ഇപ്പോൾ. പുത്തുമലയിൽ ഒന്നുമില്ല. പുത്തുമല കൊടുത്തവർക്ക് അതുപോലെ ആയത്. പുത്തുമലയുടെ പുനരധിവാസം വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ്. ഇപ്പോൾ ഈ ദുരന്തത്തിന് മുമ്പിൽ പുത്തുമലക്കാരാണ് നേരത്തെ അത് പറഞ്ഞത്. പുത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും പറഞ്ഞത് അവിടെ വലിയ ടൗൺഷിപ്പ് വരും, അവിടെ സ്കൂൾ വരും, അംഗൻവാടി വരും, ഹെൽത്ത് സെൻറ്റർ വരും, അങ്ങനെ ഒരുപാട് കാര്യം പറയുന്നു. ആ അവിടുത്തെ വീടുകൾ നിർമ്മിച്ചത് സാറൊന്ന് പോയി നോക്കിയാൽ അറിയാം. അത്ര നിർമ്മിച്ചതാരാ? സർക്കാരാണോ? സർക്കാരല്ല, വിവിധ ഏജൻസി ഏൽപ്പിച്ചതാണ്. പ്ലാൻ ഇവർ തയ്യാറാക്കിയതാണ്. ഒരേ പ്ലാനാണ്. ആ പ്ലാൻ അത്രയും അശാസ്ത്രീയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീടുണ്ടാക്കിയിട്ട് 6 മാസം കഴിയുന്നതിന് മുമ്പ് വീടുകൾ മുഴുവൻ ചോർന്നൊലിക്കാൻ തുടങ്ങി. വലിയ രീതിയിലുള്ള പ്രയാസമാണ്. സാറിന് പോയാൽ ഇപ്പോൾ ഉണ്ടായിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. 5 വർഷമേ ഉള്ളൂ. പക്ഷെ 6 മാസം കഴിയുമ്പോൾ തുടങ്ങിയതാണ് ആ വീട് ചോർന്നലിക്കാൻ. ഇനിയെങ്കിലും ഈ ദുരന്തത്തിൽ പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ അതും ഉണ്ടാവരുത്. അതുപോലെ തന്നെ വളരെ ഇന്നിപ്പോ നാളെ വന്ന് നോക്കിയാരാ ആ വീടുകൾ ടാർപോൾ ഇട്ടിട്ടാണ് ഇപ്പൊ കിടക്കുന്നത്. മേലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. പുത്തുമല ദുരന്തത്തിന് ശേഷം പുനരധിവാസം നടത്തിയ വീടുകൾ ഇപ്പോൾ ടാർപോളിനിട്ട് ജീവിക്കേണ്ട അവസ്ഥ. നാളെ വന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ വേസ്റ്റ് കുഴി ഇത് തീരുന്ന വരെ. കാരണം ഇവരെ ആരും അല്ലല്ലോ സ്പോൺസർമാർ. കേരളത്തിലെ ജനങ്ങളൊക്കെ മുഴുവൻ സഹായിക്കുന്നുണ്ട്. കട്ടിലും കാര്യങ്ങളും ഇതെല്ലാം. ആ പണം എവിടെ ചോർന്നു പോകുന്നു? അതാണ് വിഷയം. പ്രധാനപ്പെട്ട ചോദ്യമാണ് സാർ. എനിക്ക് പറയാനുള്ളത്, ഞാൻ ചൂരൽമല പ്രദേശവാസിയാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് രാത്രി എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയുടെ മകള് പിന്നെ അവിടെ ഫ്ലഡിൽ പെട്ടിട്ട് മുങ്ങി മരിക്കുന്ന ആ സമയത്തെ ഞങ്ങൾ ഫോണിൽ കോൺടാക്ട് ചെയ്തിരുന്നു. ആ സമയത്ത് ഞങ്ങൾ 1:35 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി, റെയിൻ കോട്ട് ഇട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി വന്ന് ചൂരൽമല വന്ന് നോക്കുമ്പോൾ
പാലത്തിൻ്റെ, അതായത് നമ്മളെ ചൂരൽമലയും അട്ടമലയും മുണ്ടക്കൈനെയും ബന്ധിപ്പിക്കുന്ന പാലം, മെയിൻ പാലം പൊട്ടിയിട്ട് അതിൻ്റെ കൈവരികൾ തകർന്ന് പിന്നെ പള്ളിയുടെ, ചൂരൽമല പള്ളിയുടെ, പ്രധാന പള്ളിയുടെ അടുത്തേക്ക് വന്ന് വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ പോകുമ്പോൾ. അപ്പം ഇരുട്ടാണ്, ലൈനിൻ്റെ കമ്പികളെല്ലാം പൊട്ടി താഴെ വീണ് കിടക്കുന്നുണ്ട്. നമ്മുടെ അവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. അവിടെ ആദ്യത്തെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അവിടുത്തെ ചെറുപ്പക്കാരാണ്. ടാക്സി ഡ്രൈവേഴ്സും അവിടുത്തെ ലോഡിംഗ് വർക്കേഴ്സും അവിടുത്തെ സാധാരണ പണിക്കാരും നിരായുധരായിരുന്നു. ഒരു കയ്യിൽ ഒരു കയർ പോലും ഇല്ലാതെ ആ ശബ്ദം കേട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിയുമ്പോൾ തൊട്ടപ്പുറത്ത് ഈ ടൗണിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് നിന്ന് ആർപ്പ് വിളിയും കരച്ചിലും കേൾക്കുന്ന അവിടെ നിന്ന് ഈ ചെറുപ്പക്കാരും ഞങ്ങളെല്ലാവരും കൂടി, എൻ്റെ ഭാര്യയും എൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ ഭാര്യയും അയാളും കൂടിയാണ് ഞങ്ങൾ ചെല്ലുന്നത്. ആ സമയത്ത് ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ കൂട്ടക്കരച്ചിലും ഇതും കേൾക്കുക. അവർ തന്നെ അവിടെ ജീപ്പിൻ്റെ ജാക്കി ലിവറൊക്കെ എടുത്ത് ആ കമ്പി വെട്ടിമുറിച്ച് മുന്നോട്ട് നടന്നിട്ട് ഈ ഒച്ചകെട്ട ഭാഗത്തു നിന്ന് 39 പേരെയോളം റെസ്ക്യൂ ചെയ്തു. ഒരു പിന്നെ ആയുധമില്ലാതെ നിരായുധരായി പോയിട്ട് 39 പേരെ, കുടുംബങ്ങളിലെ അംഗങ്ങളെ, ഈ മണ്ണിൽ കുളിച്ചു കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തിയിട്ട് ഞങ്ങൾ പിന്നെ അടുത്തുള്ള വീടുകളിൽ പോയി തൽക്കാലം അവർക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ കൊടുത്ത് അവർക്ക് ചൂടുവെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അവരെ സമാശ്വസിപ്പിച്ച് സൈഡിൽ നിന്ന്. അപ്പോഴും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ മുണ്ടക്കൈയിൽ ഇത്രത്തോളം കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു? അറിയാമായിരുന്നു സാർ. അതായത് സാറേ, ഇതിൻ്റെ മഴയുടെ കണക്ക് പഞ്ചായത്തിനും ഇതിന് അളവ് ഇവിടെ എടുക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷം അതായത് തലേ ദിവസം പെയ്തത് 200 മില്ലിമീറ്റർ മഴയാണ്, പിറ്റേ ദിവസം പെയ്യുന്നത് 372 മില്ലിമീറ്റർ, മൊത്തം 572 മില്ലിമീറ്റർ പെയ്യുമ്പോൾ അവിടെ ഒരു വലിയ പാലുണ്ട്, ചൂരൽമല. ഏകദേശം ആ പാല കണ്ടാൽ നമുക്ക് അത് മനസ്സിലാക്കാം. അത് തൊട്ട് അമ്പലത്തിന് മേലെ ആ പാലം ഇങ്ങനെ പാറ മൂടി വരും. അപ്പൊ ഇതൊക്കെ ഇവർ കണ്ടിട്ട് ആരും മുൻഗണന എടുക്കാത്തത് കൊണ്ടാണ്. തലേ ദിവസം സംഭവിച്ചിട്ട് താഴെയുള്ള കുറേ ഫാമിലിയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ മേലോട്ടൊക്കെ കയറി വന്ന് താമസിച്ച ആൾക്കാരാണ്. അത് ഇത്രയും വെള്ളം വന്നിട്ടും ഇതിന്റെ ഒരു അറിയിപ്പ് ഞാനൊക്കെ സ്കൂളിലോട് ബാധിച്ച ആളാണ്, ശരിക്കും വീടൊക്കെ ബാധിച്ച ആളാണ്. ഇപ്പൊ ഇതിന് ബാധിച്ച വീടൊക്കെ പോയോ? ആ വീട് പോയിരിക്കുകയാണ്. സ്കൂളിലോട് HS റോഡിലാണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ അവിടെ മൊത്തം പോയെന്ന് വെച്ചാൽ ബാക്ക് സൈഡെല്ലാം പോയി, താഴെ വീടെല്ലാം പോയി. ഒരു തലനാരിഴക്കാണ് നമ്മൾ രക്ഷപ്പെട്ടത്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അടുത്ത വീട്ടിലേക്ക്. നിങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടോ? ആ സമയത്ത് ഞാൻ സാധാരണ പുറത്താണ്, കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത്. അന്നൊരു ദിവസം ഞാൻ വീട്ടിൽ ലീവ് എടുത്ത് നിന്ന് അന്ന് എൻ്റെ ഫാമിലിനെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. അങ്ങനെ ഷിജു അന്നിപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നല്ല മഴയല്ലായിരുന്നു 2 ദിവസം? അതിൻ്റെ തലേ ദിവസം വെള്ളം കൂടി. സൺഡേ അതുപോലെ നല്ല മഴയായിരുന്നു. സൺഡേ മഴ ചെയ്തിട്ട് താഴെയുള്ള ഫാമിലിയൊക്കെ മേലെ കയറിയിട്ട് അന്ന് 5:30 വരെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു 2-3 ഫാമിലികളൊക്കെ താമസിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം അവർ വൈകുന്നേരം 5 മണിക്ക് വന്നിട്ടാണ് സാധനം കുറച്ച് പ്രൂഫൊക്കെ ആയിട്ടാണ് താഴെയുള്ള ഫാമിലി, ഇപ്പോൾ പോയ ഫാമിലി, മരണപ്പെട്ട ഫാമിലിയൊക്കെ കുറച്ച് പ്രൂഫും കാര്യങ്ങളൊക്കെ ആയി സഞ്ചിയിലായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ പിറ്റേ ദിവസം 5 മണിക്ക് ഈ പ്രൂഫൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോയി. കുഴപ്പമൊന്നുമില്ല, എവിടുന്ന് അനൗൺസ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മുന്നറിയിപ്പില്ലാത്തത് കൊണ്ട് തലേ ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്ന ആൾക്കാർ തിരിച്ചുപോയി. തലേ ദിവസം വീട്ടിലേക്ക് പ്രൂഫ് കൊണ്ടുവന്ന ആൾ 5 മണിക്ക് വന്ന് വൈകുന്നേരം 5 അവരുടെ പേരെന്താ? അവർ രത്തിനി എന്ന് പറഞ്ഞ ചേച്ചി, സാവിത്രി ചേച്ചിയുണ്ട്, സവിതേച്ചിയുണ്ട്. ഇവരെ ഗുരുമല. പ്രൂഫ് നിങ്ങളുടെ വീട്ടിൽ വെച്ചോ? അല്ല, ആ പ്രൂഫും വൈകുന്നേരം അത് കൊണ്ടുപോയി 5 മണിക്ക് വന്ന് മേടിച്ചിട്ട് പോയത്. അപ്പോൾ ഈ സാവിത്രി ചേച്ചി, ഗുരുമലൻ, ഇവരെല്ലാം മരണപ്പെട്ടു. എല്ലാ വീടും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തടുത്ത വീട്. നിങ്ങൾ ഈ വീട്ടിൽ കിടക്കുന്ന സമയത്ത് 1:30 ആകുമ്പോൾ ശബ്ദം കേട്ടാണോ? 1:30 ആകുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് വരുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ്, അന്ന് കറണ്ടും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഫുള്ള് വെള്ളം, വീടിൻ്റെ മേലെ വരെ വെള്ളം വന്ന്. അപ്പോൾ ഞങ്ങൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ പുഴയിൽ നിന്നുള്ള വെള്ളം കയറി വരിക എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള എൻ്റെ ചെറിയമ്മയും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫാമിലീനെ ഞാൻ എടുത്തിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടി ഞാൻ അതിൻ്റെ മേലെ, ടെറസിന് മേലെ തൊട്ടടുത്ത വീട്. അപ്പോൾ ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ 4 ഫാമിലി വേറെ ഉണ്ടായിരുന്നു, അടുത്തുള്ള വീട് ഫാമിലി. അപ്പോൾ അങ്ങനെ ടോർച്ചിൻ്റെ വെളിച്ചം, ആ വീട്ടിൽ ഞാൻ കയറിയ വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ടോർച്ചിനെ വെളിച്ച് ചുറ്റും വെളിച്ചം കാണാം. അടിച്ചു നോക്കുമ്പോൾ പുഴയിൽ വെള്ളം കുറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് കുറച്ച് കൂടുതൽ സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഉരുളിങ്ങനെ പൊട്ടി വരുന്നത്. ഞങ്ങൾ ഡയറക്റ്റ് കാണുന്നുണ്ട്, ഇത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഷ്ണമൊക്കെ. അപ്പോൾ താഴെയുള്ള വീട്ടുകാരെ ഞാൻ വിളിക്കുന്നുണ്ട്, ഫോൺ എടുത്തിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ വീട് കാണാൻ പറ്റുന്നുണ്ടോ? താഴെയുള്ള വീട് ഞാൻ വരുമ്പോൾ, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ താഴെയുള്ള വീടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ടെറസിൻ്റെ മേലെ കയറി ടോർച്ച് അടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ടോർച്ച് മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവനും കൂടി കണ്ടുകൊണ്ട്. അപ്പോൾ അവരെ വിളിക്കുന്നുണ്ട്, ഫുള്ള് അവരെ ഫോൺ ബിസി ആയിട്ട് ഇരിക്കുക. എന്നിട്ട് ഞാൻ വീട്ടിൽ മേലെ ടെറസിൻ്റെ മേലെ പോയിട്ട് നമ്മൾ വിചാരിക്കുന്നത് സാധാരണ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കഴിഞ്ഞ ദിവസം തൊട്ട് മുന്നത്തെ ദിവസം വെള്ളം കയറിയതാണല്ലോ, അപ്പോൾ ഈ ദിവസം കുഴപ്പമൊന്നും ഉണ്ടാവില്ല തന്നെ പോവുമായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയാണ് എല്ലാം പൊട്ടി വരുന്നത് ഞങ്ങൾ ഡയറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മൻസൂർ ഖാൻ എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു,
മൂപ്പര് പറഞ്ഞ് നമ്മളെ ലൈഫ് പോകാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, എല്ലാം ഇപ്പോൾ ഇത് എല്ലാവരും തീരും, നല്ലപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടാൻ ചിലപ്പം ഒരു നിമിഷം ചാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞ് തുറന്ന് നോക്കി അരമണിക്കൂർ കഴിഞ്ഞാൽ ആ ഡോർ ഉണ്ടായത്, ഫ്രണ്ട് ഡോർ തുറന്ന് ആ ഉരുൾ പൊട്ടി വരുന്ന ഭാഗം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ചെറിയ ടോർച്ച് അടിച്ച് മൂപ്പര് നോക്കിയപ്പോൾ ഉരുൾ പൊട്ടി വരുന്ന കണ്ടപ്പോൾ മുമ്പ് വാലടച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ നമ്മളെല്ലാവരും തീരാൻ പോവാണ്. ഇത് ആ വീട്ടിലാണെങ്കിൽ കുടിക്കാൻ പോലും ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ ഇതിൽ കുടിക്കാൻ വെള്ളം നോക്കുമല്ലോ, ആ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അങ്ങനെയൊക്കെ ആലോചിച്ചോ? അല്ല, മരണപ്പെടാൻ പോകണമല്ലോ സാറേ, ഞങ്ങൾ മരണപ്പെടാൻ പോകുകയെന്ന് വെച്ചാൽ ആ വീട്ടിൽ 5 ഫാമിലിയായി കുടിക്കാൻ വെള്ളമില്ല, ഉരുൾ പൊട്ടി വരികയാണ്, ഞങ്ങളിപ്പോൾ തീരാൻ പോവുകയാണെന്നുള്ള ഇതിലായിരുന്നു നിൽക്കുന്നത്. അങ്ങനെ അടച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ ഉരുൾ പൊട്ടി വന്ന അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ആ വന്ന ഉരുൾ പൊട്ടി വന്നത് സൈഡ് ഭാഗത്തേക്ക് പോയി ആ ഭാഗത്തുള്ള ഫാമിലി മുഴുവൻ നഷ്ടപ്പെട്ടു. താഴെ ഭാഗത്തും ഞങ്ങൾ നിന്ന ആ വീട് സേഫായിട്ട് 2 സൈഡിലേക്ക്. ഈ ഒരുപക്ഷെ ഈ 572 മില്ലിമീറ്റർ മഴ പെയ്തു എന്നൊരു അറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറുമായിരുന്നു. കൃത്യമായിട്ട് നമുക്ക് ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ തന്നിട്ട് ഇത്രയും ഫാമിലി നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ആ ഒരാൾ നഷ്ടപ്പെടും. ഇത് ഒരു അറിയിപ്പോൾ നമുക്ക് തലേ ദിവസം വന്നിട്ടുണ്ട്, വാട്സാപ്പിലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അവിടെ അടുത്തുള്ള ചേച്ചിനെ ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്, സാവിത്രി ചേച്ചിനെ ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമുക്ക് എവിടെ നിന്ന് ഇൻഫർമേഷനൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ മേലേക്ക് അവരൊക്കെ ഇന്ന് മരണപ്പെട്ട് ആ പറഞ്ഞ എന്നോട് കുട്ടിക്കാലം മുതലേ ഇടപഴകിയ മനുഷ്യരല്ലേ? അതെ, കുട്ടിക്കാലം മുതലേ ഇടപഴകി. ഞാൻ പാടിയിലാണ് താമസിച്ചത്, എസ്റ്റേറ്റിൻ്റെ പാടിയിലാണ് താമസിച്ചത്. പിന്നെ ഇപ്പോൾ 2020 ഞാനൊരു വീട് വെച്ചത്. ഞാനല്ല, എൻ്റെ അമ്മ കഷ്ടപ്പെട്ട്, അമ്മ റിട്ടയർമെൻറ്റ് 2019 റിട്ടയർമെൻറ്റ്. അത് കഴിഞ്ഞിട്ടാണ് അമ്മ അവിടെ ഒരു വീട് 10 സെൻറ്റ് സ്ഥലം മേടിച്ച് വീട് നല്ലൊരു ലൈഫിൽ ഇത് ചെറിയൊരു ഫണ്ട് കിട്ടി, അതിലാണ് അമ്മ വീട് വെക്കുന്നത്. ആ വീടാണ് ഇപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത്. എൻ്റെ വീട് നഷ്ടപ്പെട്ടാലും സ്ഥലം നഷ്ടപ്പെട്ടാലും പോട്ടെ, കുറേ ഫാമിലി പോയി. അവർ അറിയിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഫാമിലിയൊക്കെ വേറെ ഏതെങ്കിലും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ എവിടെ ക്യാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ജീവൻ നമുക്ക് അവിടെ പോകില്ലായിരുന്നു. നിങ്ങളുടെ ഇനിയുള്ളൊരു ആവശ്യം എന്താ? നിങ്ങൾ ഇനി ആ വീട്ടിൽ തിരിച്ചു പോയി താമസിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടോ? ഇല്ല, അതാണ് ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യാം. നമ്മളിപ്പോൾ ക്യാമ്പിലാണ് താമസിക്കുന്നത്, മേപ്പാടി ക്യാമ്പിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നമുക്ക് അതാണ് കാണേണ്ടത്. ഒരു വാർത്ത കേൾക്കാനിടയായി. നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ MD ഒരു 150 ഏക്കർ ഭൂമി ഈ ദുരിതബാധിതർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടെന്നുള്ളത്, അതിന് പ്രത്യേകിച്ച് നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. വളരെ പെട്ടെന്ന് നടപ്പിലാക്കണം. 7 മാസം കൊണ്ട് നടപ്പിലാക്കാനാണ് നമ്മുടെ ഇവിടെ പറഞ്ഞല്ലോ, പുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നുള്ള അന്നുണ്ടായിട്ടുള്ള ആ ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് വേണം ഇനി ഉണ്ടാക്കണമെങ്കിൽ. സർ, ഞാൻ ഈ തിങ്കളാഴ്ച ഈ ഉരുള് പൊട്ടുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ പ്രാദേശിക ചാനലായ മലനാട് ചാനലിലെ ഇല്യാസിനെ ഞാൻ വിളിച്ച് അറിയിച്ചിരുന്നു. ഇവിടെ ഹെവി റെയിനാണ്, ഇവിടെ ഒരു 2018 അതേ സിറ്റുവേഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യണം, എത്രയും പെട്ടെന്ന് വരണം, ഇത് പുറലോകം ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ രാവിലെ ഇത് കൊടുത്തിരുന്നു, ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ശരി, ഞാൻ 9:30 ആകുമ്പോൾ അവിടെ എത്താമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 24 ഒരു റിപ്പോർട്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് ചോദിച്ച് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അവിടെ 2018 അത്രയും ഭീകരത അവസ്ഥ നിലനിൽക്കുകയാണ്. കാരണം ഹെവി റെയിനാണ്, 3 ദിവസമായി, ഞായറാഴ്ച രാത്രി മുതൽ തുടങ്ങിയ മഴ ഇതുവരെ അവസാനിച്ചിട്ടില്ല. അപ്പോൾ അത്രയും പാനിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ആളുകൾക്ക് ഇതുവരെ ഒരു കൃത്യമായൊരു നിർദ്ദേശം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിനുശേഷം നമ്മളെ വാർഡ് മെമ്പറായിട്ടുള്ള നൂറുദ്ദീനെയും 12ാം വാർഡ് മെമ്പറായിട്ടുള്ള നൂറുദ്ദീനെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാൻ നിങ്ങളെ നമ്പർ ചാനലിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വേണ്ടപ്പെട്ടത് ചെയ്യണം. അത് മാത്രമല്ല എൻ്റെ വീടിൻ്റെ പുറകെ റോഡ് സൈഡിൽ എൻ്റെ അംഗൻവാടീൻ്റെ നേരെ താഴെയാണ്, 12ാം വാർഡിലെ അംഗൻവാടീൻ്റെ നേരെ താഴെയാണ് എൻ്റെ വീട്. ആ വീടിൻ്റെ റോഡ് സൈഡിലുള്ള മണ്ണിടിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് കുറച്ച് അപ്പം തന്നെ. അപ്പം അതുകൊണ്ടാണ് എനിക്ക് പേടി. അതുപോലെ തന്നെ തൊട്ട് ആ വീടിൻ്റെ അവസ്ഥ എന്താ? ആ വീട് ഇപ്പോൾ ഉണ്ട്, വീട് ഇതൊന്നായിട്ടുണ്ട്. അംഗൻവാടി അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി മണ്ണിടിഞ്ഞിട്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള എൻ്റെ അയൽവാസിയായിട്ടുള്ള ചന്ദ്രികയുടെ വീടും ആദ്യം മണ്ണിടിഞ്ഞിട്ടാണ്. ഞാൻ പിന്നെ അവിടെയൊക്കെ സന്ദർശിച്ചതിന് ശേഷമാണ് ഇവരെ വീടിൻ്റെ അവിടെയൊക്കെ ഞാൻ പോയി സന്ദർശിച്ചു അന്ന് രാവിലെ. എനിക്കിത് 3 ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, കാരണം ഈ ഹെവി റെയിൻ ആയതുകൊണ്ട് ഈ മണ്ണിടിഞ്ഞ് എൻ്റെ അമ്മ കിടക്കുന്ന അവിടേക്ക് വരുമോ എന്നുള്ള പേടി കാരണം ഞങ്ങൾ ഉറങ്ങിയില്ലായിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി മുതൽ മേപ്പാടി അങ്ങാടിയിൽ ശക്തമായ മഴയായിരുന്നു സാറേ. മേപ്പാടി വൈത്തിരി ഉപജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അന്ന് അവധിയായിരുന്നു സാർ. തിങ്കളാഴ്ച ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത്. രാത്രി ഞാൻ വീട്ടിൽ എപ്പോഴും വാട്സപ്പ് വീട് മേപ്പാടി ടൗണിലാണ് സാറേ. ഞാൻ വാട്സപ്പ് നോക്കും എപ്പോൾ എഴുന്നേറ്റാലും. ഒരു 2 മണി സമയമായപ്പോൾ ഞാൻ ഈ ഫോൺ എടുത്തു, അപ്പോൾ നോക്കി വാട്സപ്പ് മുണ്ടക്കൈ ഉരുൾപൊട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉടൻ തന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ വാഹനങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്, ഭയങ്കര ശബ്ദം. ഞാൻ ഉടനെ റോട്ടിലേക്ക് ഇറങ്ങി എൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല, ഞാൻ റോട്ടിൽ തന്നെ നിന്നു. അങ്ങനെ ട്രാഫിക്കൊക്കെ വരുന്ന വാഹനങ്ങൾ അങ്ങനെയാണ് അറിഞ്ഞത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നമ്മൾ പുനരധിവാസത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പുത്തുമല പ്രളയം ഉണ്ടായ സമയത്ത് പുനരധിവാസം നടത്തുന്ന സമയത്ത്
അർഹതപ്പെട്ട ഒരുപാട് ആളുകളെ നമ്മൾ മാറ്റി നിർത്തി. അതിൻ്റെ ഇരകൾ ഇന്ന് അവിടെ നിന്ന് വിളിക്കുകയാണ് നമ്മളെ. ആ പുത്തുമല നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരു 3-4 വീടുണ്ട്. ആ വീട് താമസയോഗ്യമാണ് എന്ന് ഇവർ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ ഫലമായിട്ട് മാത്രം അവിടെ താമസിക്കേണ്ടി വന്നവർ ഇന്ന് ആ വീട്ടിൽ അവർക്ക് താമസിക്കാൻ കഴിയുന്നില്ല. വീട് മുഴുവൻ എന്താണ് അത്തരത്തിലുള്ള ലിസ്റ്റ്, പുനരധിവാസ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരെയും പരിഗണിക്കണം. രണ്ടാമത്തെ കാര്യം സർ, 2018 വരെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഇവിടെ നേരത്തെ വ്യാപാരികൾ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടാൽ അതിന് സർക്കാർ നഷ്ടപരിഹാരം തരുമായിരുന്നു. 2018 ശേഷം നമ്മുടെ ഈ ജീവന് നഷ്ടപ്പെട്ടാൽ സർക്കാരിന് നഷ്ടപരിഹാരം കിട്ടുക എന്നല്ലാതെ ഭൂമിക്കോ മറ്റോ ഒന്നും ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു മിനിറ്റ് ആന്റോ വൈറസും കൂടെ ചേരുന്നുണ്ട്. ആന്റോ, നേരത്തെ ഇവർ പറഞ്ഞൊരു കാര്യം, ഈ പുത്തുമലയിൽ പുനരധിവസിപ്പിക്കപ്പെട്ടവരുടെ ഒരു പ്രശ്നത്തിൽ അന്നും ഇതേപോലെ ടൗൺഷിപ്പുകൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളുടെ പെരുമഴയുണ്ട്. ശരിയാണ്, അവിടെ ഭൂമി കൊടുത്തു, അവരെ അവിടെ വളരെ പെട്ടെന്ന് ആ സമയത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ആ വീടിൻ്റെ പരിതാപകരമായ ഒരു അവസ്ഥയെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇവർക്ക് ആർക്കും അങ്ങോട്ട് തിരിച്ചു പോകാൻ ആഗ്രഹമില്ല. ഇവർ പറയുന്നത് അങ്ങോട്ട് പോകാൻ കഴിയില്ല, ആത്മവിശ്വാസമില്ല. ഇവിടെ സംസാരിച്ചവരെല്ലാവരും പറയുന്നതാണ്. അപ്പോൾ എവിടെ ടൗൺഷിപ്പ്, നമ്മളിപ്പോൾ ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു, അതൊരു കൺവീനിയൻ്റായ സ്ഥലത്ത് കണ്ടെത്തണം, അത് കൊടുക്കണം. അത് അവരെ സംബന്ധിച്ച് വന്യമൃഗ ശല്യം ഇല്ലാത്ത സ്ഥലമായിരിക്കണം. ഈ കച്ചവടക്കാരെ കൂടി അതിനോട് പരിഗണിക്കണം എന്നാണ് പറയുന്നത്. അത് വേണ്ടതല്ലേ? അരുണെ, നമ്മുടെ കാഴ്ചപ്പാട് പ്രകാരം ഒരു പുതിയൊരു ചൂരൽമല ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ വീട് നഷ്ടപ്പെട്ടവരെ മുഴുവൻ പുനരധിവസിപ്പിക്കുക. അതിൻ്റെ ഭാഗമായി ഇനി വീട് നഷ്ടപ്പെടാനിരിക്കുന്ന ആൾക്കാർക്ക് ഓരോ നമ്മൾ കണ്ടതാണല്ലോ, മേലെ തുടങ്ങി താഴെ വരെ റോഡ് സൈഡിൽ ഇടിഞ്ഞു വന്നതിന് സൈഡിൽ വീടിരിക്കുന്നുണ്ട്. അവിടെ ഒന്നും താമസയോഗ്യമല്ല. ഇനി അങ്ങനെയുള്ള ആൾക്കാരെ പുനരധിവസിക്കുക. നമ്മുടെ ഒരു കണക്ക് പ്രകാരം ഒരു 300 വീട് ഒലിച്ചു പോയിട്ടുണ്ടാവും. ഒരു 300 വീട് അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ടാവാം. കാരണം ഇനിയൊരു അവർക്കൊരു പ്രളയത്തെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉരുൾപൊട്ടലിനെ നേരിടാൻ അവർക്ക് പറ്റില്ല. അങ്ങനെയുള്ള വീടും കൂടെ പുനരധിവസിപ്പിക്കാൻ വേണ്ട ഒരു പ്രൊജക്റ്റാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയുള്ള 150 ഏക്കർ സ്ഥലത്ത് ഏകദേശം ഒരു 15 സെൻറ്റ് സ്ഥലമെങ്കിലും എടുത്ത്. കാരണം അവിടെയുള്ളവരെല്ലാം 5-15 സെൻറ്റ് സ്ഥലങ്ങളിൽ താമസിച്ചവരാണ് ഭൂരിഭാഗം ആൾക്കാരും. ചിലപ്പോൾ 1 ഏക്കറുള്ളവരുണ്ടാവാം. പക്ഷേ നമ്മുടെ ഒരു 15 സെൻറ്റ് സ്ഥലമെങ്കിലും ഒരു കുടുംബത്തിന് കിട്ടുന്ന വിധത്തിൽ ഒരു 3 ബെഡ്റൂമെങ്കിലും ഉള്ള വീട്, ഏറ്റവും കുറഞ്ഞത് 3 ബെഡ്റൂമെങ്കിലും ഉള്ള. ചില വീടുകളിൽ ചിലപ്പോൾ 4 അംഗങ്ങളുണ്ടാവാം. 3 ബെഡ്റൂമിൽ അവർക്ക് പറ്റില്ല. ഇപ്പോൾ 2 പെൺകുട്ടികളും ഒരു അച്ഛനും അമ്മയും ഒരു അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ഉണ്ടെങ്കിൽ അവർക്ക് 3 ബെഡ്റൂമിൽ പറ്റില്ല. അവർക്ക് ചിലപ്പോൾ 4 ബെഡ്റൂം വേണ്ടി വരും. അങ്ങനെയുള്ളവരുടെ സെപ്പറേറ്റ് ലിസ്റ്റ് എടുത്ത് അവർക്ക് 4 ബെഡ്റൂം വേണമെങ്കിൽ 4 ബെഡ്റൂം, മിനിമം 3 ബെഡ്റൂമും, അവർക്ക് വേണ്ട മുറ്റം, അവർക്ക് വേണ്ട അത്യാവശ്യം ചെടികളും. ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവരുടെ വേസ്റ്റ് ഇടാനോ വേസ്റ്റ് മാനേജ്മെൻറ്റിനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ് പുത്തുമലയുടെ ഒരു പ്രധാനം. അല്ല, പുത്തുമലയെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ പറയുന്നത് റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം ശരിയാണെന്ന് എത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം അതൊരു കംപ്ലീറ്റ് ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇനി കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ മുന്നിൽ വെക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ളത് അതിന് നിവൃത്തിയുള്ളൂ. പക്ഷേ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും ഈ പറഞ്ഞ പുതിയ പ്രോജക്റ്റിൽ ഉണ്ടാവില്ല എന്ന് റിപ്പോർട്ടർ ടിവിക്ക് 100% പറയാം. അങ്ങനെ ഒരു ഇഷ്യൂസും റിപ്പോർട്ടർ ടിവിക്ക് ഉണ്ടാവില്ല. അവർക്ക് ബാത്റൂം ഫെസിലിറ്റി. സംശയം എന്താ സാറേ, ഇപ്പോൾ നിങ്ങൾ ഈ പ്ലാൻ ഇവർ കൊടുക്കുന്നുണ്ടല്ലോ, ഇത് നിങ്ങൾ സർക്കാരിന് കൊടുക്കുന്ന പ്ലാനിങ്ങിലാണ് ഈ വിഷയങ്ങൾ വരുന്നത്. ഇപ്പോൾ ഈ വീടും സ്ഥലവും ഒക്കെ ഇവർക്ക് നിങ്ങൾ കൊടുക്കാന്നുള്ള ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ടി വിയിലൊക്കെ നമ്മൾ കണ്ടു, വളരെ ഉപകാരം. പക്ഷേ ഈ സർക്കാർ ഒരു ആനുകൂല്യം കൊടുക്കുന്നുണ്ടല്ലോ, 10 ലക്ഷം രൂപ. അപ്പോൾ നമ്മൾ വീടും കഴിഞ്ഞവരും കൂടും, അതുകൊണ്ടൊന്നും ഒരു വീട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ആ 10 ലക്ഷം കൊടുത്ത വീട് തന്നെ ചെറിയ വീട്, ചെറിയ പെട്ടിക്കൂട്, എന്താ പറയാ, ഒരു കോഴിക്കോട് പോലത്തെ വീട്. ഇത് ഇവരൊക്കെ താമസിച്ചത് നല്ല രീതിയിൽ ജീവിച്ച കുറെ കുടുംബങ്ങളാണ്. അവർക്ക് മിനിമം സാർ പറഞ്ഞ ഒരു 3 ബെഡ്റൂമെങ്കിലും ഉൾക്കൊള്ളുന്ന സാധാരണക്കാരൻ്റെ വീട്, വലിയ കൊട്ടാരമാണെന്നല്ല പറയുന്നത്. ഇപ്പോൾ പുത്തുമലത്ത് നിങ്ങൾ പോയി കണ്ടാൽ അറിയാം, വീട് മോശം എന്നല്ല പറയുന്നത്. പക്ഷേ അവരും സാധാരണ മനുഷ്യരാണ്. അവർക്കും നമ്മളെ പോലെ ജീവിക്കാനുള്ള ഒരു സൗകര്യമുള്ള വീട് ചെയ്തു കൊടുക്കുക. അതെ സാറേ, ഇപ്പം വീട് സ്ഥലങ്ങൾ കൊടുക്കാന്നാണ് പറയുന്നത്. നമ്മൾ സർക്കാരിൻ്റെ ഒരു പാക്കേജ് ഉണ്ടല്ലോ, 10 ലക്ഷം കൊടുക്കാന്നുള്ളത്. അതെങ്ങനെ നമുക്ക് സാർ ഒരു ഉപകാരപ്പെടുക? അത് കിട്ടുമോ? ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയത് MP വീരേന്ദ്രകുമാറിന്റെ ഇതാണ്. 7 ഏക്കർ സ്ഥലമാണ് കിട്ടിയത്. സ്പോൺസർമാര് 3 ലക്ഷം 4 ലക്ഷം തന്ന്. സർക്കാർ ഭവന പദ്ധതിയിലാണ് 4 ലക്ഷം രൂപ നമുക്ക് തന്നത്. ബാക്കി 6 ലക്ഷം ഞങ്ങൾക്ക് കിട്ടിയില്ല. അതിലൊക്കെ ഞങ്ങൾക്ക് പരാതികളുണ്ട് സാറേ. വേസ്റ്റ് കുഴി നിറഞ്ഞിട്ട് ഇന്ന്, കക്കൂസും കുഴി ഇതൊക്കെ നിറഞ്ഞിട്ട് ഇന്ന് അരുണ, എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു 7 ഏക്കർ സ്ഥലത്തൊന്നും ഇതുപോലെ വീടുകൾ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം വയനാട്ടിൽ താമസിച്ച ജനങ്ങൾ വിശാലതയിൽ താമസിച്ച ആൾക്കാരാണ്. അവരെയാണ് നമ്മൾ ഈ പറയുന്ന പെട്ടിക്കൂട്ടിൽ കൊണ്ട് അടയ്ക്കുന്നത്. അങ്ങനെയൊന്നും ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പുത്തുമലയിൽ താമസിച്ച ആൾക്കാർ അവിടെ താമസിക്കാത്തത് നമ്മൾ പോയി നോക്കണം. കാരണം അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇടുങ്ങിക്കൂടി ജീവിക്കും. നമ്മളിപ്പോൾ ചിലപ്പോൾ എറണാകുളത്തോ തൃശ്ശൂരൊക്കെ നമ്മളല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ താമസിച്ചുണ്ടാവും. അങ്ങനെ താമസിക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് ഫ്ലാറ്റിൽ താമസിക്കാൻ പറ്റും. ഒരു വയനാട്ടുകാരനെ പിടിച്ച് ഫ്ലാറ്റിൽ നിർത്തിയാൽ എത്ര ശതമാനം നിൽക്കുമെന്നുള്ള കാര്യം വയനാട്ടുകാരനെ എനിക്കത് കറക്റ്റായിട്ട് അറിയാം. ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. അത്യാവശ്യം അവനെ ഇറങ്ങി നടക്കാനും അതിനുവേണ്ട സംവിധാനങ്ങളും ഒക്കെ അവർ
ഞാൻ പറയുന്നത് ഏറ്റവും ചെറിയ വീട്ടിൽ താമസിക്കുന്നവർക്ക് വൃത്തിയുള്ള ബാത്റൂമുള്ള സ്ഥലമാണ് വയനാട്, അല്ലെങ്കിൽ വൃത്തിയുള്ള കമ്പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുള്ള സ്ഥലമാണ് വയനാട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് അതിൻ്റേതായ മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഒരു പ്രൊജക്റ്റ് വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം എന്നുള്ളതാണ് ഈ പറഞ്ഞ പുത്തുമലേൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അതിനനുസരിച്ചുള്ള ഒരു പ്രൊജക്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് എനിക്ക് നമ്മളെ സംബന്ധിച്ച് റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചോളം നമ്മൾ വിഭാവനം ചെയ്യുന്ന പ്രൊജക്റ്റ് നമ്മൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് വെക്കുന്നത് അവരുടെ ആവശ്യങ്ങളും കൂടെ കേട്ടിട്ട് എന്താണോ അവർക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു 5 സെൻറ്റിലോ 10 സെൻറ്റിലോ ഒരു പ്രൊജക്റ്റ് നമ്മൾ റിപ്പോർട്ടറായിട്ട് ചെയ്യാൻ നിൽക്കില്ല. റിപ്പോർട്ടർ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 15 സെൻറ്റ് സ്ഥലത്തും ഒരു 3 ബെഡ്റൂമും ഉള്ള ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് റിപ്പോർട്ടർ ടിവി ഞങ്ങൾ സാറേ കാലും കൈയും പിടിച്ച് ഞങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലം വേണം, നിങ്ങൾ ചെരിവ് ഇതാക്കരുത്, ഫ്ലാറ്റ് ആക്കണം. ഞങ്ങൾ 5, 6, 7, 10 ആളുകളുള്ള. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? എന്റെ വീട്ടിൽ 6 പേരുണ്ട്. 6 പേര്. എത്ര മുറിയുള്ള വീട് അത്? 2 ബെഡ്റൂം, ഒരു ചെറിയ കിച്ചന്, ഒരു ടോയ്ലറ്റും ഒരു സിറ്റ് ഔട്ടും ഉണ്ട്. ഇതാണ് അവിടുത്തെ. എത്ര സെന്റ് ഉണ്ടാവും? 7 സെന്റ് സ്ഥലം. 7 സെന്റ് സ്ഥലമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് മുഴുവൻ. ആ സമയത്ത് വളരെ പെട്ടെന്ന് അവര് നടപ്പിലാക്കിയതാണ്. അത് സാറേ ഇത് വേറെ വിഷയമാണ് സാറേ. ഇത് സ്പോൺസർമാരാണ് നമുക്ക് തന്നിട്ടുള്ളത് പൈസ. കാര്യങ്ങൾ ഈ കുട്ടികളൊക്കെ പിരിച്ച പൈസ കൊണ്ടാണ് ഇത് തന്നുള്ളത്. ഇതിന്റെ സർക്കാർ കൊടുത്ത ഒരു ദുരന്തം ഉണ്ടായിട്ട് ഇത്രയും ദിവസമായി സർക്കാരിന്റെ പാക്കേജ് എന്താണെന്നുള്ളത് അതിന് വരുന്നതുള്ളൂ. അവരിപ്പോ സർക്കാർ എത്തിയിട്ടില്ല. സർക്കാർ ആദ്യം രക്ഷാപ്രവർത്തനത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആര് ചെയ്തു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് ഒരു പുനരധിവസിക്കണം. കാരണം 500-ൽ കൂടുതൽ വീട് പോയിട്ടുണ്ട്. ഇവർ എത്ര കാലം ഈ ക്യാമ്പിൽ കിടക്കും? ഒരു വാടക വീട് കിട്ടാനില്ല ആർക്കും. കാരണം ഇവിടെ ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ വാടക കൊടുത്തിരുന്ന എല്ലാവരും ഹോം സ്റ്റേ റിസോർട്ട് ആ രീതിയിലേക്ക് മാറി. ഒരു ദിവസം തന്നെ 5000 രൂപയ്ക്കാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വാടകയ്ക്ക് ഇവർക്ക് താമസിക്കാൻ പറ്റും. എന്റെ ഒരു അളിയന്റെ വീടാണ്. ഒരു ദൃശ്യം ഒന്ന് കേട്ടിട്ട് വരട്ടെ. ഇവിടെ നമ്മൾ പ്രതികരിക്കാത്തതാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചൂരമല വീട് പോയവരുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതെ, ഞാൻ ചൂരമലയിലുള്ള ആളാണ്. ഞാൻ ടൗണിലാണ് എൻ്റെ വീട്. വീട് കുഴപ്പമുണ്ടോ? പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ദൈവവാദ്യം കൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു. നമ്മൾ ഹൈസ്കൂൾ അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ഭാഗത്ത് നമ്മുടെ ഈ താഴെ ഭാഗത്ത് ഹൈസ്കൂളിൽ രക്ഷിച്ചു തന്നെ പറയാം. നമ്മളെ പുതിയ ബിൽഡിംഗ് സാറ് അവിടെ പോയി കണ്ടാണല്ലോ. അതെ അതെ. അപ്പോൾ ഈ വീടില്ലാത്ത ആൾക്കാരാണ് നമ്മളിപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം ചൂരൽമലൻ്റെ 3/4 ഭാഗം പോയി കഴിഞ്ഞു. നമ്മളൊരു ഭാഗം കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. ഇനി അവിടെ ബാക്കിയുള്ള ജനങ്ങൾ അവരെങ്ങനെ ജീവിക്കും? ഞാൻ അവിടെ ഒരു ലോഡിങ് തൊഴിലാളിയാണ്. അന്ന് ആ സംഭവ സ്ഥലത്തൊക്കെ നമ്മളുള്ള ആൾക്കാരാണ്. ഇനി ബാക്കിയുള്ള ജനങ്ങൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നതാണ്. അതായത് അവിടെ വീടുണ്ട്, വീടിനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളുടെ കൂടെയുള്ള 90% ആൾക്കാരും പോയി. 90% ആൾക്കാർ പോയി. ഞങ്ങളുടെ സ്ഥലങ്ങൾ പോയി. പ്രദേശം തന്നെ ചുരൽമലയാണോ? ചുരൽമല പടവട്ടിക്കുന്നാണ് സാറേ. അവിടെ നമ്മൾ സ്കൂളിന്റെ ആ ഭാഗത്തോട് 10, 120, 130 വീടിന്റെ മുകളിലുണ്ട്. ഇവരെ ഈ 30 വീടുകൾ മാത്രമേ ഉള്ളൂ. എത്രയാ? 30 വീട്, 35 വീടേ ഉള്ളൂ. ബാക്കി എല്ലാ വീടും പോയി. പടവട്ടിക്കുന്നതിന്റെ ബാക്കിയുള്ളത് കംപ്ലീറ്റ് പോയി. അവിടെ പോയ ദിശ ഒഴുകിക്കൊണ്ടിരിക്കുക. സാറ് കണ്ടില്ലേ? മുണ്ടക്കായൊക്കെ പോയി കണ്ടല്ലേ? മുണ്ടക്കായ് പുഞ്ചിരിമഠത്ത് എത്ര വീടുകൾ പോയി? ഒരു 500 വീടിന്റെ മുകളിൽ മൊത്തം പോയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ താഴെ ഭാഗത്തോട്ട് പുതിയ വില്ലേജിന്റെ റോഡിലേക്ക് നിങ്ങൾ പോയിട്ടില്ല. അത് നമ്മളെ 10ാം വാർഡിന്റെ ഒരു ഭാഗമാണ്. ആ ഭാഗത്തും ഉള്ള താഴ്ഭാഗത്തുള്ള വീടുകളൊക്കെ പോയി. അപ്പൊ ഇതിങ്ങനെ അതല്ല സാറേ. ഇപ്പൊ നമ്മളിപ്പോ ഈ വീട് പോയവർക്കും ആ വീട് പോകാൻ നിൽക്കുന്ന ആൾക്കാർക്കുമാണ് ഇപ്പോൾ ഓരോരോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ബാക്കി ജീവിക്കുന്ന ജനങ്ങൾ, ഈ 12ാം വാർഡിലും 10ാം വാർഡിലുള്ള ജനങ്ങൾ അവരെന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ലോഡിങ്ങായിരുന്നു. ഞാൻ അവിടെ ലോഡിങ്ങിന് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. 20 വർഷം ഗൾഫിലായിരുന്നു. ആ ഗൾഫിന്റെ സമ്പാദ്യം കൊണ്ടാണ് നമ്മളൊരു വീട് ഉണ്ടാക്കുന്നത്. ഒരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നത്. അപ്പോൾ മകനക്ക് വേണ്ടി 10 സെന്റ് സ്ഥലം വാങ്ങി. ഇനി ഞങ്ങൾ എവിടെ ജീവിക്കും? ഞങ്ങൾ എങ്ങോട്ട് പോകും? തൊഴിലവസരവും നഷ്ടപ്പെട്ടു. പിന്നെ സാറേ എല്ലാവരും സാധാരണക്കാരാണ്. ആരും വലിയ പണക്കാരല്ല. ദിവസം പണിയെടുത്ത് ജീവിക്കുന്ന, സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു നാട്. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമോ ക്രിസ്ത്യനോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതില്ലാത്ത അവിടെ സന്തോഷത്തിൽ ജീവിക്കുന്ന നാടാണ്. നിങ്ങളിവിടെ പള്ളിയും പെരുന്നാളും ശിവരാത്രിയും എല്ലാം ഒരേപോലെ ആഘോഷിക്കും. പെരുന്നാളിന് അവർ നാടാണ്. വയനാട് ജില്ലയിൽ ജീവിക്കാൻ ഏറ്റവും സുഖമുള്ള ഏരിയയാണ് ഞങ്ങളുടെ ഏരിയ. അത്രയും സൗഹാർദ്ദം. വയനാടിന്റെ യഥാർത്ഥത്തിൽ സ്വർഗ്ഗഭൂമിയായിരുന്നു ചൂരൽമല. അത്രയും സന്തോഷമുള്ള നാടാണ്. അവിടെ ഇനി നമ്മൾ എന്ത് കൊണ്ടുവന്നാലും ഒരു ഭിന്നിച്ചു പോകുന്ന കോലത്തിലാവാതെ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ജീവിക്കുന്ന രൂപത്തിലായി കിട്ടണം. അമ്പലം വേണം, ചർച്ചും വേണം, എല്ലാം വേണം. കർണാടക, തമിഴ്നാട്, കർണാടക, കേരളീസ് അങ്ങനെയുള്ള പല ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പടവട്ടിക്കുന്ന് ഇപ്പോൾ സ്കൂൾ റോഡും ജനങ്ങളും സുഹൃത്തുക്കളും മുണ്ടക്കയിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ വീടും നമ്മളെ മോളെ വീട്, പിന്നെ നിങ്ങളുടെ വീടും പോയി. നമ്മളെ മോളെ വീടും പോയി. പിന്നെ
നമ്മളെ പെങ്ങളെ വീടും പോയി, പെങ്ങളെ മോളെ വീടും പോയി. ആ പെങ്ങളെ മോളെ വീടുമ്പോൾ 10 ആളാണ് നിന്നിരുന്നത്. 7 മണിക്കാണ് അവരെ രക്ഷപ്പെടുത്തിയത്. അതുവരെ അവിടെ മാത്രം ഇപ്പോൾ സാറ് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു ലേശം കാടിങ്ങനെ നിൽക്കുന്നു വളപ്പിൻ്റെ സൈഡിൽ, അതിൻ്റെ ഉള്ളിൽ അവിടെയാണ് ആ പേര. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ പൊളിഞ്ഞ് തീർന്നിട്ട് അതിൻ്റെ മുകളിലാണ് അവർ നിന്നിരുന്നത് നിലവിളിച്ചിട്ട്. പെങ്ങളൊക്കെ പോയി. നിങ്ങളുടെ സ്വന്തം പെങ്ങളോ? എൻ്റെ സ്വന്തം പെങ്ങൾ മുണ്ടക്കായി പുഞ്ചിരിമഠത്തിന് ഒരു വീട്. പേരെന്താ? ഒന്ന് നഫീസ, ബദ്രുദ്ദീൻ്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. നഫീസാന്റെ ബോഡി മെനിയാന്ന് കിട്ടി, ഉറവ് ചെയ്തു. സ്വന്തം പെങ്ങളാണോ? സ്വന്തം പെങ്ങള്. ഞങ്ങൾ 5 പിന്നെ ഒരു പെങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് മാറി താമസിച്ചാണ്. അവരവിടെ പുഞ്ചിരിമഠത്താണ് അവരെ വീടുണ്ടായിരുന്നത്. ഈ സമയം ഇത് എപ്പോഴാണ് അറിയുന്നത്? നിങ്ങൾ പൊട്ടിയ വിവരം 1 മണിക്ക് തന്നെ അറിഞ്ഞ വിവരം. നിങ്ങൾ വിളിച്ചോ? നഫീസെ വിളിച്ചോ? ഞങ്ങൾ അതിന്റെ പിറ്റേന്ന് വിളിച്ചിരുന്നു. അപ്പോൾ സാധാരണ മഴയല്ല, മഴ ദിവസം കൂടുതലായിരുന്നു. ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾക്ക് എടുത്ത് വെച്ചാണ്. പക്ഷേ ഇവർ പൊട്ടുന്നതിന് കുറച്ച് മുമ്പാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവരുടെ വെള്ളം തട്ടി പോവുകയും ചെയ്തു. ഉള്ളിൽ നഫീസയുടെ കിട്ടി, ബദറുദ്ദീന്റെ കിട്ടിയിട്ടില്ല. അവരുടെ മക്കളോ? മക്കള് ഒരാൾ ബാംഗ്ലൂരായിരുന്നു, മോള് പിന്നെ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. മരുമോള് പ്രസവിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. പക്ഷേ 2 ആളും പോയി, ഒരാളെ മാത്രം കിട്ടി, ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ല. വളരെ ഞങ്ങൾ തൊട്ടടുത്തുള്ള നാട്ടുകാരാണ്. അപ്പോൾ ഏകദേശം ഒരു 100ഓളം കുടുംബങ്ങളെ ഞങ്ങൾ സന്ദർശിച്ചു, ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ. എല്ലാവർക്കും ആവശ്യം, അവരുടെ വയ്യാത്ത അമ്മയുണ്ട്, അച്ഛന് ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വാടക വീട് കിട്ടുമോ? അപ്പോൾ ഇത്രയും ഒരു 500ഓളം കുടുംബങ്ങൾ ഈ സ്കൂളിൽ എത്ര കാലം കണ്ടിന്യൂ ചെയ്യും? കാരണം ഇവിടെ അത്രയും വാടക വീടുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ആരായാലും ഇതിൽ, കാരണം സർക്കാരിന് ഫണ്ട് വരുന്നുണ്ട്. ശരിക്കും ഒരു വീടുണ്ടാക്കാൻ ഒരു സാധാരണക്കാരൻ ഇവിടെ ഈ നാട്ടിൽ ഒരു 20 ലക്ഷം രൂപ ഉണ്ടാക്കാം. അപ്പോൾ 1 കോടി ഉണ്ടെങ്കിൽ 5 വീട് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു 600-700 വീട് ഉണ്ടാക്കാനുള്ള ഫണ്ട് എപ്പോഴും എത്തിയിട്ടുണ്ടാവും. അത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാതെ എത്രയും പെട്ടെന്ന് അതിനുള്ള വൈകാതിരിക്കുക അല്ലേ? അത് തന്നെയാണ് അല്ലേ? വളരെ പെട്ടെന്ന്. നിങ്ങൾ മേപ്പാടിക്കാരാണോ? നിങ്ങൾ ആൾക്കാർ ക്യാമ്പിൽ ഇപ്പൊ ഈ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇവരിപ്പോ ഈ സ്കൂളിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 8000 ആളിൽ വീടുള്ള ആൾക്കാരുണ്ടാവാം. ആ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു 10,000-5,000 ആൾക്കാർ ക്യാമ്പിലുണ്ടെങ്കിൽ ഈ ഇത്രയും ജനങ്ങൾക്ക് വാടകയ്ക്ക് ഈ സ്ഥലത്ത് വീട് കിട്ടും. വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ റിപ്പോർട്ടർമാരും കൂടി നമുക്കൊപ്പം ഒന്ന് ചേരുന്നുണ്ട്. TV പ്രസാദ്, VS രഞ്ജിത്ത്, ദീപക് മലയമ്മ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മാത്രമല്ല അല്പസമയത്തിനുള്ളിൽ ഈ സംസ്കാര ചടങ്ങുകൾ അവിടെ തുടങ്ങും. സർവ്വമത പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം സംസ്കാര ചടങ്ങുകളുണ്ട്. ആ സംസ്കാര ചടങ്ങുകൾക്കൊക്കെ സാക്ഷ്യം വഹിക്കാൻ മന്ത്രിമാരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് തത്സമയം പോകേണ്ടതുണ്ട്. അതൊരു എന്തൊരു പ്രതികരണം സാറേ? എൻ്റെ അളിയൻ്റെ വീടാണ് ഫസ്റ്റ്, പുഞ്ചിരിമഠത്ത് പ്രസന്നകുമാർ എന്ന് പറഞ്ഞ പോയ വീട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അത് അളിയനാണ്, അളിയൻ. അത് കഴിഞ്ഞ് താഴെ വരുമ്പോൾ എൻ്റെ ഒരു ഫാമിലി എല്ലാവരും കൂടെ ഒത്തുചേരുന്ന തറവാടുണ്ട്, ബേബി എന്ന് പറയാം തറവാട്. അമ്മേൻ്റെ പേര്, എൻ്റെ അമ്മായിമ്മേൻ്റെ പേര്. ആ വീട്ടിലെ തറവാട് 2 നില വീടായിരുന്നു. അതിൽ താമസിച്ച എൻ്റെ അളിയൻ്റെ വീട് കൂടലിന് അളിയൻ്റെ വീട് കൂടലിന് പാലക്കാട് പോയി. തിരിച്ചു വന്നപ്പോൾ വീടുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ അളിയനൊക്കെ ഇപ്പോൾ വാടകയ്ക്ക് ഇരിക്കുക. 2 നില വീട്ടിലിരുന്ന ആളുകളാണ്. പക്ഷേ സാമ്പത്തികം ഇല്ല, പണിയെടുത്തിട്ട് ജീവിക്കുകയാണ്. വന്നെന്ന് കിട്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ചെറിയൊരു കൊച്ചു വീട് 2 നിലയിൽ പണിതു. അപ്പോൾ ഇവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പുനരധിവാസം ഉറപ്പാക്കണം. ഇതാണ് എനിക്ക് വേണ്ടത്. ഇവിടെ ഇഷ്ടംപോലെ ഭൂമിയുണ്ട് സാർ, വൻകിട ആളുകളടുത്ത്. അതെടുത്ത് ഈ എല്ലാവർക്കും കൂടി ഒരു ടൗൺഷിപ്പ് അടിപൊളിയായി കൊടുക്കണം. അത് തന്നെയാണ് ഇവരുടെ ആവശ്യം. നിങ്ങൾ കണ്ടില്ല വേലിപ്പാലം കളക്കാണ്ടാക്കിയ വേലി. ഇപ്പൊ പുഴ ഏകദേശം നമ്മളെ റോഡും പുഴയും കൂടി ഒരേ മാതിരി കിടക്കുന്നത്. ഇപ്പോൾ ഒരു ശക്തമായ ഒരു മഴ പെയ്തിട്ടാണെങ്കിൽ ആ വെള്ളം നേരെ കയറി ടൗണിലേക്കാണ് കയറുക. ടൗണിൽ കയറി പോരും. ഇപ്പോൾ എല്ലാവരും ഉണ്ട്, JCB ഉണ്ട്, ആൾക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും പോകും. പക്ഷെ ഈ തെരച്ചിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരെല്ലാവരും അവിടെ പോകും. പിന്നെ ഞങ്ങളവിടെ ഒറ്റപ്പെടും. നിങ്ങൾ ഇനിയിപ്പോ അവിടെ ആകെയുള്ളത് 30 വീടല്ലേ? നിങ്ങൾ നിലവിളിച്ചാൽ പോലും ആരും ഇല്ല, കേൾക്കാനില്ല. ഈ റോഡിന്റെ വിഷയത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമരം ചെയ്ത ആൾക്കാരെ ഞങ്ങൾ ഇപ്പോൾ യാത്രാ സൗകര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇപ്പം സാറോ കണ്ടിട്ടുണ്ടാവും ആ റോഡിന്റെ അവസ്ഥ എന്താ വെച്ചാൽ. ഇപ്പോൾ 2018 ഈ റോഡ് പിന്നെ പാസ്സായതാണ്. അത് 2019 ദുരന്തത്തോട് കൂടിയിട്ട് ആ റോഡ് എല്ലാം പോയി. അതിന്റെ ഫണ്ട് ലാപ്സായി. ഇപ്പം വീണ്ടും ഊരാളുകൾ കമ്പനി എടുത്ത് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ ഈ ഇത് വന്നിട്ടുള്ളത്. ഇത് വീണ്ടും വടിയിൽ പോവും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ശരിയാവും ചേട്ടാ. നമുക്ക് സർക്കാരിന് മുമ്പിൽ ഈ പ്രോജക്റ്റ് വയ്ക്കാം. നിങ്ങൾ പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം അഞ്ചോ, ഇവർ പറഞ്ഞൊരു കാര്യം, നമ്മളിപ്പോൾ പറഞ്ഞ പ്രോജക്റ്റിനകത്ത് വീട് പോയവരുണ്ട്, പക്ഷേ അവിടെ അവശേഷിച്ച് പോയ കുറച്ച് പേരുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഈ അങ്ങോട്ട് പോകാൻ ഒരാളും തയ്യാറല്ല. നമ്മൾ ഈ ക്യാമ്പിൽ പോയി സംസാരിക്കുമ്പോൾ എന്താണ്, ഒരാളും അങ്ങോട്ട് പോകാൻ തയ്യാറല്ല. പക്ഷേ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാനുള്ള സമയം നിർബന്ധമായിട്ടും വേണമല്ലോ. അതിന് ആ സമയത്തിനനുസരിച്ച് എന്തായാലും ഗവൺമെൻറ് ഒരു പാക്കേജ് പ്രഖ്യാപിക്കാതിരിക്കില്ല. കാരണം അവർ എന്തായാലും ഇത്രയും നാൾ ഇനി 5-8 മാസം ഈ പറഞ്ഞ ക്യാമ്പിൽ നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അതിനെന്തായാലും ഒരു പാക്കേജ് പ്രഖ്യാപിക്കും. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ 2019 പോലെയുമല്ല, ഇവിടെയൊക്കെ ഇനി വാടകയ്ക്ക് വീടുകൾ കിട്ടാനില്ല. കാര്യം പല വീടുകളും ഹോം സ്റ്റേകൾ. അതിലെന്തായിരുന്നു കാര്യം, നമ്മൾ ഒരു 5 വർഷം മുന്നേ 3000 രൂപയ്ക്ക് വയനാട്ടിൽ വീട് കിട്ടുമായിരുന്നു. ഇന്ന്
3000-നും 10,000-നും വീട് കിട്ടില്ല. കാരണം ഇവിടെ ഹോം സ്റ്റേയും വീടുകളും ഉള്ളതുകൊണ്ട് ഓരോ ദിവസം അവർ റെൻറ്റിന് കൊടുത്താൽ 15,000 20,000 കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് എവിടെ നിന്നാണ് ഈ 3,000 റെൻറ്റ് കിട്ടുക, റെൻറ്റിന് വാടകയ്ക്ക് വീട് കിട്ടുക? പ്രാക്ടിക്കലല്ല. ഞാൻ പറയുന്നത് ഇനി ഒരു പ്രൊജക്റ്റ് ഈ പറയുന്ന ദുരിതം അനുഭവിക്കുന്നവർക്ക് തയ്യാറാക്കുമ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഈ 3,000-ന് വീട് കിട്ടുകയാണെങ്കിൽ 3,000-ന് സർക്കാർ തന്നെ വേണമെങ്കിൽ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുക്കാമല്ലോ. സർക്കാരിന് തന്നെ വീട് ഇവർ പ്രപ്പോസൽ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള പ്രപ്പോസലുള്ളൂ. ഞാൻ 3,000 കണ്ണടച്ച് എല്ലാ അക്കൗണ്ടിൽ കൂടെ 3,000 തരാം, നിങ്ങൾ എവിടെയും താമസിച്ചോളാൻ പറഞ്ഞല്ലോ, 5,000 കൊടുത്താൽ താമസിച്ചോളാൻ പറഞ്ഞാൽ വയനാട്ടിൽ അങ്ങനെ വീട് കിട്ടാനില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ ദുരിതത്തിൽ വന്ന 500 വീട്ടുകാരുണ്ടാവുമല്ലോ, അവർക്കെങ്കിലും എത്രയും പെട്ടെന്ന് അതിനനുസരിച്ച് വാടകയ്ക്ക് വീട് എടുത്ത് താമസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പാക്കേജ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് നമ്മളെ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്താ സംഘത്തിൽപ്പെട്ട എല്ലാവരും എത്തിയിട്ടില്ല. പലരും ഇപ്പോൾ സംസ്കാര ചടങ്ങൊക്കെ നടക്കുന്നുണ്ട്. TV പ്രസാദ് ഉണ്ട്, ദീപക് ഉണ്ട്. ദീപക്കാണ് ഈ സ്ഥലത്ത് ആദ്യം അവിടെ എത്തുന്നത്. എന്ന് ചേട്ടാ ഒന്ന് പറയാൻ വന്നോ? പിന്നെ ഇതിലിപ്പം മെയിനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവാസികളുണ്ടാവും, അവർ കഷ്ടപ്പെട്ടിട്ട് വീടെടുത്ത് പിന്നെ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുന്നവരുണ്ട്. അവർ ലോൺ അടക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് പേര്. നമ്മൾ നേരത്തെ പറഞ്ഞു അവരുടെ ലോൺ ബാധ്യത സർക്കാർ അത് അവർക്ക് ധനമന്ത്രി ഇന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, ധനമന്ത്രി ഇത് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലോണ് ഇല്ലാതാക്കി കൊടുക്കാം. അത് പോയ വീടിന് എന്തായാലും ഇല്ല, അല്ലെങ്കിൽ ഭാഗികമായി ഇല്ലാതായ വീടിന് എന്തായാലും ലോൺ കൊടുക്കേണ്ടി വരും. നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ നമുക്കത് ആവശ്യപ്പെടാം. ദീപക് ഇവിടെ വരുന്ന സമയത്ത് ദീപക് കണ്ട കാഴ്ചകളൊക്കെ പലതവണ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ആ ചൂരൽമലയിൽ അവശേഷിക്കുന്നത് 30 വീടുകളാണ്. ഇനിയിപ്പോൾ അടുത്തൊരു വെള്ളപ്പൊക്കം വന്നാലും ഇവർ വിളിച്ചാൽ പോലും കേൾക്കാൻ ആൾക്കാരെടുത്തില്ല, അല്ലേ ദീപക്? ആ ഒരു അവസ്ഥയായിരുന്നു. അതെ സാർ, നമ്മൾ രാത്രി ഒരു 1:45 ആദ്യം ഒരു കോൾ വരുന്നത്. അപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചപ്പോൾ ഓൾറെഡി ഫയർഫോഴ്സ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ അവിടുന്ന് ഇവിടെ എത്തി പ്രജീഷിനെയാണ് ആദ്യം ബന്ധപ്പെടുന്നത്. അപ്പോൾ പ്രജീഷ് പറഞ്ഞതുപോലെ ഞങ്ങൾ റെസ്ക്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി പരമാവധി ഫയർഫോഴ്സിനെ വിളിച്ചു. അങ്ങനെ മാനന്തവാടിയുള്ള ഫയർഫോഴ്സ് യൂണിറ്റിനെയും കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ഞങ്ങൾ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് ചൂരൽമല ടൗൺ എന്ന് പറയുന്ന സ്ഥലം എത്തിയില്ലാന്നാണ് നമുക്ക് തോന്നുന്നത്. മുഴുവൻ ചെളി, ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മളവിടെ സ്ഥിരമായിട്ട് ആ വഴിയൊക്കെ പോകുമ്പോൾ ചായ കുടിക്കുന്നൊരു കടയുണ്ട്, ആ കടകളൊന്നും കാണുന്നില്ല. പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞ് ഒരു 5:30 വെളിച്ചം വന്നപ്പോഴാണ് ഈ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ പ്രതീക്ഷ അന്വേഷിക്കുന്നുണ്ട്. പ്രതീക്ഷ എവിടെയെങ്കിലും അല്ല എവിടെയെങ്കിലും ഉണ്ടാവുന്ന നമ്മൾ പ്രതീക്ഷ. കാരണം പ്രതീക്ഷ അത്രയ്ക്ക് ആ നാടിന് വളരെ പ്രിയപ്പെട്ടവണ്. എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മളൊക്കെ എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന ഒരാളായിരുന്നു. പിന്നീട് നമ്മളവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയാനകമായ കാഴ്ച. പിന്നീട് അത് നമ്മൾ ലൈവായിട്ട് അത് കാണിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ആ ഉരുൾപൊട്ടൽ നടന്ന വെള്ളാർമല സ്കൂളിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയപ്പോഴാണ് മൃതശരീരങ്ങളുടെ ഭാഗങ്ങളൊക്കെ കാണുന്നു. അവിടുന്ന് മുകളിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഗ്രാമമില്ല, ആ റോഡില്ല. നമ്മൾ ആദ്യം വിചാരിച്ചത് മറ്റു മാധ്യമ പ്രവർത്തകർ മുൻപിൽ പോയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സ്പീഡ് എടുത്ത് പോയപ്പോൾ അവരോട് എത്തിയിട്ടില്ല. പക്ഷേ അവർ നാടിനെ മൊത്തം തുടച്ച് നീക്കിയതാണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അവിടെ പ്രത്യേകിച്ച് മദ്രസ അവിടെ ചെല്ലുമ്പോൾ ദീപകിൻ്റെ കാര്യം പറഞ്ഞാലേ, ദീപക് രാത്രി 1:30 ഫയർഫോഴ്സിൻ്റെ കൂടെ വന്ന ആളാണ്. അതെ, എന്ത് ഫയർഫോഴ്സിനെ പറഞ്ഞു? ആദ്യം 12 പേരടങ്ങുന്ന ഫയർഫോഴ്സും 2 റവന്യൂ ഉദ്യോഗസ്ഥർ, 3 പോലീസും ദീപക്കുമാണ്. മറ്റൊരാളും ചെയ്യാത്ത, ഒരു മാധ്യമപ്രവർത്തകനും ചെയ്യാത്ത ദീപക് ചെയ്തിട്ടുണ്ട്. അതായത് ദീപക് ചിലരെ രക്ഷിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ ദീപക് എൻ്റെ അടുത്ത് പറയാ തളർത്തറച്ച മൃതദേഹം. അതായത് ആ സമയത്ത് സിദ്ദിഖ് MLA ഡ്രൈവർ ഉണ്ട്, ആളും നമ്മുടെ കൂടെ റെസ്ക്യൂനുണ്ടായിരുന്നു. MLA വേറൊരു വഴിക്ക് പോയി. ആൾ തന്നെ ഒരു 5 മൃതദേഹങ്ങൾ അവിടെ നിന്ന് എടുത്തു. പിന്നെ എനിക്കിത് എടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പതറിപ്പോയി കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ. എന്നാലും നമ്മൾ കുറേ കൂടി പിന്നെ നമ്മൾ പതുക്കെ വാങ്ങി. പിന്നെ ആ സമയത്ത് നമ്മൾ ക്യാമറ എടുത്തില്ല. നമ്മൾ 1 മണി തുടങ്ങിയിട്ട് 6 മണി വരെ ദീപക് ക്യാമറ തൊട്ടിട്ടില്ല കേട്ടോ. നമ്മൾ 6 മണിക്കാണ് 6 മണിക്ക് ശേഷമാണ് പിന്നീട് നമ്മൾ അവിടെ നിന്ന് എടുത്തെടുത്ത് പോകുന്നത്. അത്രമേൽ ഭീകരമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. നമ്മുടെ ഇനി ഒരു ദിവസങ്ങളിൽ നമുക്കിതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ പോകുമ്പോൾ മാധ്യമപ്രവർത്തകനുള്ള എക്സ്പീരിയൻസ് അല്ല ദീപക്. അതെ, ശരിയാണ്. പ്രത്യേകിച്ച് ഒരു ക്യാമറ കൈകൊണ്ട് പിടിക്കണോ, മൈക്ക് പിടിക്കണോ, മൃതശരീരം പിടിക്കണമോ എന്നറിയാതെ നടക്കുന്നതിൻ്റെ ഇടയിൽ, കാലിൻ്റെ ഇടയിൽ പോലും മൃതദേഹങ്ങൾ കണ്ട്. അപ്പോൾ ദീപക് ആ എക്സ്പീരിയൻസ്, അത് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ വന്നപ്പോൾ എനിക്ക് എന്നോടൊന്ന് സംസാരിക്കുന്നത് ബോഡി പാർട്സ് അടക്കം. അതായത് നമ്മൾ ആ വെള്ളാർമല സ്കൂളിൻ്റെ അവിടെ കുറേ മരങ്ങളൊക്കെ ബ്ലോക്കായി. ആ മരത്തിന് മുകളിലൂടെ കയറി പോകുമ്പോൾ ആദ്യം ഒരു മാനിൻ്റെ ജടാണ് കാണുന്നത്. പിന്നെ അങ്ങോട്ട് കയറി പോകുമ്പം ഒരു കാലിൻ്റെ ഭാഗം കൊണ്ട് ഒരു മനുഷ്യൻ്റെ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിറങ്ങലിച്ച ആ സമയം. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടി ആ മരം മുറിച്ച് മാറ്റി. അവിടെ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ ആദ്യം കാണുന്ന ദൃശ്യം എന്ന് പറഞ്ഞാൽ 2 നില വീടുകൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. 2 or 3 വീടുകൾ. അതിൻ്റെ മുകളിലൊക്കെ ആളുകളുണ്ടായിരുന്നു. ആദ്യത്തെ പൊട്ടിയ സമയത്ത് കയറി നിന്ന ആളുകളൊക്കെ രണ്ടാമത് അവിടുന്ന് പോയി. അപ്പോൾ നമ്മൾ ആകെ ഭയാനകമായൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ അവിടുന്ന് ആളുകളുടെ കൂടെ നമ്മളങ്ങ് കൂടി. കാരണം വയനാട്ടുകാരാണ്. തലേദിവസം വൈകിട്ട് ഒരു 5 മണി മുതൽ രാത്രി 1:30 വരെ തുടർച്ചയായ മഴയാണ്. അപ്പം നമുക്കുള്ളിലൊരു പേടിയുണ്ട്, എന്തെങ്കിലും സംഭവിക്കുമോ. ബാണാസുര ഡാം പിറ്റേ ദിവസം തുറക്കും. അതിന് തലേദിവസം പുഞ്ചിരിമട്ടത്തുള്ള ആളുകളെ, മുകളിലുള്ള ആളുകളെ മാറ്റി ചൂരൽമല പുഴയിൽ വെള്ളം കയറി എന്നൊക്കെ നമുക്ക് വിവരം കിട്ടുന്നുണ്ട്. നമ്മളനുസരിച്ച് നീങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ആയിരിക്കും. എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയ്ക്ക് ശരിക്കും നമ്മൾ ഭീകരമാണ്. പുഞ്ചിരിമട്ടത്ത് പോകുമ്പോഴും നമ്മൾ കണ്ടത് അത്രയും
ഭീകരമായ ഒരു കാഴ്ചയല്ലേ? ഈ സ്ഥലം മുഴുവൻ സ്ട്രെച്ചിൽ TV പ്രസാദ് പോയി. എത്ര തവണ കയറി ഇറങ്ങി മുകളിൽ? രാവിലെ വിവരം അറിഞ്ഞ ഉടനെ തന്നെ തിരുവനന്തപുരത്ത് വണ്ടി എടുത്ത് വിട്ടതാണ്. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ വിഷ്വൽ കാണുന്നുണ്ടല്ലോ, ആ വിഷ്വൽ കണ്ടതും ഇവിടെ എത്തിയിട്ട് നമ്മൾ നേരിട്ട് കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ എത്ര ശ്രമിച്ചാലും ആ നേരിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്കൊരിക്കലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അരുണ് പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും മുകളിലേക്ക് പോയതും ഏറ്റവും ആദ്യം തകർന്ന വീട് നമ്മൾ കാണിക്കുന്നതൊക്കെ ഇതുകൊണ്ടാണ്. അത്ഭുതകരമായ കാര്യം, TV പ്രസാദ് അന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് തുടങ്ങിയ സ്ഥലത്തുള്ള ആദ്യത്തെ വീടിന് കാര്യമായ ഒരു നാശം ഒന്നും സംഭവിച്ചില്ല. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടുന്ന് വീതി കുറവാണല്ലോ, അവിടുന്ന് തുടങ്ങി ഇങ്ങനെ വീതി കൂടി കൂടി വരുമ്പോഴാണ് ഇത് വിഴുങ്ങി 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 ഇങ്ങനെ പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഫ്രെയിമിൽ കാണുന്നതും യഥാർത്ഥത്തിൽ അവിടെ കണ്ണൂർ അരുൺ സാറിന് ഇന്നത് ഫീൽ ചെയ്തതല്ലേ, സ്റ്റുഡിയോയിലുള്ളതല്ലല്ലോ ഇത്. അപ്പം നേരിട്ട് കാണുന്ന സാധനം നമുക്ക് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ എല്ലാ സ്ഥലത്തേക്കും കയറി പോകുന്നത് തന്നെ. പക്ഷേ അരുൺ, നമുക്കിപ്പം അവിടെയുള്ളവർ, ഇപ്പം രവിയേട്ടനെ പോലെയുള്ള മനുഷ്യരൊക്കെ അവിടുത്തെ കാര്യം നമ്മളോട് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെയായിരുന്നു. പക്ഷേ പിന്നെ അതും ഇതുമായിട്ട് നമുക്ക് സങ്കല്പിക്കാനേ പറ്റുന്നില്ല. ഇന്ന് ഞാനും അരുണൊക്കെ അവിടെ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയി നിൽക്കുമ്പോൾ അവിടുത്തെ അബ്ദുൽ ഷുക്കൂറോട് നമ്മളോട് എന്താ പറഞ്ഞത്, ഇവിടെ എല്ലാം വീടുണ്ടായിരുന്നു, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. അപ്പോൾ മാത്രമല്ല ഇന്ന് അലവി പറഞ്ഞു കണ്ടില്ലേ, നമ്മൾ നിന്നതൊരു സുബ്രഹ്മണ്യൻ്റെ വീട്ടിലാണ്. അതെ, അതിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോയതിൽ 95% ആളുകളും നടന്നത് ഉറപ്പായിട്ടും മനുഷ്യ ശരീരത്തിൻ്റെ മുകളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ വീടുകളുടെ മുകളിലൂടെ ആയിരിക്കും. ഈ ഒരു ഭീകരത നമ്മൾ ഇനി എത്ര വിചാരിച്ചു കഴിഞ്ഞാലും നേരിട്ട് കാണിക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് ഈ വിഷയിലൂടെ ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ ചൂരൽമല കഴിഞ്ഞ് വില്ലേജ് ഓഫീസിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ എത്തി. അപ്പോൾ അവിടെ ഈ സർക്കാർ സംവിധാനങ്ങളൊന്നുമില്ല. അവിടെ ഉള്ളത് അവിടെ പുൽപ്പള്ളിയിലെ കുറച്ച് ഓഫ് റോഡേഴ്സ്, അതുപോലെ തന്നെ കർമ്മ, പിന്നെ മറ്റ് കുറേ ഒരുപാട് രക്ഷാദൗത്യത്തിന് എത്തിയ ആളുകളാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ അന്ന് സാറ് ഡെസ്ക് തന്നെ വിളിക്കുമ്പോൾ നമ്മളൊരു വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ തൊട്ട് ആദ്യം ഒരു മൃതദേഹം അവിടെ നിന്ന് കിട്ടുന്ന ഒരു വീടിൻ്റെ മുമ്പിലാണ്. അതായത് പ്രാണരക്ഷാർത്ഥം ചെളിയൊക്കെ വന്ന് അടിച്ചു കയറി ഓടി ഇറങ്ങിയ സമയത്ത് സ്റ്റക്കായി പോയതല്ല നമുക്ക് തോന്നിയത്. പിന്നീട് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഓരോരോ മൃതദേഹങ്ങളും കിട്ടുന്നുണ്ട്. 23 എണ്ണം ഒരു ദിവസം കിട്ടി, പിറ്റേ ദിവസം 8 എണ്ണം കിട്ടുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ അവിടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, ഇവിടെ എവിടെയൊക്കെയോ പ്രസാദം പറഞ്ഞ പോലെ മൃതദേഹങ്ങൾക്ക് അടുത്ത എവിടെയോ അല്ലെങ്കിൽ അതിന് മുകളിൽ നമ്മൾ നിൽക്കുന്ന ഒരു ഭയാനകമായ ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഭീകരമായ അവസ്ഥയാണ്. കല്യാണത്തിൻ്റെ ചെയ്തൊരു റിപ്പോർട്ട് ആളുകൾ ഒരുപാട് ഏറ്റെടുത്തു. ഈ പശുവിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, പശു ഇപ്പോൾ സേഫായിട്ടിരിപ്പുണ്ട്. കല്യാണം മുകളിലോട്ട് കയറി പോകുമ്പോഴേ ശരിക്കും ഷിരൂരിൽ നിന്ന് വന്ന് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയല്ലേ? അതായത് സാറേ, ഞാൻ രാവിലെ ഒരു 6 മണിയോടുകൂടിയാണ് രഞ്ജിത്താടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഷിരൂരിൽ നിന്ന് വന്ന ക്ഷീണത്തിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ രഞ്ജിത്താടൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ വണ്ടി എടുത്ത് നമ്മൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ എത്തുന്നത് മേപ്പാടിയിലാണ്. അപ്പോൾ മേപ്പാടിയിൽ എത്തുമ്പോൾ തന്നെ ഒരു 1000കണക്കിന് ജനങ്ങൾ ഇവിടെ മേഖലയിലുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ സൈഡാക്കി നേരെ എന്നോട് ഇവിടെ ഹെൽത്ത് സെൻ്ററിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ജീവിതത്തിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ എന്നുവെച്ചാൽ എന്നെയൊക്കെ താലോലിച്ച ഒരു മനുഷ്യനായിരുന്നു അയാൾ. അപ്പോൾ അവർ മരിച്ചു കിടക്കുന്ന ആ സമയത്ത് അനുഭവിച്ചൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അന്ന് അനുഭവിച്ചത്. കാരണം എന്താ വെച്ചാൽ 1 or 2 മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരങ്ങളോ ഒന്നും തന്നെയല്ല. എന്നുവെച്ചാൽ ആരെയും തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല. ഈ സംഭവം കഴിഞ്ഞ ഉടനെ കിട്ടിയ മൃതദേഹങ്ങളെല്ലാം ഇവിടത്തേക്ക് എത്തുന്നു, തുണി പുതച്ച് ആകെ ഞാൻ അറിയാതെ, ഞാൻ ഒരു ബോധപൂർവമല്ല, പക്ഷേ അങ്ങനെയാണ് അവസ്ഥ എന്നുള്ള അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ അങ്ങോട്ട് കയറില്ലായിരുന്നു. ഇങ്ങനെ മൃതദേഹങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ആരുടെയും മുഖങ്ങളൊന്നും ശരിയായി വ്യക്തമാവാത്തൊരവസ്ഥ, എല്ലാം വികൃതമായിരിക്കുന്ന അവസ്ഥ. ആകെ 1 or 2 ബോഡികൾ മാത്രമേ ഞാൻ നേരിട്ട് നോക്കിയിട്ടുള്ളൂ. ബാക്കി ബോഡികൾ എനിക്ക് നേരിട്ട് കാണാൻ പോലും തോന്നിയിട്ടില്ല. അപ്പം തന്നെ എനിക്ക് ആകെ എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് മാറി നിൽക്കുകയത്. പിന്നീട് അങ്ങോട്ടേക്ക് പോകാനേ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നീട് ഞാൻ പോകുന്നത് ഓരോ മൃതദേഹങ്ങളും കണക്കെടുക്കാൻ വേണ്ടി മാത്രം അവിടത്തേക്ക് പോകുന്നു. അവിടെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം ബന്ധുക്കൾ വന്നിട്ട് ഓരോ മൃതദേഹത്തിൻ്റെ ഇടയിൽ ഓരോ ബോഡി വന്ന് ഇറങ്ങുമ്പോഴും ചാടി എല്ലാവരും കൂടി പോവാണ്. കാരണം 1000കണക്കിന് ആളുടെ ബന്ധുക്കൾ ഇങ്ങനെ വല്ലാത്ത കാഴ്ചയല്ലേ എൻ്റെ സാർ. അത് നമുക്കത് എങ്ങനെയത് പറയേണ്ടതെന്ന് അറിയില്ല. ഭീകരമായിരുന്നു. അതായത് മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി ഓടിപ്പോവാണ്. ഇത് എൻ്റെ ആണാണോ, എൻ്റെ ഭാര്യ? അത് ഒരാളല്ല സാറേ. അതായത് ഒരു ബോഡി വരുമ്പോഴേ ഈ പറയുന്ന 10-500-ലധികം ആൾക്കാരുടെ ബന്ധുക്കൾ ഇവിടെ നിൽക്കുകയാണ്. ഈ ആശുപത്രിയുടെ ഈ വരാന്തയിലും ഈ പരിസരത്തൊക്കെ നിൽക്കുക 1000കണക്കിന് ആൾക്കാരുണ്ട്. അവരെല്ലാം ഒരു ബോഡി വരുമ്പോൾ അതെൻ്റെ വേണ്ടപ്പെട്ടവരാണോ എന്നറിയാൻ വേണ്ടി ആ ഒരു ബോഡിക്കടുത്തേക്ക് ഓടിപ്പോവാണ്. അവിടെ ഭയങ്കര അതിൽ കുറേ ആൾക്കാർ അവരെ ബോഡി തിരിച്ചറിയാൻ പറ്റാതെ കരയുന്നു, കുറേ ആൾക്കാർ നിലവിളിക്കുന്നു, കുറേ ആൾക്കാർ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നുള്ളത് നമുക്കൊന്നും ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരു കാരണവശാലും വാക്കുകൾ കൊണ്ട് പറയാൻ വേണ്ടി കഴിയില്ല. അത്രമാത്രം ഭീകരമായ, നമ്മളൊക്കെ എന്താ പറയുക, ജീവിതം
ജീവിതത്തിൽ ഇതുവരെ എനിക്ക് അത്ര 27 വയസ്സായിട്ടുള്ളൂ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഇങ്ങനെയൊരു സിറ്റുവേഷൻ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി ഒരുപാട് മരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് മരണങ്ങൾ പലപ്പോഴും നാട്ടിലൊക്കെ എൻ്റെ ആത്മഹത്യ ചെയ്തവരൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് എൻ്റെ അനുഭവത്തിൽ പറയുന്നത് തൂങ്ങി മരിച്ചവരൊക്കെ ഞാൻ ഇങ്ങനെ കയറൊക്കെ നമ്മൾ വേർപെടുത്തിക്കോളും. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു വല്ലാത്തൊരു വിറങ്ങലിപ്പും ഒരു മരവിപ്പും എന്താണ് ചെയ്യേണ്ടത് നമ്മളെ മൈൻഡിൽ ഒന്നുമില്ല സാറേ. അതായത് ഫുൾ ബ്ലാങ്കായി അർജുൻ കല്യാടും ദീപക്കും ദിലീപും ഒക്കെ ഇപ്പോൾ പറഞ്ഞു, ടി വി പ്രസാദും ഒക്കെ പറഞ്ഞതുപോലെ ഇത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരുടെ ഒരു മാനസികാവസ്ഥ പ്രേക്ഷകരെന്ന് ആലോചിക്കണം. ഞങ്ങൾ ഡെസ്കിലിരുന്നത് 17 മണിക്കൂറോളം ഞാൻ ഈ വാർത്ത വായിക്കുമ്പോൾ ഒരേ താളത്തിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നൊരു മാനസികാവസ്ഥയുണ്ട്. ഞാൻ വിചാരിച്ചത് അവിടെ ഇരുന്ന് പറയുമ്പോൾ എനിക്കായിരിക്കും ഇത്രയും വലിയ വിഷമമുള്ളത്, അല്ലെങ്കിൽ ഡെസ്കിലിരുന്ന് കേൾക്കുന്ന നമ്മുടെ മാധ്യമപ്രവർത്തകർക്കായിരിക്കും ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ ഈ ഫീൽഡിൽ ഇത് നേരിട്ട് കാണുന്ന ഇവരെ പോലുള്ള മനുഷ്യരുടെ ഒരു മാനസികാവസ്ഥ ആ ഘട്ടത്തിൽ നമുക്ക് ഊഹിക്കാനേ കഴിഞ്ഞില്ല. മണിക്കൂർ ഒന്നിച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് 17 മണിക്കൂർ നമ്മളൊരു വാർത്ത വായിക്കേണ്ടി വരിക. അതും വാർത്ത വായിക്കുന്ന ഓരോ വാർത്തയും ഓരോ ബോഡി കിട്ടി, 2 ബോഡി കിട്ടി, 3 പേര് മരിച്ചു. പിന്നെ വിളിക്കുന്ന വിളികളെല്ലാം നൂറുദീനെ പോലുള്ള വിളികളാണ്. അച്ഛനെ കണ്ടോ അമ്മയെ കണ്ടോ എന്നുള്ള വിളികളാണ് വരുന്നത്. അതായത് ഒട്ടും മനസ്സ് റിലാക്സ്ഡ് അല്ലാതെ പോയ ദിവസങ്ങൾ. ഇപ്പോൾ അർജുൻ കല്യാട് വരുന്നത് ശിരൂരിന്നാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന അടുത്ത ഇതിലേക്ക് കാണുന്ന ബോഡിയുടെ കുമ്പാരത്തിലേക്ക്. അതേപോലെ ദീപക് എനിക്ക് തോന്നുന്നു ഇതേപോലെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ദീപകിൻ്റെ കരിയറിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടേ ഇല്ല, അല്ലേ? ഇങ്ങനൊരു അവസ്ഥയേ ഉണ്ടായിട്ടില്ല. ഇല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റുകൾ വരുമ്പോൾ മരണങ്ങളുണ്ടായ കണ്ടിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ആളുകളുടെ ബോഡികൾ ഒരേ സ്ഥലത്ത് കിടത്തിയത് കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്രമേൽ ഭീതിതമായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അൻസാർ പറഞ്ഞ പോലെ ശിരൂരിൽ നിന്ന് വരുമ്പോൾ ഈ ആളുകൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സമ്മർദ്ദമുണ്ട്. അർജുനെ കിട്ടുമോ? ആ ചോദ്യത്തിന് ഇങ്ങനെ നിരന്തരം നമ്മൾ ചോദ്യങ്ങൾ അവിടുത്തെ അധികൃതരോട് ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കാര്യമായിട്ട് എടുക്കാൻ കഴിയാതെയാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയുന്ന വാക്കുകളുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്നലെയാണ് ഞാനതിൽ തകർന്നു പോയൊരു സാഹചര്യമുണ്ട്. ഇപ്പം നമ്മൾ അല്പം മുൻപ് ഹനൂഫുമായിട്ട് സാറ് സംസാരിച്ചത്. ഹനൂഫിനോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ എല്ലാവർക്കും ചായ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഹനൂഫ് അവിടെ റോഡരികിൽ നിന്നിട്ട് ചായ കൊടുക്കുക എല്ലാവർക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ കൂട്ടുകാരികളെ തിരയുന്നവർക്ക് ഞാൻ ഒരു വെള്ളം കൊടുക്കുക എന്നല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു. അതായത് ആ കുഞ്ഞു മോളുടെ മനസ്സിൽ വന്നാന്ന് ആലോചിക്കണം. എൻ്റെ വീട്ടിലുമുണ്ട് കുഞ്ഞുമക്കൾ. അപ്പോൾ അവർക്കായിരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതെങ്കിലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കാണുന്ന കാഴ്ചകൾ ഓരോന്നും നമ്മളവിടെ ഇറങ്ങി നടക്കുമ്പോൾ അവിടെ വന്ന് ഈ പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ കടന്നിട്ട് വേണമല്ലോ അകത്തേക്ക് എത്താൻ. ഇപ്പം ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട് പോലീസ്. അപ്പോൾ അവിടെ വന്നിട്ട് സ്വന്തം വീടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മുറവിളി കിട്ടുന്ന മനുഷ്യരുണ്ട്. ആധാർ കാർഡ് ചിലരുടെയൊക്കെ പോക്കറ്റിലുണ്ട്, അത് കാണിച്ചിട്ട് ഒന്ന് കയറിക്കോട്ടേന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കടത്തിവിടാൻ പ്രയാസപ്പെടുന്നത്. അപ്പോൾ അവർ കരഞ്ഞു പറയുന്നുണ്ട്, അവരുടെ സ്വന്തം ഇടമായിരുന്നു, അവർ ഇന്നലെ വരെ വിരാജിച്ച ഇടാ, അവിടേക്ക് ഇന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനത്തെയൊക്കെ നിരവധിയായ കാഴ്ചകൾ കാണുമ്പോൾ ശിരൂരിൽ ദീപക് നേരിട്ട ചോദ്യം അർജുനെ കിട്ടിയോ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഡെഡ് ബോഡി കിട്ടിയോ എന്നുള്ളതാണ്, അല്ലേ? പലർക്കും പ്രതീക്ഷ അറ്റിട്ടുണ്ട് പൂർണ്ണമായിട്ടും. പക്ഷേ അപ്പോഴും അവരെ ഈ അർജുൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അവശേഷിക്കുന്നവർക്ക് അവരുടെ ഏതെങ്കിലും തരത്തിൽ അവരെ ഒന്ന് ടച്ച് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത്. രഞ്ജിത്ത് ഈ ക്യാമ്പുകളിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ എനിക്കൊന്ന് അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ആദ്യം പോകുമ്പോൾ വെള്ളരിമലയിലേക്ക് പോകുമ്പോൾ ഒരു അപകടകരമായ യാത്രയായിരുന്നു നടത്തിയത്. ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഭയന്നു. അല്ലെങ്കിൽ വെള്ളം പോകുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിലാണ്, പിന്നീട് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ തിരിച്ച് പോയി സാറ് ആ വിഷയം കണ്ടുണ്ടാവും. നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങരുത്. കാരണം അപ്പുറം നിന്നിട്ട് ഒരു കാര്യമില്ല. ഉരുൾപൊട്ടിയുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തായാലും നമ്മൾ വിളിച്ചു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പുഴ ഇങ്ങോട്ട് കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോകുമ്പോൾ ഒരു കയറുണ്ടായിരുന്നു, അങ്ങോട്ട് വരുമ്പോൾ ആ കയറില്ല. പിന്നീട് നമ്മളിങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് ഒരാൾ കയറിയിട്ട് വന്നിട്ടാണ് പോരുന്നത്. വിഎസ്ജിത്തിന്റെ മീഡിയ കരിയറിലെ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇനിയിപ്പോൾ തെരച്ചിലുകളെല്ലാം അവസാനിച്ചു, നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കും തെരച്ചിലുകളെല്ലാം ഇല്ലാണ്ടാവും. 1, 2, 3 JCBകൾ ഇനി പേരിന് വേണ്ടി മാത്രം ഓടും. ഇനി കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടുമാണ്. ഇനി പിന്നെ പുനരധിവാസത്തിൻ്റെ ചർച്ചയിലേക്ക് ഇന്ന് മുതൽ നമ്മൾ കടന്നു കഴിഞ്ഞു. ഇത് ഒരു എങ്ങനെയത് ഓർക്കുന്നത്? ഞാൻ 2 സ്ഥലത്തും പോയിട്ടുണ്ട്. അതായത് ക്യാമ്പിലും കുറച്ച് ദിവസം നിന്നു, നമ്മളെ ദുരന്ത സ്ഥലത്തും പോയിട്ടുണ്ട്. ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി, ദുരന്ത സ്ഥലത്ത് പോയി അവിടെ ഉരുണ്ടുകൂടിയ കല്ലുകളോ കെട്ടിടങ്ങളോ ഒന്നുമല്ല, ഈ ആളുകളുടെ മനസ്സിലാണ് ഇതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയുള്ളത്. അവർ കണ്ട ദൃശ്യങ്ങൾ, അവർ
അവർ കണ്ട കാഴ്ചകൾ, അവർക്ക് നഷ്ടപ്പെട്ടവരെ കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ, അതിലാണ് ശരിക്കും നമുക്ക് ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുക. ഇനിയിപ്പോൾ പുനരധിവാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് നമുക്കൊരു കെട്ടിടം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, അവർക്ക് കൃഷിസ്ഥലം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, സ്കൂൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ട വീട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. വീടെന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടമല്ലല്ലോ. അവർ അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാ വീടെന്ന്. ഹോമും ഹൗസും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. നമുക്ക് ആ വീട് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അവരിൽ ആ വീട്ടിലേക്ക് അവർ കയറി ചെല്ലുന്ന ഇനി ഒറ്റയ്ക്കായിരിക്കും. അവർ അച്ഛനെ, എൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു അമ്മ പറയുന്നുണ്ട്, ഭർത്താവും മകനും ഒലിച്ചു പോകുന്നത് കണ്ണിൻ്റെ മുമ്പ് നിന്ന് കണ്ടൊരമ്മ ആ ഭർത്താവിനെയും മകനെയും കാത്തിട്ട് വേറെ ആരുമില്ല, അവർക്ക് ബന്ധുക്കളൊക്കെ ഇവിടെ നിന്ന് ദൂരം നിന്ന് വരണം. ഞാനാണ് ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആദ്യം പോയത്. അവിടെ പോയപ്പോൾ ഒരമ്മ ഇവിടെ നിന്ന് കരയുന്നുണ്ട്. ഈ ശ്രീലേഷും ശ്രീനിവാസ് എന്നാന്ന് പറയും, എനിക്ക് തോന്നുന്നു അവരുടെ പേര്. അവർ രണ്ടുപേരും കിട്ടിയില്ല എന്നാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഒരു 6 മാസം പ്രായമുള്ളൊരു കുട്ടീനെ അവിടെ കൊണ്ടുപോയി കടത്തിയിട്ടുണ്ട്. ആ കുട്ടിയെ നോക്കാൻ വേണ്ടി 3 പേരെ ഒരുമിച്ച് വന്ന് നിൽക്കുന്നത്. കാരണം അവരുടെ 3 കുട്ടികൾ അതുപോലെ നഷ്ടപ്പെട്ട ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പുനരധിവാസം എത്ര പറഞ്ഞാലും ഏത് കൃഷിസ്ഥലം, സ്കൂള്, വീട് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഒക്കെ തിരിച്ചു കൊടുത്താലും നമുക്കൊരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ട ആളുകളെ ഈ ക്യാമ്പ് കഴിയുന്നത്. പലരും നമ്മോട് പറയുന്നുണ്ട്, ചിലരൊക്കെ പറയുന്നുണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ പറ്റില്ല എന്നുള്ളത്. ഒറ്റ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞു. അവിടെ പോകുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളിതിങ്ങനെ ക്യാമറയിൽ എടുക്കണോ, ഈ കരയുന്നതൊക്കെ നിങ്ങൾ ക്യാമറ എടുത്ത് എന്താ നിങ്ങൾക്ക് കിട്ടുന്നത് ചോദിച്ചു. അപ്പോൾ ഞാനൊരു നിമിഷം ആലോചിച്ചു, എന്തിനാണ് നമ്മളിതിങ്ങനെ ക്യാമറയിൽ എടുക്കുന്നത്? കുറേ ആൾക്കാരുടെ സങ്കടങ്ങളല്ലേ. പക്ഷേ ആ സങ്കടങ്ങൾ ക്യാമറയിൽ കണ്ട ഒരു ലോകമാണ് ഇന്ന് വയനാടിനൊപ്പം നിൽക്കുന്നത്. നമ്മളത് എടുത്തില്ലായിരുന്നെങ്കിൽ, നമ്മളത് പുറം ലോകത്ത് എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഒരുപാട് സംഘടനകൾ, ഇപ്പോൾ നമ്മളുൾപ്പെടെ നമ്മൾ 150 ഏക്കർ സ്ഥലം പ്രഖ്യാപിച്ച് ടൗൺഷിപ്പ് പ്രഖ്യാപിക്കുന്നു. അതിന് ഒരുപാട് ആൾക്കാർ ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നതും സ്വാഭാവികമായിട്ട് ഇതിൽ ഒരു ലോകത്തെത്തുമ്പോഴാണ്. ഇപ്പോൾ വിദേശത്ത് പോലും സപ്പോർട്ട് കിട്ടുന്നത് ഇത് പുറത്തെത്തുമ്പോഴാണ്. അതുകൊണ്ടൊരു അതും കൂടി മനസ്സിലാക്കണം എന്നൊരു അഭ്യർത്ഥന. മാത്രമല്ല എനിക്കൊന്ന് ഏതോ ഒരു സ്ത്രീ വന്ന് പറഞ്ഞേ പറ്റൂ, അത് എടുത്തു പറയണം. എൻ്റെ അടുത്തൊരു സ്ത്രീ വന്ന് പറഞ്ഞു, എനിക്ക് സംസാരിക്കണം. ഞാൻ സാധാരണ നോർമൽ പ്രതികരണമല്ല, എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി സംസാരിക്കുക, ചേച്ചി ഇരിക്കുക ആദ്യം. അപ്പോൾ നിങ്ങൾ റിപ്പോർട്ടറല്ലേ? റിപ്പോർട്ടറാണ്. എനിക്ക് സംസാരിക്കണം. അപ്പം ഞാൻ ആ സ്ത്രീയുടെ കൂടെ ഉള്ള ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ അവർ പറഞ്ഞു, ഇന്നലെ മുതൽ അവരത്ര നോർമലല്ല, അവരിങ്ങനെ പറയാം. അപ്പോൾ ഇന്നൊരു കൗൺസിലിംഗ് കഴിഞ്ഞു. ആ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നവർക്ക് മീഡിയയോട് സംസാരിക്കണം എന്ന്. ആ ചേച്ചി വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ മകളെ ഒരു ചളിയിൽ നിന്ന് ഇങ്ങനെ കോരിയെടുത്തിട്ട് മുഖത്ത് വെള്ളമൊഴിച്ച് ഓടുമ്പോഴാണ് തൊട്ടപ്പുറത്തെ മുറിയിൽ പ്രായമുള്ള വല്യമ്മ കിടക്കുന്നത്. വല്യമ്മയുടെ മുറി അടഞ്ഞുപോയി, അത് കുത്തി തുറന്ന് വല്യമ്മയുടെയും എടുത്ത് ഓടുമ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി 2 വീട് അപ്പുറത്തുള്ള 2 ചേട്ടന്മാർ ജീപ്പുമായിട്ട് വന്ന് അവരെ രക്ഷപ്പെടുത്തി ഓടുന്ന കഥയൊക്കെ അവർ പറഞ്ഞു. അവർ അബ്നോർമൽ ആയിട്ടാണ് പെരുമാറുന്നത്. പക്ഷേ അവർ ആ കഥ മുഴുവൻ പറയുന്നുണ്ട്, അവർക്ക് പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചില ആളുകൾ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളങ്ങനെ കണ്ണീരൊപ്പിയെടുത്ത് വിൽക്കാൻ നിൽക്കുന്നവരല്ലല്ലോ. ആ ദുരന്തമുഖത്ത് ഒരിക്കലും നമുക്ക് ലാഭക്കൊതിയില്ല. അവിടെ നമ്മൾ ദുരന്തങ്ങളുടെ കണ്ണീരൊപ്പിയെടുത്ത് ആരെങ്കിലും കാണിച്ച് നമുക്കെന്നും ലാഭം ഉണ്ടാക്കാനല്ല. ഇത് കണ്ട് കരളലിയുന്ന ആരെങ്കിലും വയനാടിനൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് കിട്ടണം എന്നുള്ള, അവർക്ക് നീതി നഷ്ടപ്പെടരുതെന്നുള്ള ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളൊക്കെ അത് എടുക്കുന്നുള്ള ഒരു കാര്യം കൂടി ഇതിനെ വിമർശിക്കുന്നവരെന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ നമ്മൾ ആദ്യം ട്രീവാലി റിസോർട്ടിൽ കുറച്ച് ആളുകൾ കുടുങ്ങിക്കിടക്കുമെന്ന് വിവരം കിട്ടി. അങ്ങനെ നമ്മൾ താഴെ ഈ മുണ്ടക്കൈ വഴി സ്കൂൾ റോഡിന് ആ വഴി കയറി മുകളിൽ എത്തുമ്പോഴാണ് നമ്മൾ ആദ്യം ഗൂഗിൾ എർത്ത് വഴിയൊക്കെയാണ് ഈ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്തത്. പിന്നീട് നമ്മൾ അവിടുന്ന് മുകളിലോട്ട് കയറി അപ്പോഴാണ് ഒരു ഇടത്ത് സൈഡിൽ ഒരാൾ ചെളിയിൽ പൂണ്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ക്യാമറ വെച്ചു. നമ്മളവിടെ കുറച്ച് ഫയർഫോഴ്സുകാരുണ്ടായിരുന്നു. അവരാദ്യം ഫയർഫോഴ്സ് ഇയാളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമ്മളങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പോയിട്ട് പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ പടവെട്ടിക്കുന്ന് വഴി കയറി കേരള പോലീസിലെ SOGയിൽ ഒരു 12 അംഗ സംഘവും ഞങ്ങളുടെ ക്യാമറാമാൻ സബിൻ ജത്തിൽ, അതുപോലെ തന്നെ ഡ്രൈവർ ഷാൻ തോമസ്, ഞങ്ങൾ 3 ആളും കൂടി ഇവരുടെ കൂടെ ഒപ്പം പോയി. ഞങ്ങൾ വഴി കാണിച്ചു തരാം, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ പടവെട്ടിക്കുന്ന് വഴി കയറി ഒരു LR റിസോർട്ടിൻ്റെ മുൻപിലൂടെ ചെറിയൊരു മലപ്പാലത്തിലൂടെയൊക്കെ കയറി ക്രോസ് ചാടിയിട്ടാണ് നമ്മൾ മുണ്ടക്കൈയുടെ ഏകദേശം ഈ സ്കൂൾ നിൽക്കുന്നതിന് എതിർവശത്ത് എത്തുന്നത്. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയ കുത്തൊഴുക്കാണ്, കടന്നു പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു കവുങ്ങിൻ്റെ ഒരു മരം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ SOGക്കാർ അപ്പുറത്ത് നിന്ന് കയറ് പിടിച്ച് തന്ന് ഞങ്ങൾ 3 ആളും കയറി. അവർ ഞങ്ങളെ സഹായിച്ചു, ക്യാമറയ്ക്ക് അപ്പുറത്തേക്കാൻ സഹായിച്ചു. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തുക, ഇവരുടെ ദൃശ്യങ്ങൾ എടുക്കുക, ഇവരെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആ മുണ്ടക്കൈ സ്കൂളിൻ്റെ ആ ഭാഗത്തുനിന്ന് മുകളിലോട്ട് കയറുമ്പോൾ ഒക്കെ ആ പാടിയുടെ അവിടെയൊക്കെ മൃതദേഹങ്ങളുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ കുറേ വിറങ്ങലിച്ചു. പിന്നെ അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ റെസ്ക്യൂ ചെയ്ത് ഒരു സ്ത്രീയെ സ്ട്രക്ചറിൽ കൊണ്ടുവരുന്നു. 2 ജീപ്പ് എത്തിയിട്ടുണ്ട്. മറ്റുള്ളവരാരും അവിടെ എത്തിയിട്ടില്ല, രക്ഷാപ്രവർത്തകർ എത്തിയിട്ടില്ല. ആദ്യം എത്തുന്നത് കേരള പോലീസിലെ SOGയിലെ മലപ്പുറം യൂണിറ്റിലെ 12 പേരാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂയിലെ കേരള പോലീസിലെ SOG മലപ്പുറം യൂണിറ്റ്. അങ്ങനെ നമ്മളവിടെ എത്തി. ആദ്യം കാണുമ്പോൾ ഈ പള്ളിക്ക് മുമ്പിലൂടെയൊക്കെ അന്നും നിറച്ച് ചെളിയാണ്, അരയ്ക്കൊപ്പം ചെളിയിലൂടെ നമ്മളവിടെ എത്തി. മദ്രസിലെത്തിയപ്പോൾ ഭയങ്കര വിറങ്ങലിച്ച കാഴ്ചകളാണ്. ഒരു ഉമ്മയും മകനും കെട്ടിപ്പിടിച്ച് കരയുന്നു. ആളുകളെല്ലാം ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അകത്ത് കയറി നോക്കിയപ്പോൾ അകത്തൊരു 4 ബോഡിയുണ്ട്. 2 ആൾ പരിക്കേറ്റ് കിടക്കുകയാണ്.
മാത്രമല്ല 100-ലധികം ആളുകൾ മുകളിലുണ്ട്. അപ്പോൾ നമ്മൾ SOGക്കാരോട് പറഞ്ഞ് ഇവരെ മുകളിലത്തെ ട്രീ വാലി റിസോർട്ടിലേക്ക് എത്തിച്ച് അവരവിടെ നിന്ന് ഇവരെ ഇറക്കി താഴോട്ട് വന്നു. അപ്പോഴൊന്നും നമുക്ക് ക്യാമറ എടുക്കാൻ തോന്നിയില്ല. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ ക്യാമറ എടുത്തില്ല. ഇവരുടെ കൂടെ തന്നെയാണ് അവിടെ നിന്നിട്ട് ആ മദ്രസയുടെ പുറകിലെ വഴിയിലൂടെ പള്ളിയിലൂടെ താഴോട്ട് ഏകദേശം ഒരു 150-ലധികം ആളുണ്ട്. അപ്പോൾ ഉറപ്പാണ്, സ്ത്രീകളായിട്ടും കുട്ടികളായിട്ടും പ്രായമായിട്ടുള്ളവർ എല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവരെയും കൂട്ടിയിട്ടാണ് ഈ ചൂരൽമല 10-12 മണിക്കൂർ. അതെ, ചൂരൽമല അവരവിടുന്ന് വരാൻ തയ്യാറല്ല. വേറെ എങ്ങോട്ട് പോകണമെന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ SOGക്കാരും അവരെല്ലാം സംസാരിച്ച് ഇവരെ അവിടുന്ന് ചൂരൽമല എത്തിച്ചു. എന്നിട്ടാണ് ഫയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്ററിലും റോപ്പിലും ഇവരെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ നമ്മൾ ആ സമയമൊന്നും ക്യാമറ എടുത്തില്ല. കാരണം ക്യാമറ നമ്മൾ എടുക്കുന്നതല്ല, ഇവരെ എങ്ങനെയെങ്കിലും താഴേക്ക് എത്തിക്കുക എന്നുള്ളത്. അതായത് മാധ്യമപ്രവർത്തനത്തോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തന ദൗത്യത്തിലും ദീപക് അടക്കമുള്ളവർ പങ്കാളികളായി എന്ന് പറയുമ്പോൾ അതൊരു മാധ്യമപ്രവർത്തകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അനിശ്ചിതത്വം കൂടെ ഉണ്ട്. നിങ്ങൾ ഏതെടുക്കണം, ക്യാമറ പിടിക്കണോ അതല്ല നിങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുപോകണോ എന്ന് പറയുന്ന ഒരു അനിശ്ചിതത്വമുണ്ട്. തീർച്ചയായിട്ടും കൈ പിടിച്ച് ഉയർത്തിയ ദീപക്കുണ്ട്, ദീപക്കിൻ്റെ കൈ പിടിച്ചു വന്ന മനുഷ്യരുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചു. പക്ഷേ 1582 പേരെയാണ് 2 ദിവസം കൊണ്ട് നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിച്ചത്. ചെറിയൊരു കണക്കല്ല. അവരെ മറുഭാഗത്തേക്ക് നമുക്ക് കൊണ്ടുവന്നു. പക്ഷേ എത്ര പേരെ ഇനി കാണാമറയത്ത് അവശേഷിപ്പിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം ഈ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം മുന്നിട്ടിറങ്ങിയ ചൂരൽമലയിലെ പ്രജീഷ് ആ നാടിൻ്റെ ഒരു പ്രിയ പുത്രനായിരുന്നു. എല്ലാ സംഭവങ്ങൾക്കും പ്രജീഷ് അവിടെയുണ്ട്. രാത്രിയിൽ ടോർച്ചുമായിട്ട് ഇറങ്ങുന്ന പ്രജീഷ് 2ാമത്തെ തവണ ഉരുൾപൊട്ടുമ്പോഴാണ് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുവരെയും തൊട്ടടുത്തുള്ള ആളുകളുമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. അതേപോലെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് അഹന്യം എന്ന മറ്റുമാണ്, അല്ലേ? അല്ല, ആ പെൺകുട്ടി ഈ ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. 8 പേരും ആ വീട്ടിൽ പോയി. അവന്തിക എന്ന പെൺകുട്ടിക്ക് ആരുമില്ല. അതേപോലെ അഹന്യ എന്ന് പെൺകുട്ടിയുടെ അമ്മ ആ കുട്ടിയുടെ കൈ പിടിച്ച് പോകുന്നതിനിടയിൽ അമ്മയുടെ കൈയിൽ നിന്ന് കുഞ്ഞ് തെറിച്ചു പോവാണ്. ആ കുഞ്ഞ് പോയി, അമ്മ ജീവിച്ചു, പക്ഷേ കുഞ്ഞ് പോയി, തെറിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഒരുപാട് അഭിനവിനെ പോലെയുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ, മുഹമ്മദിനെ പോലുള്ളവർ. അനാഥ കുട്ടികൾ 7 പേരുണ്ടെന്നാണ് പറയുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 7 പേരുണ്ടെന്നാണ് പറയുന്നത്. ഇനി അവരുടെ ഒരു ഭാവി എന്തായിരിക്കും എന്നുള്ളത് കൂടി അവരിപ്പോൾ എനിക്കൊന്ന് ക്യാമ്പിൽ തന്നെ ഉണ്ടാവും. പല ക്യാമ്പുകളിലായിട്ടാണ് ഉള്ളത്. അവരുടെ പേരും ഡീറ്റെയിൽസും ഒന്നും സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അവർക്ക് നമുക്ക് ഒരിക്കലും ഒരു അച്ഛനും അമ്മയും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഏത് പദ്ധതി രഞ്ജിത്ത് പറഞ്ഞ പോലെ നമുക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരിക്കും, നമുക്കൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ കുട്ടികൾക്ക് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ള ഒരു വീട്, ഒരു ഹോം എന്ന് പറയുന്നത് എങ്ങനെ ഒരുക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു. അത് നാട്ടുകാരുടെ നിർദ്ദേശങ്ങളാണ്, എക്സ്പേർട്ടിൻ്റെ അഭിപ്രായങ്ങളെ അല്ല. ഇനി നമുക്ക് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. ഇതെങ്ങനെയാണ് വെച്ചു കൊടുക്കാൻ കഴിയുക? ഇതിന് സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന, ഇപ്പോൾ തന്നെ നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിരവധി ആളുകൾ, വീടുകൾ നമ്മൾ പ്രഖ്യാപിച്ചതിലും കൂടുതൽ വീടുകളിലേക്ക് ആളുകൾ വാഗ്ദാനവുമായി എത്തുന്നു. അപ്പോൾ അവരെയെല്ലാം നമുക്ക് സമീപിക്കണം, അത് യാഥാർത്ഥ്യമാക്കണം. അങ്ങനൊരു വലിയ പ്രോജക്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. അടുത്തൊരു 6-7 മാസത്തിനുള്ളിൽ ആ പ്രോജക്റ്റിൻ്റെ സാഫല്യത്തിലേക്ക് നമുക്ക് കടക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരും അതിനോടൊപ്പം റിപ്പോർട്ടറിൻ്റെ കരുത്തിനോടൊപ്പം നിങ്ങൾ ചേരണം. പുനരധിവാസ പാക്കേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടൗൺഷിപ്പ് മാത്രമായി ചുരുങ്ങരുത്. ഞാനിപ്പോൾ ഈ ഷോ കണ്ടിട്ട് ആൾ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് വീട് പണിതിരിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഉപകരണങ്ങൾ മുഴുവൻ നശിച്ചുപോയി, ഞങ്ങൾ നാളെ ലോൺ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കൂടി ഒരു പാക്കേജ് ആയിരിക്കണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ടൗൺഷിപ്പ് അനൗൺസ് ചെയ്തു, അല്ലെങ്കിൽ വീട് അനൗൺസ് ചെയ്തു, പിന്നെ ചെയ്തോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റോടുകൂടി വന്നാൽ അതിന് വളരെ ദോഷമായിട്ട് ബാധിക്കുകയുള്ളൂ. അതായത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കിനി ഇവിടെ പുനഃസൃഷ്ടിക്കേണ്ടതൊരു ആവാസ വ്യവസ്ഥയാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആവാസ വ്യവസ്ഥയിലെ എല്ലാ ഘടകങ്ങളും നമുക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. കാര്യം ഇത് പ്രകൃതി വിളിച്ചു പോയവരെ നമുക്ക് പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയുടെ അന്തരീക്ഷം നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റണം. അതിന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമിച്ച് തന്നെ നിൽക്കണം. നമുക്ക് വയനാടിനെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. റിപ്പോർട്ടർ മുന്നോട്ട് വയ്ക്കുന്ന ഈ പ്രോജക്റ്റും റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്ന ഈ കാഴ്ചകളും നിങ്ങളുടെ കരളിനെ തൊട്ടുവെങ്കിൽ, നിങ്ങളുടെ കരൾ അലിയിപ്പിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ സ്വത്തിൻ്റെ ഒരു വിഹിതം, ഒരു ചെറിയ പങ്ക് വയനാടിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. അത് നിങ്ങളുടെ ഹൃദയം മാറ്റിവെക്കുന്നതിന് തുല്യമായിരിക്കും. അത് ആ മനുഷ്യരുടെ മുഖത്ത് ഇവരെല്ലാവരും ഭയന്നായിരിക്കുന്നത്. ഇവരാരും ചിരിക്കുന്ന കണ്ടിട്ടില്ല. ഞങ്ങളിവിടെ വന്നതിന് ശേഷം തമാശ പോലും ആരും പറയുന്നില്ല. ഇപ്പോൾ രാവിലെ ഞാൻ സംസാരിച്ചു തുടങ്ങുന്ന രവിയേട്ടൻ മുതൽ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ സംസാരിച്ച് നിർത്തിയ ഈ ഷിജു വരെ, അവരുടെയൊക്കെ കണ്ണുകളിൽ ആ ഭീതിയും സങ്കടവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മറികടന്നു പോകണമെങ്കിൽ
അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരണമെങ്കിൽ, പുഞ്ചിരി മുട്ടത്ത് ഇനിയൊരു പുഞ്ചിരി വിടരണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമ്മളുടെ പങ്ക് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പിന്തുണ വേണം. ആ പിന്തുണയും സ്നേഹവും വയനാടിനൊപ്പം ഉണ്ടാകുമെന്ന് വയനാട്ടുകാർക്ക് നിങ്ങളുടെ പേരിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ സംപ്രേഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളായി ഇടവേളകളില്ലാതെയാണ് നമ്മൾ പലപ്പോഴും ഇന്നലെ വൈകുന്നേരം മുതലാണ് നമ്മൾ കൊമേഴ്സിൽ ചെറിയ ഇടവേളകൾ എടുത്തു തുടങ്ങിയത്. തുടർച്ചയായി ഞങ്ങൾ സംപ്രേഷണം ചെയ്യുകയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇതിൻ്റെ ആഘാതം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ആർമിയും നമ്മുടെ റിപ്പോർട്ടറിൻ്റെ ആർമി അല്ലേ, പിന്നെ ഇതിന് പിന്നിൽ സഹകരിച്ച ആൾക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരുപാട് പേര് ഇതിന് പിന്നിൽ പ്രയത്നിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ ഇപ്പോഴും സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. പക്ഷേ ഇനി വേണ്ടത് നമ്മുടെ കരുത്തും നമ്മുടെ പ്രതീക്ഷയും ഒക്കെയാണ്. നമ്മൾ കൊടുക്കുന്ന ഉറപ്പാണ് വയനാടിന് ജീവൻ കൊടുക്കുക എന്നുള്ളത്. ഇവരൊക്കെ ജീവിക്കുന്നു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവരൊക്കെ മരിച്ചതിന് തുല്യമായി നടക്കുന്ന മനുഷ്യരാണ്. അവരെ ഇനി നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിന് പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒപ്പം ഉണ്ടാവും എന്ന ഉറപ്പിന്മേൽ നമ്മൾ ഇന്നത്തെ രാത്രിയിൽ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുപാട് കാഴ്ചകളും ഒക്കെ നാളെ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വീണ്ടും പ്രേക്ഷകർക്കൊപ്പം എത്തും. തെരച്ചിൽ തുടരും. ആ തെരച്ചിൽ ഏത് ഘട്ടം വരെ പോകുമെന്നറിയില്ല. എല്ലാ വാർത്തകളും വയനാട്ടിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘം വയനാട്ടിൽ തുടരുക തന്നെ ചെയ്യും, രക്ഷാദൗത്യം അവസാനിക്കുന്നത് വരെ. ഒപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, ഷിരൂരിലെ അർജുനെ നമ്മൾ മറന്നിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ വാർത്താ സംഘം അവിടെ തുടരുന്നുണ്ട്. അവിടെ അർജുൻ്റെ കാര്യത്തിൽ ഇന്ന് ഈശ്വർ മാൽപ്പയ്ക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. സർക്കാർ അനുമതി കൊടുത്തിട്ടില്ല. ഇപ്പോഴും പുഴയിലെ ഒഴുക്ക് 6 നോട്ട്സായിട്ട് തുടരുന്നു. ആ ചോദ്യം അവിടെ വലിയ ചോദ്യമായി നിൽക്കുന്നു. അതിനേക്കാൾ വലിയ ചോദ്യങ്ങൾ വയനാട്ടിലെ ചുരം കയറിയും നിൽക്കുന്നു. ചുരം കയറി നിൽക്കുന്ന ഈ ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്ക് കണ്ടെത്തിയേ മതിയാവും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.